ആ ഭാഗവതത്തിൻ്റെ 21ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പാഠങ്ങളാണ് എൻ്റെ വിഷയം. ഭാഗവതം എന്ന് പറയുന്നത് ഒരു പുരാണമാണ്. 18 പുരാണങ്ങളിൽ ഒരെണ്ണമാണ് ഭാഗവതം. മഹാനായ വേദവ്യാസൻ ലോകചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ജനിച്ചപ്പോൾ അദ്ദേഹം കൃഷ്ണദ്വൈപായനൻ ആയിരുന്നു. കറുത്ത നിറമുള്ളതുകൊണ്ട് കൃഷ്ണൻ, ദ്വീപിൽ ജനിച്ചുകൊണ്ട് ദ്വൈപായനൻ. പക്ഷേ 20 വയസ്സ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വേദങ്ങളെ കമ്പൈൽ ചെയ്തു. 10542 ശ്ലോകത്തിൽ ഋഗ്വേദം, 1975 ശ്ലോകത്തിൽ യജുർവേദം, 1545 ശ്ലോകത്തിൽ സാമവേദം, 7000 ശ്ലോകങ്ങൾ അഥർവേദം, എല്ലാം കൂടി 21,000 ശ്ലോകങ്ങളിലായിട്ടാണ് വേദങ്ങൾ സമാഹരിച്ചത്. വേദങ്ങൾ സമാഹരിച്ചപ്പോൾ അദ്ദേഹം വേദവ്യാസൻ, വേദങ്ങളെ വ്യസിച്ചവൻ എന്ന് പേരുണ്ടായി. അദ്ദേഹം അതിനുശേഷം വളരെ ശ്രദ്ധേയമായി 1108 ഉപനിഷത്ത് എഴുതി. എല്ലാം കൂടി 25,000-ലേറെ ശ്ലോകങ്ങൾ. പിന്നെ അദ്ദേഹം 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതം എഴുതിയുണ്ടാക്കി. പിന്നെ അദ്ദേഹം 18 പുരാണം എഴുതി. ആ 18 പുരാണങ്ങൾ കൂട്ടിവെച്ചാൽ 3,60,000 ശ്ലോകങ്ങളാണ്. പിന്നെ അദ്ദേഹം 18 ഉപപുരാണം എഴുതി, 4,97,000 ശ്ലോകം. എല്ലാം കൂടി വേദവ്യാസൻ എഴുതിയത് 11 ലക്ഷത്തിലേറെ ശ്ലോകങ്ങളാണ്. വേദവ്യാസന് മുമ്പോ വേദവ്യാസന് ശേഷമോ അത്രയും എഴുതിയ ഒരു മനുഷ്യൻ ഈ ഭൂമിയിലില്ല. അദ്ദേഹം എഴുതിയ 18 പുരാണങ്ങളിൽ നിന്നാണ് നമ്മൾ 3 ഗ്രന്ഥങ്ങളെ ഭാഗവതങ്ങൾ എന്ന് വിളിക്കുന്നത്. ഭഗവാൻ വിഷ്ണു ഭഗവാന്റെ ദശാവതാര കഥ പറയുന്ന ശ്രീമദ് ഭാഗവതം, ദേവിയുടെ ദശാവതാര കഥ പറയുന്ന ദേവീ ഭാഗവതം, പരമശിവൻ്റെ അഷ്ടദശാവതാരങ്ങൾ 18 അവതാരങ്ങൾ പറയുന്ന ശിവപുരാണം, ഈ 3 ഗ്രന്ഥങ്ങളെയാണ് ഭാഗവതങ്ങൾ എന്ന് വിളിക്കുന്നത്. ആ ഭാഗവതം നമ്മൾ എടുക്കുമ്പോൾ ഭാഗവതം ഒരു പുരാണം എന്ന് പറയുമ്പോൾ എന്താണ് ഒരു പുരാണം എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പുരാണം എന്താണെന്ന് വേദവ്യാസൻ തന്നെ നിർവചിച്ചിട്ടുണ്ട്. സർഗഞ്ച പ്രതിസർഗഞ്ച വംശോ മന്വന്തരാണി വംശാനുചരിതം ചൈവ പുരാണോ പഞ്ചലക്ഷണം. പുരാണത്തിന് 5 ലക്ഷണമാണ്. ഒന്ന് സർഗഞ്ച, ഈശ്വരൻ ഈ ഭൂമിയിൽ എന്തെല്ലാമാണ് സൃഷ്ടിച്ചത്. ഈശ്വരൻ ഇവിടെ ഹസ്തിനപുരം സൃഷ്ടിച്ചു, ഇന്ദ്രപ്രസ്ഥം സൃഷ്ടിച്ചു, റോക്കറ്റ്, വളരെ പ്രത്യേകമായ സസ്യശ്യാമളമായ കേരളം സൃഷ്ടിച്ചു. ഇങ്ങനെ ഈശ്വരൻ സൃഷ്ടിച്ചതൊക്കെ. പ്രതിസർഗഞ്ച, ഈശ്വരൻ സൃഷ്ടിച്ചത് കൂടാതെ മനുഷ്യൻ എന്തെല്ലാമാണ് സൃഷ്ടിച്ചത്. അവൻ ഹസ്തിനപുരം ഉണ്ടാക്കി, ഇന്ദ്രപ്രസ്ഥം ഉണ്ടാക്കി, അവൻ റോക്കറ്റ് ഉണ്ടാക്കി, വിമാനം ഉണ്ടാക്കി, എന്തെല്ലാം സൃഷ്ടിച്ചു. അപ്പോൾ സർഗഞ്ച പ്രതിസർഗഞ്ച എന്ന് കൂട്ടി പറയുമ്പോൾ അതിപ്പോഴത്തെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാക്കണമെങ്കിൽ കോസ്മോ ഗണി എന്ന് പറയണം. കോസ്മോസ് എങ്ങനെ ഉണ്ടായി, പ്രപഞ്ചം എങ്ങനെ നാം കാണുന്ന രീതിയിൽ ഉണ്ടായി. മൂന്നാമതായി വംശാവലിയുടെ ചരിത്രമാണ്. ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പേര് പറഞ്ഞാൽ അപ്പോഴേ പുരാണത്തിൽ വംശാവലി വരും. മനുവിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട, ഇക്ഷ്വാകുവിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട, ഗംഗാദേവിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഭാഗീരഥൻ്റെ വംശപരമ്പരയിൽപ്പെട്ട, സത്യ ചക്രവർത്തിയായിരുന്ന ഹരിചന്ദ്രൻ്റെ വംശപരമ്പരയിൽപ്പെട്ട, ലോകത്തെ ആദ്യമായി റോക്കറ്റ് ഉണ്ടാക്കി ശൂന്യാകാശത്ത് പോയിരുന്ന ത്രിശങ്കുവിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട, ദിലീപിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട, രഘുവിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ദശരഥൻ്റെ മകൻ ശ്രീരാമൻ. 42 തലമുറയുടെ കണക്ക് ഒറ്റയടിക്കഞ്ഞ് വരും. അതാണ് വംശോ എന്ന് പറയുന്നത്. അതിനെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാകണമെങ്കിൽ ക്രോണോളജി എന്നറിയും. ക്രോണോളജി. മൂന്നാമതായി മന്വന്തരാണി, പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവ ചരിത്രമാണ്. ലോകത്തിൽ 14 മന്വന്തരങ്ങളുണ്ട് എന്ന് ഹിന്ദു എൻസൈക്ലോപീഡിയ പറയുന്നു. ബംഗാളിൽ എഴുതിയ ഒരു ഭാഗവതത്തിൽ മാത്രം 71 ചതുര്യുഗങ്ങളുണ്ട് എന്ന് പറയുന്നു. ബാക്കിയുള്ള ഭാഗവതത്തിൻ്റെ വെർഷൻസിൽ അതില്ല, 71 ചതുര്യുഗം എന്നുള്ളൊരു പ്രയോഗം. ഹിന്ദു എൻസൈക്ലോപീഡിയയിൽ സംബന്ധിച്ചുള്ളത് 14 യുഗങ്ങളാണ്. അതിൽ 7ാമത്തെ മന്വന്തരത്തിലാണ് നിങ്ങൾ ഞാൻ ജീവിക്കുന്നത്, വൈശ്വത മന്വന്തരം. വൈശ്വതം എന്ന സൂര്യഭഗവാന്റെ സോളാർ സിസ്റ്റത്തിൽ മനുഷ്യനുണ്ടാകുന്ന കാലഘട്ടം. ഓരോ മന്വന്തരത്തിനും 4 കാലമാണ്. കൃതത്രേത ദ്വാപര കലി. അങ്ങനെ കലിയുഗം കഴിയുമ്പോൾ തിരിച്ച് കൃതയുഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കൽക്കി അവതരിക്കും. ഇനി അടുത്ത മന്വന്തരം എവിടെയാണ്? അടുത്ത മന്വന്തരം വേദവ്യാസം കൃത്യമായിട്ട് പറയുന്നത് റാസ അൽഗതി എന്ന് പറയുന്ന നക്ഷത്രത്തിൻ്റെ സമൂഹത്തിലാണ്. തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ സമൂഹത്തിലാണ് അടുത്ത മനുഷ്യനുണ്ടാകാൻ പോകുന്നത്. സോളാർ സിസ്റ്റത്തിൽ മനുഷ്യനുണ്ടാവുകയില്ല. അപ്പോൾ ഈ മന്വന്തരാണി എന്ന് പറഞ്ഞാൽ അതിനെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാവണമെങ്കിൽ കോസ്മോളജി എന്ന് പറയണം. കോസ്മോളജി.
പിന്നെ വംശാനുചരിതം, ഒരു വംശം എങ്ങനെയാണ് രൂപാന്തരം പ്രാപിക്കുന്നത്. ഋഗ്വേദത്തിലെ പ്രസിദ്ധനായ രാജാവായിരുന്നു സുദാസ്. അദ്ദേഹം ദാസരാജ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ പൂരുവിൻ്റെ മകളെ കല്യാണം കഴിച്ചു. അങ്ങനെ ഭരതകുലവും പൂരുകുലവും കൂടെ ചേർന്നപ്പോൾ അത് കുരുവംശമായി. ആ കുരുവംശത്തിൽ പാണ്ഡവന്മാരും കൗരവന്മാരും ഉണ്ടായി. കൗരവന്മാരെല്ലാം കൊല്ലപ്പെട്ട ശേഷം പാണ്ഡവരുടെ വംശപരമ്പരയാണ് തുടരുന്നത്. അതിലെ പാണ്ഡു കുന്തിദേവിയെ കല്യാണം കഴിച്ചപ്പോൾ അത് യദു രാജവംശമായി. പിന്നെ പാഞ്ചാലിയെ കല്യാണം കഴിച്ചപ്പോൾ അത് യദു പാഞ്ചാല രാജവംശമായി. പക്ഷേ പാഞ്ചാലയുടെ മക്കളെല്ലാം മരിച്ചിട്ട് സന്തതി പരമ്പര പോകുന്നത് ഉത്തരയുടെ വംശപരമ്പരയിലാണ്, വിരാട വംശപരമ്പരയിലാണ്. അതുകൊണ്ട് പരിഷത്ത് രാജാവ് ഭരിക്കാൻ വരുമ്പോഴേക്കും അത് യദു പാഞ്ചാല വിരാട രാജവംശമായി മാറി. അപ്പോൾ ഈ കുടുംബങ്ങൾ വംശം മാറി വരുന്നതാണ് വംശാനുചരിതം. കോളേജ് പഠിക്കുന്ന പിള്ളേർക്ക് മനസ്സിലാകണമെങ്കിൽ ജീനിയോളജി എന്ന് പറഞ്ഞെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് ഭാഗവതം? ഭാഗവതത്തിന് 5 കാര്യങ്ങൾ. ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞാൽ കോസ്മോളജി, കോസ്മോഗണി, ക്രോണോളജി, കോസ്മോളജി ആൻഡ് ജീനിയോളജി, ഈ 4 കാര്യങ്ങൾ ചേരുമ്പോഴാണ് ഭാഗവതം ഉണ്ടാകുന്നത്. ആ ഭാഗവതങ്ങൾ വളരെ ശ്രദ്ധേയമായി നമുക്ക് മനസ്സിലാക്കാനായി രചിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൽ ശ്രീമദ് ഭാഗവതം 12 സ്കന്ധങ്ങളാണ്. അതിന് 335 അധ്യായമുണ്ട്, 18,000 ശ്ലോകങ്ങൾ, 300 കഥകൾ. ദേവീ ഭാഗവതവും 12 സ്കന്ധമാണ്, പക്ഷേ അധ്യായം 318 ഉള്ളൂ. പക്ഷേ ശ്ലോകങ്ങളുടെ എണ്ണം കൂടുതലാണ്, 18,335. ശിവപുരാണം അല്ലെങ്കിൽ ശിവഭാഗവതം രചിച്ചപ്പോൾ ഒറിജിനൽ ഭാഗവതത്തിന് 98,000 ശ്ലോകമായിരുന്നു. ഒരിക്കൽ വേദവ്യാസൻ രോമകൃഷ്ണനെ കാണാൻ ചെന്നു. രോമകൃഷ്ണൻ പറഞ്ഞു, എൻ്റെ വ്യാസ, നീ ഇങ്ങനെ പുസ്തകം ഞങ്ങൾ കറങ്ങിപ്പോവും. നീ മഹാഭാരതം എഴുതി 1,26,000 ശ്ലോകം, നീ അത് കഴിഞ്ഞ് ശിവപുരാണം ചോദിച്ചിരിക്കുന്നു 98,000 ശ്ലോകം. വേദവ്യാസം നീളം കൂടിപ്പോയല്ലേ, ഞാൻ കുറച്ചു തരാം. അദ്ദേഹം 98,000 ശ്ലോകമുള്ള ശിവപുരാണത്തെ 24,000 ശ്ലോകമുള്ള നമ്മളിപ്പോൾ കാണുന്ന ശിവപുരാണമായി മാറ്റി. 497 അധ്യായമുണ്ടായിരുന്ന ശിവപുരാണത്തെ 294 അധ്യായമുള്ള ഇപ്പോൾ കാണുന്ന രീതിയിലാക്കി മാറ്റി. അപ്പോൾ ഇങ്ങനെ 3 പുസ്തകങ്ങളാണ് ഭാഗവതങ്ങൾ എന്നറിയപ്പെടുന്നത്. ആ ഭാഗവതങ്ങളിലൂടെ, കഥകളിലൂടെ നമ്മളെ കാര്യം മനസ്സിലാക്കാൻ. അപ്പോൾ ഈ ഭാഗവതത്തിലെ കഥ പറയുമ്പോൾ ആ കഥ നമുക്ക് മനസ്സിലാകേണ്ട രീതിയിൽ വ്യാഖ്യാനിച്ച് പറയണം. ഇപ്പോൾ പല ഭാഗവത സപ്താഹത്തിലും ചെന്നാൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ വളരെ അപൂർവമാണ്. 70% സ്ത്രീകളാണ്. 60% കൂടിയിരിക്കുന്ന 60 വയസ്സ് കഴിഞ്ഞ കിളവനും കിളവിയാണ്. യുവാക്കൾ എന്തുകൊണ്ട് ഒരു ഭാഗവത സപ്താഹത്തിന് വരുന്നില്ല? കാരണം അത് വ്യാഖ്യാനിക്കേണ്ട രീതി അവന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഭാഗവതത്തിൽ അത് മനസ്സിലാക്കുമ്പോൾ കഥകളിലൂടെ അത് പറയുകയാണ്. ആ കഥ രചിക്കുമ്പോൾ വേദവ്യാസൻ 3 തരത്തിലുള്ള കഥകൾ രചിക്കും. 3 തരത്തിലുള്ള കഥകൾ. ആ കഥകൾ രചിക്കുന്നത് ഒരു പ്രത്യേക പർപ്പസിനാണ്. ഇതിഹാസം ഡിഫൈൻ ചെയ്യുമ്പോൾ വേദവ്യാസനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട് വളരെ കൃത്യമായി. ധർമാത്ര കാമമോക്ഷാണാം ഉപദേശ സമന്വിതം പൂർവയുക്തം കഥായുക്തം ഇതിഹാസം പ്രദർശതേ. മനുഷ്യൻ ഈ ഭൂമി 4 കാര്യങ്ങളാണ് അറിയേണ്ടത്. 1 ധർമ്മം, എന്താണ് ശരി, വാട്ട് ഈസ് റൈറ്റ്. 2 അർത്ഥം, പണം എങ്ങനെ കൈകാര്യം ചെയ്യണം. 3 കാമം, കാമത്തെ എങ്ങനെ നിയന്ത്രിക്കണം. ഭൂമിയിൽ പോലീസുകാർ പറയും, പോലീസിലെ മുഴുവൻ കുറ്റകൃത്യങ്ങൾക്കും 3 കാമങ്ങളാണ് കാരണം. അതിനെ മണ്ണാശ, പൊന്നാശ, പെണ്ണാശ എന്ന് പറയും. മണ്ണിനെ ആശിച്ചാൽ ബൗണ്ടറി ഡിസ്പ്യൂട്ടും അട്ടിപ്പിട്ടിയും കൊലപാതകവും രാജ്യങ്ങളുടെ യുദ്ധം ഉണ്ടാവും. പൊന്നാശ, പൊന്നിനെ ആഗ്രഹിച്ചാൽ സ്വർണ്ണം എടുക്കാൻ വേണ്ടി വീട്ടിൽ കയറി മോഷണം ഉണ്ടാവും, ഡക്കോറ്റി ഉണ്ടാവും, കൊലപാതകം ഉണ്ടാവും. പിന്നെ പെണ്ണാശ, പെണ്ണിനെ ആഗ്രഹിച്ച് പോയെങ്കിൽ സീതാദേവി സുന്ദരിയായതിനാൽ രാമായണ യുദ്ധം ഉണ്ടായി. ഹെലൻ ട്രോയ് സുന്ദരിയായതിനാൽ എലിയഡിൽ യുദ്ധം ഉണ്ടായി. വളരെ പിടിച്ച കുഴപ്പം. അതിനെ കുഞ്ഞൻ നമ്പ്യാർ വളരെ രസമായി സംഗ്രഹിച്ചു. കനകം മൂലം കാമനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം എന്നായി. അപ്പോൾ ഈ കാമത്തെ കൺട്രോൾ ചെയ്യണം. പിന്നെ 4-മത്തത്, മനുഷ്യൻ എന്തിനാണ് ഭൂമി ജീവിക്കുന്നത്? മോക്ഷം കിട്ടാനാണ്. അപ്പോൾ മോക്ഷം എങ്ങനെ കിട്ടാൻ പറ്റും? അങ്ങനെ ധർമാത്ര കാമമോക്ഷണം, ഈ 4 കാര്യങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഉപദേശ സമന്വിതം, ഒരു ഉപദേശം എന്താ കൊടുക്കാൻ ഉദ്ദേശം വേദവ്യാസൻ ആദ്യം തീരുമാനിക്കും. പിന്നെ പൂർവ്വയുക്തം കഥായുക്തം, എന്താ പഠിപ്പിക്കണമെന്ന് ആദ്യം തീരുമാനിക്കും. എന്നിട്ട് യുക്തമായൊരു കഥ എൻ്റെ കൂടെ ചേർക്കും. ഇതാണ് ഇതിഹാസം. അപ്പോൾ ഈ കഥ രചിക്കുമ്പോൾ വേദവ്യാസൻ 3 തരത്തിലുള്ള കഥ ഉണ്ടാക്കും. 1 മിത്താണ്, ഭൂമി സംഭവിച്ചിട്ടില്ലാത്ത ഒരു സംഭവം. 2 ഷോർട്ട് സ്റ്റോറി, ഒരു സത്യം നമ്മളോട് പറയാൻ വേണ്ടി ഒരു ചെറുകഥ എഴുതും. 3-മത്തെ ചരിത്രം. ഈ 3 തരത്തിലുള്ള കഥകളാണ് എഴുതുന്നത്. അതിലൊരു സംഭവം അസംഭവ്യമായ ഒരു മിത്താണെങ്കിൽ വേദവ്യാസൻ ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ അത് മിത്താണ് നമ്മളോട് പറയും.
ആ രാജാവ് പോയി 10,000 കൊല്ലം തപസ്സിരുന്നു. അപ്പോഴേ നമുക്കറിയാം സംഭവം മിത്താണ്, നടക്കാത്ത കാര്യമാണ്. മനുഷ്യന് 100 വയസ്സ് ഒരു ആയുസുള്ള ഒരു മനുഷ്യൻ 10,000 കൊല്ലം തപസ്സിരിക്കാൻ പറ്റുമോ? രക്ഷയില്ല. ബ്രഹ്മാവിൻ്റെ വരം കിട്ടിയ ശേഷം രാജാവ് 27,000 കൊല്ലം ഭരിച്ചു. അപ്പോഴും നമുക്ക് മനസ്സിലാവും മിത്താണ്. എലിസബത്ത് രാജ്ഞി 74 കൊല്ലം ഭരിച്ചു. പക്ഷേ ആർക്കെങ്കിലും 27,000 കൊല്ലം ഭരിക്കാൻ പറ്റുമോ? എന്തിനാണ് വേദവ്യാസൻ പറയുന്നത്? പ്രിയപ്പെട്ട വായനക്കാരാ, ഈ സംഭവം ഭൂമി നടന്നല്ല, നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഞാനൊരു കഥ എഴുതുകയാണ്. രണ്ടാമത് ചെറുകഥ എഴുതും. ചിത്രകേതു എന്നൊരാൾ 1 കോടി സ്ത്രീകളെ കല്യാണം കഴിച്ചു. 1 കോടി സ്ത്രീകളെ ആരെങ്കിലും കല്യാണം കഴിക്കാൻ പറ്റുമോ? ഒരു സ്ത്രീയെ കല്യാണം കഴിക്കണമെങ്കിൽ താലി കെട്ടി ഹൊരവയിട്ട് മന്ത്രകൂടി കൊടുത്ത് അഗ്നിക്ക് ചുറ്റും 3 തവണ നടന്ന് അത് കഴിഞ്ഞ് സദ്യയെ കൊണ്ട് എഴുന്നേക്കണം. എല്ലാം കൂടെ കഴിയുമ്പോൾ 3 മണിക്കൂർ പോകും. 1 കോടി സ്ത്രീകളെ കല്യാണം കഴിക്കണമെങ്കിൽ 3500 വർഷം വേണം. കല്യാണം കഴിക്കാൻ പറ്റുമോ? പറ്റിയല്ല. 1 കോടി സ്ത്രീകളുടെ ജീവിതം പാഴാക്കി ഈ റാസ്കലിനെ വെടിവെച്ച് കൊള്ളുന്ന റാസ്കലാണ്. അപ്പോൾ എന്തിനാണ് ഈ കഥ പറയുന്നത്? ഒന്നിലേറെ സ്ത്രീകളെ വിവാഹം കഴിച്ചാൽ ഒരു പുരുഷനുണ്ടാവുന്ന ഗതികേട് എന്താണ്? ഇത് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി വേദവ്യാസൻ ചിത്രകേതുവിൻ്റെ കഥ പറയാണ്. ചിത്രകേതുവിൻ്റെ ഭാര്യമാർ തമ്മിൽ ഉണ്ടാക്കിയ കുഴപ്പം കൊണ്ട് എന്ത് അപകടമാണ് സംഭവിച്ചത്. സന്തതി വിഹീനായ അയാൾ മാറുന്ന സ്റ്റേജിലേക്ക് എത്തി. അപ്പോൾ അത് ഷോർട്ട് സ്റ്റോറിയാണ്. ഷോർട്ട് സ്റ്റോറിയാണെന്ന് മനസ്സിലായിക്കോണം. മൂന്നാമത്തെ ചരിത്രമാണ്. ശ്രീരാമചന്ദ്ര ഭഗവാൻ ദശരഥൻ്റെ മകനായി ജനിക്കുന്നു. 18 വയസ്സായപ്പോൾ യുവരാജാവ് വാഴിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ കൈകേയി ചെന്ന് കുഴപ്പമുണ്ടാക്കി ശ്രീരാമചന്ദ്ര ഭഗവാനെ കാട്ടിലേക്ക് അയക്കാനായി തീരുമാനിക്കുന്നു. കൈകേയിക്കും ദശരഥനും അയോധ്യയിൽ യാതൊരു കാര്യമില്ല. അയോധ്യ കൗസല്യത്തിൻ്റെ തലസ്ഥാനമാണ്. കൗസല്യത്തിൽ രാജാവിന് ഒരു മോളെ ഉണ്ടായിരുന്നുള്ളൂ, കൗസല്യ. അവളെ കല്യാണം കഴിച്ചപ്പോൾ പഞ്ചാബും ഹരിയാനയും ഡൽഹിയും ഭരിച്ചിരുന്ന സൂര്യവംശത്തിലെ രാജാവായ ദശരഥൻ, അയാൾക്ക് അവിടെ രാജ്യമൊന്നുമില്ല, അയാൾ ഈ പെണ്ണുമ്പിള്ളെ കെട്ടി ഇവിടെ ഒന്ന് ദത്ത് കയറിയതാണ്. അപ്പോൾ അയോധ്യയിൽ ദശരഥന് ഒരു അധികാരവും ഇല്ല. പക്ഷേ അച്ഛൻ്റെ വാക്ക് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം കാട്ടിപ്പോയി. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദശരഥൻ്റെ ഫാദേഴ്സ് പ്രോപ്പർട്ടി അല്ല അയോധ്യ, അത് കൗസല്യയുടെ പ്രോപ്പർട്ടിയാണ്. 14 അയാൾ വനത്തിൽ പോയി രാവണനെ കൊന്ന് സീതാദേവി വീണ്ടും തിരിച്ചു വന്നു. 32-ാമത്തെ ദിവസം തിരിച്ചു വന്നിട്ട് അദ്ദേഹം 27 കൊല്ലം ഭരിച്ചു. 59 വയസ്സ് കഴിഞ്ഞ് 60-ാമത്തെ വയസ്സായപ്പോൾ യമനുമായി വഴക്കുണ്ടായി. അതിൻ്റെ അവസാനം സരയൂ നദിയിൽ ജലസമാധിയിലൂടെ ശ്രീരാമചന്ദ്ര ഭഗവാൻ വിഷ്ണുലോകത്തേക്ക് തിരിച്ചുപോയി. അപ്പം 60 കൊല്ലം ജീവിച്ചിരുന്ന ഒരു രാജാവിൻ്റെ കഥയാണ് ശ്രീരാമൻ്റെ കഥ. അപ്പോൾ ഏത് കഥയാണ് മിത്ത്, ഏത് കഥയാണ് ഷോർട്ട് സ്റ്റോറി, ഏത് കഥയാണ് ഹിസ്റ്ററി, ഇത് മനസ്സിലായിക്കോണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഇത് കേൾക്കുന്ന ആളിന് ഒരു സംഗതി മനസ്സിലാകത്തില്ല. കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാവട്ടെ 10,000 കൊല്ലം താമസിച്ചിരുന്നു 27 കൊല്ലം ഭരിച്ചെന്ന് വട്ടാടോ. കോളേജിൽ പഠിക്കുന്ന പയ്യന്മാർ ഈ പറയുന്നത് എന്തോ വട്ടാന്നായിരിക്കും, അവനങ്ങ് പോകും. അപ്പോൾ കഥയുടെ അർത്ഥം മനസ്സിലാക്കാൻ നമ്മൾ പരാജയപ്പെടുന്നതുകൊണ്ടാണ് യുവാക്കൾ ഭാഗവത സത്രത്തിന് അല്ലെങ്കിൽ സപ്താഹത്തിന് വരാത്തത്. അത് നമ്മൾ പരിഹരിച്ചാണ്. അപ്പോൾ ഇങ്ങനെ ഭാഗവതം കൃത്യമായി നമ്മളെ കഥകളിലൂടെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ കഥകളെല്ലാം കൂടെ പറയണമെങ്കിൽ 300 കഥ പറയണമെങ്കിൽ 6 മാസമെല്ലാം വേണം. നമുക്ക് സമയമില്ല. അപ്പോൾ ഒരാഴ്ച കൊണ്ടൊരു സപ്താഹം നടത്തുകയാണ്, അല്ലെങ്കിൽ 10 ദിവസം കൊണ്ടൊരു സത്രം നടത്തുമ്പോൾ ഈ 300 കഥകളിൽ നിന്ന് യജ്ഞാചാര്യൻ ഒരു ദിവസം 3 കഥ അല്ലെങ്കിൽ 4 കഥ എടുക്കും. 3 കഥ എടുത്താൽ 21 ദിവസം 21 കഥ പറയാൻ പറ്റും. 4 കഥ എടുത്താൽ 28 കഥ പറയാൻ പറ്റും. അപ്പോൾ സാമ്പിളാണ് എടുക്കുന്നത്. ഭാഗവതത്തിൽ 46 പുനർജന്മത്തിൻ്റെ കഥയുണ്ട്. ആ 46 പുനർജന്മത്തിൻ്റെ കഥയിൽ ഒരു 3 പുനർജന്മ കഥ എടുക്കും. അത് പറയുമ്പോൾ പുനർജന്മത്തിൻ്റെ സാരാംശം കേൾക്കുന്ന ഭക്തന് മനസ്സിലാവും. അങ്ങനെ 7 ദിവസം 21 കഥകളിലൂടെ ഭാഗവതത്തിൻ്റെ സാരം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഈ 2 ഭാഗവതങ്ങളും മഹാഭാരതം ഉൾപ്പെടെ സനാതനധർമ്മം ലോകത്തിന് കൊടുത്ത 3 ഗ്രന്ഥങ്ങൾ പരസ്പരം കെട്ടുപണിഞ്ഞ് കിടക്കുകയാണ്. ഭാഗവത സപ്താഹം വരുന്നത് നിങ്ങൾക്കറിയാവുന്ന കഥയിലൂടെ പരീക്ഷിത് രാജാവ് വേട്ടയാടാൻ പോയി സമ്മിക മഹർഷിയുടെ കഴുത്തിക്കൊണ്ട് പാമ്പിനെ ഇട്ട് കൊടുത്തു. അവസാനം മോൻ ശപിച്ചു. അങ്ങനെ അദ്ദേഹം മരണഭയം കൊണ്ട് പോയി 7 ദിവസം ഒളിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് ശ്രീമദ് ഭാഗവതം. 7 ദിവസം ഭാഗവതം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണഭയമൊക്കെ പോയി. അദ്ദേഹം ധൈര്യമായിട്ട് പുറത്തിറങ്ങി. തക്ഷകൻ വരുന്ന വരട്ടെ കടിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം കടിയേറ്റ് മരിച്ചു. പരീക്ഷിത് രാജാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ മകൻ ജനമേജയൻ സത്രം നടത്തി. അവിടെ ആയിരക്കണക്കിന് നാഗങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാനം ജനമേജയന് ശാപം കിട്ടി. അങ്ങനെ ജനമേജയൻ മരണഭയത്താൽ പോയി ഒളിച്ചിരുന്നപ്പോൾ ജനമേജയന് വേദവ്യാസം പറഞ്ഞു കൊടുത്തതാണ് ദേവീ ഭാഗവതം. അങ്ങനെ ശാപമെല്ലാം കഴിഞ്ഞ് ജനമേജയൻ തിരിച്ചു വന്നപ്പോഴാണ് ആസ്തിക മുനി വരുന്നത്. ഏത് തക്ഷകനാണോ കൊന്നത്, തക്ഷകൻ്റെ സഹോദരി മാനസയ്ക്ക് ഒരു ബ്രാഹ്മണനുണ്ടായ മകനാണ് ആസ്തിക മഹർഷി. ആസ്തിക മഹർഷി വന്ന് സർപ്പസത്രം നിർത്തി.
സർപ്പസം നിർത്തി കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് വൈശമ്പായനം പറഞ്ഞു, എന്തായാലും ലക്ഷക്കണക്കിന് രൂപയും മുടക്കി ഇത്രയും സത്രമൊക്കെ നടത്തി എല്ലാവരെയും വിളിച്ചു വിട്ടിരിക്കുകയല്ലേ, ഇനി നമ്മൾ വേസ്റ്റാക്കണ്ട. എൻ്റെ ഗുരു കൊണ്ടെഴുതിയൊരു പുസ്തകമുണ്ട് മഹാഭാരതം, അത് പറയട്ടെ എന്ന് പറഞ്ഞോളാം മതി. അങ്ങനെ ജനമേജന സർപ്പസത്തിൽ വെച്ചിട്ട് മഹാഭാരത കഥ പറയുകയാണ്. അപ്പം ഹിന്ദുമതം ലോകത്തിന് കൊടുത്ത 3 മഹത്തായ ഗ്രന്ഥങ്ങൾ ശ്രീമദ് ഭാഗവതം, ദേവി ഭാഗവതം, മഹാഭാരതം, ഇത് 3 ഒരേ കഥയുടെ പ്രോസസ്സിലാണ്. അപ്പോൾ മഹത്തായ ഗ്രന്ഥങ്ങളുടെ സാരം നമ്മൾ മനസ്സിലാക്കണം. ഭാഗവതത്തെ പറ്റിയുള്ള നിരവധി പണ്ഡിതന്മാരുടെ അവതരണം നിങ്ങൾ ഈ സത്രത്തിൽ കേൾക്കും. അതിൽ ഒരൈറ്റം മാത്രമാണ് ഞാൻ പറയുന്നത്. ഈ ഭാഗവതം കേൾക്കുമ്പോൾ നമ്മൾ ഈ 21 നൂറ്റാണ്ടിൽ പഠിക്കേണ്ട പാഠം എന്താണ്? അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാന്റെ ദശാവതാര കഥ പറയുകയാണ്. അതിലാദ്യത്തെ അവതാരം മത്സ്യാവതാരമാണ്. 1854 ചാൾസ് ഡാർവിൻ പരിണാമ സിദ്ധാന്തം എഴുതിയുണ്ടാക്കിയത്. ചാൾസ് ഡാർവിൻ പരിണാമ സിദ്ധാന്തത്തിൽ പറയുന്ന അതേ പ്രോഗ്രഷനിലാണ് ശ്രീമദ് ഭാഗവതം എഴുതപ്പെട്ടിരിക്കുന്നത്. ഡാർവിൻ പറഞ്ഞു, ആദ്യം കടലിൽ ജീവനുണ്ടായി, മത്സ്യങ്ങളായ ജീവനുണ്ടായി. ആ രൂപത്തിലാണ് ഭഗവാന്റെ 1ാമത്തെ അവതാരം. രണ്ടാമത് ഡാർവിൻ പറഞ്ഞു, പിന്നെ കരയിലും കടലിലും ജീവിക്കാൻ പറ്റിയ ജീവജാലങ്ങളുണ്ടായി. അതാണ് ആമ, കരയിലും ജീവിക്കും കടലിലും ജീവിക്കും. പിന്നെ കരയിൽ മാത്രം ജീവിക്കാൻ പറ്റിയ ജീവികളുണ്ടായി, ടെറസ്ട്രിയൽ ബീയിങ്സ്. അതാണ് 3ാമത്തെ അവതാരം, വരാഹ അവതാരം, പന്നി. 4ാമതായി മൃഗവും മനുഷ്യനും മിക്സ് ചെയ്തു. കുരങ്ങനായിരുന്നു, അവൻ ആൾക്കുരങ്ങായി, പിന്നെ അവൻ മനുഷ്യനായി മാറി. അപ്പം മനുഷ്യനും മൃഗവും മിക്സ് ചെയ്യുന്ന രൂപഭാവം, അതാണ് നരസിംഹം. അത് കഴിഞ്ഞ് മനുഷ്യൻ വളരെ 16,000 വർഷങ്ങൾക്ക് മനുഷ്യൻ നീളം കുറവാണ്, 4 അടിയെ മനുഷ്യന് പൊക്കം ഉണ്ടായിരുന്നുള്ളൂ. 16,000 വർഷത്തിന് മനുഷ്യൻ്റെ DNA ഒരു മ്യൂട്ടേഷൻ ഉണ്ടായി. ആ മ്യൂട്ടേഷനായി മനുഷ്യൻ 6 അടി പൊക്കമുള്ളതായി. ആ മ്യൂട്ടേഷൻ നടക്കാത്ത ആഫ്രിക്കയിലെ പിഗ്മി ഇപ്പോഴും 4 അടി പൊക്കം ഉണ്ടാവുള്ളൂ. അപ്പോൾ മ്യൂട്ടേഷൻ ഉണ്ടാകുന്നതിന് മുമ്പുള്ള മനുഷ്യൻ, അതാണ് 4 അടി പൊക്കമുള്ള മഹാബലിയെ തോൽപ്പിക്കുന്ന വാമനൻ. അത് കഴിഞ്ഞ് മനുഷ്യൻ കാട്ടിൽ ജീവിക്കാൻ തുടങ്ങി, ഹണ്ടർ ഗ്യാദറായി ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ മഴ പെയ്ത് നടക്കുന്ന പരശുരാമൻ ഹണ്ടർ ഗ്യാദർ സ്റ്റേജാണ്. അത് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? മനുഷ്യൻ ഒരു സ്ഥലത്ത് താമസിച്ച് അവനൊരു നേതാവിനെ തിരഞ്ഞെടുത്ത് രാജാധിപത്യം വന്നു. ആ സ്റ്റേജാണ് ശ്രീരാമൻ. ഇക്ഷ്വാകു രാജവംശത്തിലെ ഒരു രാജകുമാരൻ അയോധ്യ കേന്ദ്രമാക്കി ഭരിക്കുകയാണ്. കിങ്ഷിപ്പ് ഉണ്ടാകുന്ന കാലം. അത് കഴിഞ്ഞ് മനുഷ്യൻ എന്ത് ചെയ്തു? അവൻ റിപ്പറ്റേറ്റീവ് ഫാമിംഗ് പഠിച്ചു. അവൻ പ്രകൃതിയെ പഠിച്ചു. ഇന്ന മാസം വസന്തം വരും, ഇന്ന മാസം മഴക്കാലം വരും, ഇന്ന മാസം വരൾച്ചയാണ്. അതനുസരിച്ച് അരിയും ഗോതമ്പും ചോളവും ഒക്കെ അവൻ റിപ്പറ്റേറ്റീവ് ഫാമിംഗ് നടത്താൻ പറ്റും. ഒരു വർഷം ഒരു തവണ 2 തവണ കൃഷി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഫാർമറായി വന്ന സ്റ്റേജ് BC 7000 തൊട്ട് തുടങ്ങുന്നൊരു സ്റ്റേജ്. അതാണ് ബലരാമൻ എന്ന് പറയുന്ന കലപ്പേന്ത്യ കർഷകനായ ഭരണാധികാരി. അത് കഴിഞ്ഞപ്പോൾ മനുഷ്യൻ പൊളിറ്റിക്സ് പഠിച്ചവൻ മക്യവെല്ലിൻ റൂളറായി. അതാണ് പൂർണ്ണ അവതാരമായ ഭഗവാൻ കൃഷ്ണൻ. അങ്ങനെ മനുഷ്യൻ ഈ അഡ്മിനിസ്ട്രേഷൻ തകർത്ത് ലോകത്തെ നശിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ശക്തി വരും. അതാണ് ക്രിസ്ത്യാനികൾ അന്തിക്രിസ്തു എന്നോ ഒക്കെ പറയുന്ന കൽക്കി. അങ്ങനെ ചാൾസ് ഡാർവിൻ 1854 പറഞ്ഞ എവല്യൂഷണറി തിയറി 4000 വർഷത്തിനും വേദവ്യാസൻ അതേ ഓർഡറിലാണ് അവതരിപ്പിക്കുന്നത്. അതിൽ 1ാമത്തെ അവതാരമാണ് മത്സ്യാവതാരം. ലോകത്തിൽ ആദ്യം മനുഷ്യൻ താമസിക്കാവുന്നത് റിവർ വാലി സിവിലൈസേഷൻസിലാണ്. ഈജിപ്തിലെ നൈൽ നദി തീരത്ത് ഈജിപ്ഷ്യൻ സംസ്കാരം, യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ തീരത്ത് സുമേരിയൻ, ബാബിലോണിയൻ, അസിറിയൻ സംസ്കാരം, ഇന്ത്യയിലെ സിന്ധു നദിയുടെ തീരത്ത് സിന്ധു നദിയുടെ സംസ്കാരം, ചൈനയിലെ ഹൊയാഹോയുടെയും യാങ്സി നദിയുടെയും തീരത്ത് ചൈനീസ് സംസ്കാരം. ഇങ്ങനെ നദീതീരങ്ങളിൽ സംസ്കാരം ഉണ്ടായി. ആ നദികളിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. ആ വെള്ളപ്പൊക്കത്തിൽ പലപ്പോഴും പട്ടണങ്ങൾ നശിച്ചുപോയി. ആ കാലഘട്ടത്തിൽ രക്ഷകനായ ഈശ്വരൻ വരികയാണ്. അതാണ് മത്സ്യാവതാരം. അപ്പോൾ ഈ മത്സ്യാവതാരത്തിൻ്റെ കഥ ഇന്ത്യയിൽ മാത്രമുള്ള കഥയല്ല, ഹിന്ദുക്കളുടെ മാത്രം കഥയല്ല. ഈജിപ്തിൽ നൈൽ നദിയിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. അവിടുന്ന് രക്ഷിക്കാൻ വേണ്ടി ഫറോ മീൻസ് എന്ന രാജാവ് ഡൈക്സ് കെട്ടി വെള്ളം തിരിച്ചുവിട്ട് മഹത്തായ ഈജിപ്ഷ്യൻ സംസ്കാരം ഉണ്ടാക്കി. ഗ്രീക്ക് പുരാണത്തിൽ ഭയങ്കര വെള്ളപ്പൊക്കം. അപ്പോൾ അവർക്ക് ഒരു രാജാവുണ്ടായി, മീനോസ്. അയാൾ വലിയ വള്ളങ്ങളൊക്കെ ഉണ്ടാക്കി ജനങ്ങളെ രക്ഷിച്ച് കരയ്ക്ക് കയറ്റി. യഹൂദന്മാർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പോൾ നോഹ അല്ലെങ്കിൽ നൂ ഒരു പെട്ടകം ഉണ്ടാക്കി മനുഷ്യനെ രക്ഷിച്ചു. ആ നൂവിൻ്റെ സന്ധി പരമ്പരപ്പെട്ടവരാണ് ലോകത്തുള്ള എല്ലാവരും ക്രിസ്ത്യാനി പറയും. മീൻസിന് സന്ധി പരമ്പരപ്പെട്ടവരാണ് ഈശ്വരൻ ഫറോസല്ല എന്നവർ പറയുന്നു. മീനോസിൻ്റെ വംശപരമ്പരപ്പെട്ടതാണ് ഗ്രീക്കുകാർ മുഴുവൻ എന്നവർ പറയുന്നു.
ഇന്ത്യയിലെ മനുവിൻ്റെ സന്ധി പരമ്പരപ്പെട്ടാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യനും. മനുവിൻ്റെ മക്കളാണ് നമ്മളെ മനുഷ്യർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ കഥകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ കഥയിലെയും നേതാവിൻ്റെ പേരെന്താണ്? മായും നായും ചേർന്ന വാക്കുകളാണ്. ഈജിപ്തിലത് മീൻസാണ്, ഗ്രീസിലത് മീനോസാണ്, ഇന്ത്യയിലത് മനുവാണ്. വേദോസ് വരുമ്പോൾ നൂ മാത്രമേ ഉള്ളൂ, മാ ഇല്ല. അപ്പോൾ ഒരേ വാക്കാണ് ഈജിപ്തിലും ബാബിലോണിലും ഇന്ത്യയിലും ഗ്രീസിലും ഒക്കെ വരുന്ന കഥ. അതായത് ഇത് നദീര സംസ്കാരം ഉണ്ടായ കാലത്തുണ്ടായ ഒരു കഥയാണ്. അതിൻ്റെ ഇന്ത്യൻ ട്രാൻസ്ലേഷനാണ് നമ്മൾ കാണുന്ന മത്സ്യാവതാരം. അങ്ങനെ വലിയ ബോട്ടുണ്ടാക്കി മനു വരുമ്പോൾ ഈ മീനിൻ്റെ കൊമ്പിലത് കെട്ടി കരയിൽ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തുകയാണ് മത്സ്യാവതാരം. അപ്പോൾ മത്സ്യാവതാരത്തിൽ നമ്മൾ വളരെ ശ്രദ്ധേയമായ ഇന്ത്യയുടെ ഒരു ചരിത്രം അടങ്ങിയിരിക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സംസ്കാരങ്ങളൊന്നായിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷൻ. 1500 പട്ടണങ്ങളുണ്ട്. അതിൽ 600-ലേറെ പട്ടണങ്ങൾ സരസ്വതി നദിയുടെ തീരത്താണ്. അവിടെ ഉണ്ടായ വലിയൊരു ജിയോളജിക്കൽ ഫോർമേഷൻ്റെ ഫലമായി ഇൻഡസ് വാലി സിവിലൈസേഷൻ തകരുകയും ഗംഗാനദി നമ്മൾ ഇന്ന് കാണുന്ന രൂപയിലായിത്തീരുകയും ചെയ്തു. ഗംഗാനദി ഒറിജിനലി ഉത്തരാഖണ്ഡിൽ നിന്ന് പുറപ്പെട്ട് ഗോമുഖിലെത്തിയ ശേഷം അത് നേരെ പടിഞ്ഞാട്ടോട്ട് ഒഴുകി അത് വന്നിട്ട് സരസ്വതി നദിയിൽ ലയിച്ച ശേഷം സരസ്വതി നദി പോയി റാൻ ഓഫ് കച്ചിൽ പോയി വീഴുകയായിരുന്നു. അതാണ് ഗംഗാനദിയുടെ ഒറിജിനൽ ഒഴുക്ക്. അങ്ങനെ ഏറ്റവും വലിയ നദിയായിരുന്നു സരസ്വതി നദി. പക്ഷേ ആ സരസ്വതി നദി ഋഗ്വേദ കാലം എത്തിയപ്പോഴേക്കും വറ്റി തുടങ്ങിയിരുന്നു. സരസ്വതി ദേവി ഋഗ്വേദത്തിൽ പറയുകയാണ്, ഇടയ്ക്കിടയ്ക്ക് കണ്ടും കാണാതെയുമാവും സരസ്വതി. കാരണം വർഷകാലത്ത് മാത്രം നദിയായിരുന്നു, വരൾച്ചയുള്ള കാലത്ത് കുളങ്ങളായിരുന്നു. കുളത്തിന് സംസ്കൃതത്തിലുള്ള പേരാണ് സരസ്. സരസ്സുകൾ ചേർന്ന നദി ആയതുകൊണ്ടാണ് അതിനെ സരസ്വതി എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ ഈ സരസ്വതി നദി വറ്റിയപ്പോൾ 700ഓളം പട്ടണങ്ങൾ ഇല്ലാതായി. അങ്ങനെയാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ തകർന്നു പോകുന്നത്. ഇത് വളരെ ശ്രദ്ധേയമായി BC 2000-നടുത്ത് അല്ലെങ്കിൽ 4000 വർഷം നടന്നൊരു സംഭവമാണ്. BC 4000 വർഷത്തിന് മുമ്പ് ഗോമുഖിൽ വലിയൊരു ഭൂമികുലുക്കുണ്ടായി. ആ ഭൂമികുലുക്കത്തിൻ്റെ ഭാഗമായി ഒരു 2000 അടി പൊക്കത്തിലൊരു മല പൊങ്ങി വന്നു. ഒരു മല ഇങ്ങനെ ടെക്ടോണിക് ഫോർമേഷൻ കൂട്ടിയിടിച്ചാണ് ഒറ്റയടിക്ക് പൊങ്ങി വന്നു. അതോടുകൂടി ഗംഗാനദിക്ക് സരസ്വതിയിലേക്ക് ഒഴുകാൻ പറ്റാതായി. പക്ഷേ ആ മലയ്ക്ക് പല സ്ഥലത്തും ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പുകൾ ഭാഗീരഥൻ എന്ന് പറഞ്ഞ രാജാവ്, ശ്രീരാമൻ്റെ പൂർവീകനായ ഭാഗീരഥൻ, ഇടയ്ക്ക് മണ്ണും കല്ലിട്ടിട്ട് ആ മല അങ്ങ് കംപ്ലീറ്റ് ആക്കി. അതാണ് ഭാഗീരഥ പ്രയത്നം എന്ന് പറയുന്നത്. ഭാഗീരഥൻ്റെ ഈ പ്രയത്നം കഴിഞ്ഞതോടുകൂടി ഗംഗാനദി ഒന്ന് ഗോമുഖത്തിൽ തട്ടിയ ശേഷം അത് ഗതി തിരിഞ്ഞൊഴുകി. ആ നദിയെ നമ്മൾ വിളിക്കുന്നത് ഭാഗീരഥി. ഭാഗീരഥൻ ഉണ്ടാക്കിയ നദി ഭാഗീരഥി. ഭാഗീരഥി അവിടുന്ന് അളകനന്ദായിലെത്തി. ഹിന്ദുക്കളുടെ വലിയ പുണ്യഭൂമിയാണ് ഈ അളകനന്ദായം ഭാഗീരഥി. ഞാൻ ആ നദി പോയി കുളിച്ചിട്ടുണ്ട്. അപ്പോൾ അളകനന്ദായി എന്ന നദി ഇങ്ങനെ വന്നിട്ട് യമുനയിൽ വന്ന് ജോയിൻ ചെയ്തു. അതാണ് ത്രിവേണി സംഗമം. ആ ത്രിവേണി സംഗമത്തിൽ ഓരോ 12 വർഷം ഓരോ വ്യാഴവട്ട കഴിയുമ്പോഴും അവിടെ കുംഭമേള നടക്കും. കുംഭമേള. അങ്ങനെ 12 കുംഭമേളകൾ ഒരുമിച്ച് ചേരുമ്പോൾ 144ാമത്തെ കുംഭമേള. അതാണ് മഹാകുംഭമേള. അത് ആർക്കെങ്കിലും കാണാൻ പറ്റിയാൽ അവർക്ക് മോക്ഷം കിട്ടും. അതാണ് ഹിന്ദുക്കളുടെ വിശ്വാസം. പണ്ട് ത്രിവേണി സംഗമത്തിൽ പോയാൽ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളായിരുന്നു. നിങ്ങളുടെ എൻ്റെയും ഭാഗ്യത്തിന് ഒരു മാസത്തിന് മുമ്പ് 144 വർഷം കൂടി വരുന്ന മഹാകുംഭമേള ഉണ്ടായി. അന്ന് ടെലിവിഷൻ ഇല്ലായിരുന്നു. ഇപ്പം നമ്മൾ ടെലിവിഷനിൽ അത് മുഴുവൻ കണ്ടു. അപ്പോൾ അത് കണ്ടാൽ മോക്ഷം കിട്ടും. അപ്പോൾ ഈ ഹോളിലിരിക്കുന്ന നമ്മൾക്കെല്ലാം മോക്ഷം കിട്ടി ഭാഗ്യത്തിന്. ആ സമയത്ത് നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആ നദി വന്ന് ചേരുകയാണ്. അതിനുശേഷം ആ നദി എന്ത് ചെയ്തു? UP-യിലൂടെ ഒഴുകി ബീഹാറിലൂടെ വന്ന് ബംഗാളിൽ കയറി ബംഗ്ലാദേശിലൂടെ പോയി ബേ ഓഫ് ബംഗാൾ വീഴുന്ന നദിയായി മാറി. അപ്പോൾ റാൻ ഓഫ് കച്ചിൽ പോയി വീണുകൊണ്ടിരുന്ന ഗംഗാനദി ഗോമുഖത്തിൽ തട്ടി ഒഴുകി നാം കാണുന്ന ഗംഗാനദിയായി മാറി. അതാണ് ഗംഗാനദിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്നത്. ഈ ഗോമുഖിലെ ഏറ്റവും വലിയ ക്ഷേത്രാരുടെയാണ്? പരമശിവൻ്റെയാണ്. പരമശിവൻ്റെ തലയിൽ തട്ടി നദി ഭൂമിയിലേക്ക് വരികയാണ്. അങ്ങനെ ഈ മഹത്തായ സംഭവം ഈ മത്സ്യാവതാരത്തിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ സംസ്കാരം ടേണിംഗ് പോയിൻ്റ് മത്സ്യാവതാരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ വളരെ ശ്രദ്ധേയമായി നിങ്ങൾക്കൊരു പാഠം തരികയാണ്. മനുഷ്യൻ വെള്ളത്തെ സംരക്ഷിച്ചില്ലെങ്കിൽ മനുഷ്യന് ആയുസില്ല. അത് നമ്മുടെ കിണറ്റിലെ വെള്ളമാണെങ്കിലും ആറ്റിലെ വെള്ളമാണെങ്കിലും സംരക്ഷിച്ചേ പറ്റുള്ളൂ. 6 ഗതി മാറി ഒഴുകിക്കളയരുത്. ഗതി മാറി ഒഴുകിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. കേരളത്തിൽ തന്നെ പെരിയാർ ഒഴുകിയിരുന്ന പണ്ട് 12 കിലോമീറ്റർ വ്യത്യാസത്തിലായിരുന്നു. ശങ്കരാചാര്യർ പ്രാർത്ഥിച്ചപ്പോൾ ശങ്കരാചാര്യരുടെ വീടിന് മുമ്പിൽ കൂടെ ഒഴുകാൻ തുടങ്ങി നമ്മൾ വിശ്വസിക്കുന്ന ഒരു കഥയുണ്ട്.
ആ പെരിയാറിൻ്റെ ഗതി മാറി ഒഴുകിയത് AD 790 നടന്ന സംഭവമാണ്. ഇങ്ങനെ നദികൾ ഗതി മാറി ഒഴുകിയിരുന്നു. അപ്പോൾ നദികളുടെ സംരക്ഷണം നമ്മൾ ഉറപ്പാക്കിയിരിക്കണം. നദി ഒഴുകാനുള്ള സ്ഥലം നമ്മൾ ഒടുക്കിയിരിക്കണം. നമ്മുടെ കിണർ നമ്മൾ സംരക്ഷിച്ചിരിക്കണം. അല്ലാതെ പൊട്ടക്കിണറാക്കി അവിടെ വീണ്ടും മനുഷ്യർ ചാവുന്ന പരിപാടി ഉണ്ടാവരുത്. അപ്പോൾ വെള്ളം സംരക്ഷിക്കണം, നദീതീരങ്ങളെ സംസ്കരിക്കണം, സിവിലൈസേഷൻ രക്ഷിക്കണം, നദികളുടെ ഒഴുക്ക് ഉറപ്പാക്കിയിരിക്കണം, നദികൾ ഗതി മാറി ഒഴുകാതിരിക്കണം. ഇങ്ങനെ മനുഷ്യനും ജലവുമായിട്ടുള്ള വലിയ ബന്ധത്തെ നമ്മൾ പഠിപ്പിക്കുകയാണ് ആ മത്സ്യാവതാരത്തിൻ്റെ ശ്രദ്ധേയമായ കഥയിൽ. മനു വളരെ മിടുക്കനായിരുന്നു. എങ്കിലും ഈശ്വരൻ്റെ ഒരു സാന്നിധ്യവും സഹായവും മത്സ്യത്തിൻ്റെ കൊമ്പിൽ ആ വള്ളം കെട്ടുന്നൊരു സാഹചര്യം ഉണ്ടായി. ഈശ്വരാധീനം ഉണ്ടെങ്കിൽ മാത്രമേ ആരും രക്ഷപ്പെടുള്ളൂ. ഈ പാഠം നമ്മളെ പഠിപ്പിക്കുകയാണ് മത്സ്യാവതാരത്തിൻ്റെ കഥ. ആ മനുവിൻ്റെ സന്ധി പരമ്പരയായി നമ്മളൊക്കെ മനുഷ്യരായി ഭൂമിയിൽ ജീവിക്കുകയാണ്. രണ്ടാമത്തെ അവതാരം കൂർമാവതാരമാണ്. ആമ. ഭൂമിയിൽ ദുർവാസാവിൻ്റെ ശാപം ഉണ്ടായി. ദുർവാസാവ് പരമശിവൻ്റെ ഒരു അവതാരമാണ്. ദുർവാസാവിൻ്റെ ശാപം ഉണ്ടായി. ജരയും നരയും ഉണ്ടാവട്ടെ എന്ന് ശപിച്ചു. വാർദ്ധക്യം ഉണ്ടായി നശിക്കട്ടെ എന്ന് ശപിച്ചു. അപ്പോൾ അതിന് രക്ഷപ്പെടാൻ വേണ്ടി പാലാഴി മദനം നടത്തുകയാണ്. നടത്താൻ സഹായിച്ച ആരാണ്? ഈ ശപിച്ച പരമശിവൻ തന്നെയാണ് സഹായിക്കുന്നത്. ദുർവാസാവ് ശപിക്കുന്നു, പരമശിവൻ്റെ അവതാരം ശപിച്ചു. പക്ഷെ പരമശിവൻ ഉൾപ്പെടെയാണ് പാലാഴി മദനം നടത്തുന്നത്. പാലാഴി മദനം നടത്തണമെങ്കിൽ മന്ദരപർവ്വതം വെച്ച് കടക്കണം. പക്ഷെ തറയിൽ ഉറക്കാതെ സൂക്ഷിക്കണ്ടേ? അതിനൊരു പ്ലാറ്റ്ഫോം വേണം. ആ പ്ലാറ്റ്ഫോമായിട്ട് ഭഗവാൻ പറഞ്ഞു, ഞാൻ ആമയായി വന്ന് എൻ്റെ മുകളിലോട്ട് ഈ മല വെച്ചിട്ട് നിങ്ങൾ കറക്കൊള്ളാം. അന്ന് ഈ മലയാളികൾ കയറൊന്നും ഉണ്ടാക്കി തുടങ്ങിയിട്ടില്ല, സായിപ്പ് പ്ലാസ്റ്റിക് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? എൻ്റെ കഴുത്തിൽ നിന്ന് വാസുകി ഇറങ്ങി വരും. വാസുകി ഇറക്കി വിട്ടു. വാസുകിയെ മലയെ ചുറ്റി പാലാഴി മദനം നടത്തുകയാണ്. പാലാഴി മദനം നടത്തി അവിടിനകത്തുനിന്ന് 70 സാധനങ്ങൾ പൊങ്ങി വരികയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം പൊങ്ങുന്ന സാധനങ്ങൾ. നവരത്നങ്ങൾ 9 എണ്ണം. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പാരിജാത രക്തം പൊങ്ങി വന്നു. ലക്ഷ്മി ദേവി പൊങ്ങി വന്നു. ലക്ഷ്മി ദേവി 69 മഹത്തായ സാധനം കഴിഞ്ഞിട്ടാണ് 70ാമത്തെ സംഭവം വരുന്നത്. 70ാമത്താണ് മരണത്തെ അതിജീവിക്കുന്ന അമൃത് പൊങ്ങി വരുന്നത്. അപ്പോൾ ലോകത്തിൽ നമ്മൾ അധ്വാനിക്കണം, ദീർഘമായി അധ്വാനിക്കണം. ദർ ഈസ് നോ ഗെയിൻസ് വിത്തൗട്ട് എനി പെയിൻസ്. കഠിനമായി അധ്വാനിച്ചപ്പോഴാണ് അമൃത് ഉൾപ്പെടെയുള്ള 70 സാധനവും പൊങ്ങി വന്നത്. പഠിക്കുന്ന കുട്ടിയോട് ഭാഗവതം പറയുന്നു, നിനക്ക് പരീക്ഷയ്ക്ക് ജയിക്കണോ? പാലാഴി മദനം പോലെ കഠിനാധ്വാനം ചെയ്ത് പഠിച്ചോണം. ഇൻഡസ്ട്രി കെട്ടിപ്പടിക്കണോ? കഠിനാധ്വാനം ചെയ്ത് പഠിച്ചോണം. ഇത് രക്ഷയില്ല. ആഴങ്ങളിൽ മുങ്ങി വലിയ അധ്വാനം നടത്തുകയാണ്. പക്ഷെ എന്തിനാണ് ഈ ഭഗവാൻ ആമയെ അവതരിച്ചത്? കാരണം ദീർഘമായ ശ്രമം നടത്താൻ ആമയ്ക്കേ പറ്റുള്ളൂ. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പം ആമയും മുയലിൻ്റെയും കഥ പഠിച്ചിട്ടുണ്ട്. ആമയും മുയലിനോട് ഓട്ട മത്സരം നടത്തി. മുയലൊരൊറ്റ ഓട്ടം ഓടി. കുറച്ച് കഴിഞ്ഞ് മുയലവിടെ നിന്നു. ആമ വളരെ ഭംഗിയായിട്ട് പരിശ്രമിച്ച് അവസാനം ജയിച്ചു. ഈ പുരാണത്തിൽ പറയുന്ന കഥ ശരിയോ തെറ്റോ? BBC വേൾഡ് സർവീസ് കഴിഞ്ഞ കൊല്ലം ഒരു റിയൽ ആമയും മുയലിനെ കൊണ്ടുവന്നു. ഒരു 500 മീറ്റേഴ്സ് ഓർഗനൈസ് ചെയ്തു. കമ്പിവേലി കെട്ടിയിട്ട് ഓരോ ട്രാക്കിലൂടെ വിടുകയാണ്. മുയലൊരൊറ്റ ഓട്ടം 100 മീറ്റേഴ്സ്. മുയലോടെ നിന്നു. മുയലിൻ്റെ കുഴപ്പമല്ല, മുയലിനെ ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. മുയലൊരു കോൾഡ് ബ്ലഡഡ് ആനിമലാണ്. മുയലിന് 100 മീറ്റർ കൂടെ ഒറ്റയടിക്ക് എഫർട്ട് ഇറങ്ങാൻ പറ്റിയല്ല. അവൻ്റെ ബ്ലഡ് കോർപ്പസൽസിൽ ഓക്സിജൻ അതോടെ സപ്ലൈ തീരും. പിന്നെ മുയലോടെ നിന്ന് കുറച്ച് നേരം ശ്വസിച്ച് ഓക്സിജനൊക്കെ എടുത്ത് ബ്ലഡിനകത്ത് ഓക്സിജൻ സപ്ലൈ വന്നിട്ട് മുയലിന് പിന്നെ ഓടാൻ പറ്റുള്ളൂ. അത് മുയലിനെ ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ആമയോ? ആമ ടക്കേ നടന്നിട്ട് ആന 500 മീറ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ മുയൽ 450 മീറ്റർ എത്തിയിരുന്നുള്ളൂ. മുയലിൻ്റെ കുഴപ്പമല്ല, മുയലിനെ ഈശ്വരൻ സൃഷ്ടിച്ച അങ്ങനെയാണ്. നമ്മളെ സ്കൂളിൽ പഠിപ്പിച്ച ആമയുടെ മുയലിൻ്റെ കഥ റിയലാണെന്ന് BBC വേൾഡ് സർവീസിൻ്റെ മത്സരം തെളിയിച്ചു. അപ്പോൾ ഈ ആമയ്ക്ക് എന്താണ്? ആമയ്ക്ക് ദീർഘമായി ഒരു സംഘത്ത് ശ്രമിക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ ഓടിയാൽ മാരത്തോൺ വരെ ഓടും, 38 കിലോമീറ്റർ. ആമയോ? ആമ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടാൽ ആമ വെച്ച് പിടിച്ചാൽ നേരെ ബോംബെയിലോ ഡൽഹിയിലോ ആമ എത്തിച്ചേരും. എത്ര മാസം മുതൽ ആമ ഇങ്ങനെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. കുട്ടികളോട് പറയുകയാണ്, നിങ്ങൾ ആമയെപ്പോലെ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. അത് നിങ്ങൾ പഠിക്കണം. വളരെ ശ്രദ്ധേയമായിട്ടാണ്. മറ്റെല്ലാ മൃഗങ്ങൾക്ക് ഒരാളിനെ ആക്രമിക്കണമെങ്കിൽ ഒറ്റയടിക്ക് ആക്രമിക്കാൻ പറ്റും. ആമയെ ആക്രമിക്കാൻ ചെന്നാലോ ആമേൻ്റെ 4 കാലും തലയും അകത്തോട്ടങ്ങ് വലിക്കും. പട്ടി ആമയുടെ തോട്ടിലിട്ട് കടിച്ചാൽ പട്ടിയുടെ പല്ല് വീഴും. ആമയ്ക്കൊന്നും പറ്റിയല്ല.
അപ്പോൾ എങ്ങനെയാണൊരു പ്രൊട്ടക്റ്റീവ് ആർമർ കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യർക്കുണ്ടാവേണ്ടത്, അവൻ പ്രൊട്ടക്ഷൻ എടുക്കേണ്ടത് എങ്ങനെയാണ്, വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. അങ്ങനെ ആമയുടെ പുറത്ത് വെച്ചിട്ടാണ് ഈ പാലാഴി മഥനം നടത്തി 70 കാര്യങ്ങൾ പൊങ്ങി വരുന്നത്. മുയലിൻ്റെ ആയുസ് എത്രയാണ്? 4 വയസ്സ്. മനുഷ്യൻ്റെ ആയുസ് എത്രയാണ്? 80-90 വയസ്സ്. ആമയുടെ ആയുസ് എത്രയാണ്? 160 വർഷം. ആമ ബാക്കിയുള്ള മുഴുവൻ കൂടുള്ളവരൊക്കെ ചാവും. കൂടുള്ള മുയലും ചാവും, എലിയും ചാവും, കുതിരയും ചാവും, കാളയും ചാവും, ആനയും ചാവും, മനുഷ്യനും ചാവും. ആമ ചാവില്ല. ആമയ്ക്ക് ഈശ്വരൻ കൊടുത്തിരിക്കുന്നത് 160 വയസ്സാണ്. വെച്ചവനങ്ങ് പോവും. അപ്പോൾ ആമയെപ്പോലെ ആയിത്തീർന്നാൽ ജീവിതത്തിൽ വിജയം വരിക്കാൻ പറ്റും. നമുക്ക് പാഠം പഠിപ്പിക്കാം. ഇനി ആ പാലാഴി മഥനം അങ്ങോട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വാസുകി ഛർദ്ദിച്ചു, വിഷം അങ്ങോട്ട് ഛർദ്ദിച്ചു. കാള കൂടെ വിഷം ഭൂമിയിലോട്ട് വന്നു. അത് ഭൂമിയിൽ പരന്നാൽ ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങളും ചത്തു. പരമശിവൻ എന്ത് ചെയ്തു? ആ വിഷമെടുത്ത് അങ്ങ് വിഴുങ്ങി. കണ്ടുകൊണ്ടിരുന്ന പാർവതി ഭർത്താക്കന്മാരുടെ ശരീരത്തിൽ ഞെക്കിപ്പിടിക്കാൻ പാടില്ലാത്തൊരു സ്ഥലമുണ്ട്, കൊങ്ങ. അവിടെ കയറി ഒരു ഒറ്റ പിടിയങ്ങ് പിടിച്ചു കൊടുത്തു. പരമശിവൻ ചിരിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. ഇപ്പോഴത്തെ ഭർത്താക്കന്മാരോട് ഇടിച്ച് മോന്താപ്പറ്റി മാറ്റി തന്നെയായിരുന്നു. പരമശിവൻ ചിരിച്ചുകൊണ്ട് വന്നു. വിഷം അടങ്ങ് സോൾഡിഫൈ ചെയ്തു. വള്ളത്തോൾ നാരായണമേനോൻ പറയുന്നു, നീലകണ്ഠനായതല്ലോ പരമശിവൻ. പരമശിവൻ നീലകണ്ഠനായി. ഇവിടെ എന്താ കുഴപ്പം? പരമശിവൻ സൃഷ്ടി, സ്ഥിതി, സംഹാരത്തിന് ദേവനാണ് പരമശിവൻ. സംഹാരത്തിന് ദേവനായ പരമശിവന് മരണമുണ്ടോ? മരണമില്ല. മരണമില്ലാത്ത ഭഗവാൻ മരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പാർവതി കയറി പിടിക്കുന്നത്. ഭർത്താവ് ആരാണെന്ന് ഭാര്യയ്ക്ക് അറിഞ്ഞൂടാ. എല്ലാ ഭാര്യമാർക്കും പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളുടെ ഭർത്താവ് ആരാ നിങ്ങൾ മനസ്സിലാക്കണം. കേരളത്തിൽ വളരെ പ്രസിദ്ധനായ ഒരു പ്രാസംഗികൻ ഞങ്ങൾ ഒരുമിച്ചൊരു മീറ്റിങ്ങിൽ പ്രസംഗിച്ചു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം സംഘാടകരോട് പറഞ്ഞു, എനിക്കൊരു ഓട്ടോറിക്ഷ പിടിച്ചേർന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ സാർ ഓട്ടോറിക്ഷ ഒന്നും പിടിക്കണം, ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 സ്റ്റാറുള്ള DGPയുടെ കാറിൽ ഞാൻ ഇദ്ദേഹത്തെ നേരെ വീട്ടിൽ കൊണ്ടുചെന്ന് അദ്ദേഹത്തെ കൈക്ക് പിടിച്ച് വീട്ടിലോട്ട് കയറ്റി വാരഞ്ഞിറങ്ങുന്നു. 10 മണി ആയപ്പോഴാണ് ഇയാൾ കയറി വരുന്നേ. ഇയാൾക്ക് കുറേ പണിയൊന്നുമില്ലേ? ഞാൻ അമ്പരന്ന് പോയി. കേരളം മുഴുവൻ ആദരിക്കുന്നൊരു മനുഷ്യൻ, അയാളുടെ ഭാര്യയ്ക്കോ പുല്ല് വില. 10 മണിക്കാണ് അവിടെ കയറി വരുന്നുള്ളതെന്ന് പറഞ്ഞാൽ ഭാര്യ വർത്താനം പറയാം. ഭയങ്കരം. പല ഭാര്യമാരുടെ കുഴപ്പം ഇതാണ്. ഭർത്താവിൻ്റെ കഴിവുകളെ പറ്റി അറിഞ്ഞൂടാ, ഭർത്താവിൻ്റെ റീച്ച് എന്തെന്ന് അറിഞ്ഞൂടാ, ഭർത്താവിനെ നാട്ടുകാരെ ബഹുമാനിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ പാടില്ല. എല്ലാ ഭാര്യമാരും അണ്ടർസ്റ്റാൻഡ് യുവർ ഹസ്ബൻഡ് പറഞ്ഞു തരികയാണ്. പരമശിവൻ ആരാന്ന് മനസ്സിലാക്കാത്ത പാർവതി കൊങ്ങ കയറി പിടിച്ചതിൻ്റെ ഫൂളിഷ്നെസ് നിങ്ങളെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അപ്പോൾ സന്തുഷ്ടമായ കുടുംബജീവിതം വരണമെങ്കിൽ ഭാര്യയും ഭർത്താവിനെ ഭാര്യ മനസ്സിലാക്കണം, ഭാര്യയ്ക്ക് ഭർത്താവിനെ മനസ്സിലാക്കണം. സ്കൂളിലും കോളേജിലും പഠിച്ചതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആപ്ലിക്കേഷൻ ഇക്വേഷനുണ്ട്. A+B² ഈസ് ഈക്വൽ ടു A² + 2AB + B². A ആകുന്ന ഭർത്താവും B ആകുന്ന ഭാര്യയും കൂടെ ചേർന്ന A+B² ആവോ A-B² ആവോ. 2 പൊളിറ്റിക്കൽ പാർട്ടി, A പാർട്ടിയും B പാർട്ടി ചേർന്ന ചില മുന്നണിക്ക് വൻ വിജയം, ചില മുന്നണി പൊളിഞ്ഞു പോകും. A+B യോജിക്കുമ്പോൾ കറക്റ്റായിട്ട് യോജിക്കണം. സീനിയർ ഓഫീസറും ജൂനിയർ ഓഫീസറും A+B കറക്റ്റായിട്ട് യോജിച്ചാൽ ഉണ്ടല്ലോ A+B² ആവും. പക്ഷേ സീനിയർ ഉദ്യോഗസ്ഥൻ ആപ്പൊക്കെ ജൂനിയർ ഉദ്യോഗസ്ഥനാണെങ്കിലോ A+B² പൊളിഞ്ഞു പോകും. അപ്പോൾ A+B² ഇക്വേഷൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. പരമശിവനും പാർവതിയും നമ്മളെ ബന്ധം, ആ വിഷം കൊങ്ങി കയറി പിടിച്ചത് എത്ര വിവരക്കേടായിപ്പോയി എന്നുള്ളതാണ്. അതോടൊപ്പം ഭാഗവതം പറഞ്ഞു തരികയാണ്, ലോകത്തിൽ നന്മയുണ്ടാവണമെങ്കിൽ അവിടെ പോയിസണും ഉണ്ടാവും. ഒരു ഫാക്ടറി തുടങ്ങി, ഫാക്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ്? നല്ല കാര്യം പ്രൊഡ്യൂസ് ചെയ്യും, അതിനപ്പുറത്ത് വിഷവും വരും. കോഴിക്കോട് കല്ലായി പുഴ ഉണ്ടായിരുന്നു, ശുദ്ധജല മലയാളത്തിൽ സിനിമാ പാട്ടുകാരൻ എഴുതി, കല്ലായി പുഴ ഒരു മണവാട്ടി. കല്ലായി പുഴയെ പറ്റി എത്ര കവിത എന്നറിയോ സിനിമയിൽ. പക്ഷേ അതിൻ്റെ തീരത്ത് മൗർ റയോൺസ് എന്ന കമ്പനി ഉണ്ട്. മൗർ റയോൺസ് ഇല്ലെങ്കിൽ നമുക്ക് സാരി ഉണ്ടാക്കാൻ പറ്റുമോ? മൗർ റയോൺസ് ഇല്ലെങ്കിൽ നല്ല വസ്ത്രം ഉണ്ടാക്കാൻ പറ്റുമോ? അതുണ്ടാക്കണമെങ്കിൽ ബൈ പ്രോഡക്റ്റ് നമ്മുടെ സഖ്യപർവ്വതത്തിലുള്ള കാടിലെ ഈറയാണ്. സാരി ഉണ്ടാക്കി റയോൺസ് ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് എന്തോ ഒരു വിഷമാണ്. കല്ലായിപ്പുഴയിലോട്ട് അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി. കല്ലായിപ്പുഴ മുഴുവൻ കറത്തിരുണ്ട്, അതിൽ കൈ തൊട്ടാൽ ചൊറി, അപ്പോഴേ ചൊറി. കുഷ്ഠരോഗം വന്നില്ലെങ്കിൽ ഭാഗ്യം. നമ്മുടെ തൊഴിലാളികൾ അങ്ങോട്ട് സമരം ചെയ്ത് ഭാഗ്യത്തിന് അവനെ പൂട്ടി. അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കല്ലായിപ്പുഴ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പുസ്തകം അച്ചടിക്കണം, രാവിലെ പത്രം വായിക്കണം, പേപ്പർ ഉണ്ടാവണ്ടേ? പേപ്പർ എങ്ങനെ ഉണ്ടാക്കുന്നത്?
പേപ്പർ മില്ല് വേണം. അതിന് ഏറ്റവും ബെസ്റ്റ് ബൈ പ്രോഡക്റ്റ് ഉള്ളത് കൊല്ലം ജില്ലയിലെ മലമുകളിലുള്ള ഈറ്റക്കാടുകളാണ്. അതുകൊണ്ട് പുനലൂർ ഒരു പേപ്പർ മില്ലുണ്ടായി. ആ ഈറ്റക്കാടുകളിലെ ഈറ്റ കൊണ്ടുവന്നിട്ട് പേപ്പറുണ്ടാക്കി. അതുവരെ കല്ലട നദി സുന്ദരമായ നദിയായിരുന്നു. പുല്ലൂർ പേപ്പർ മിൽ ഉണ്ടാക്കിയപ്പോഴേക്കും അതിൻ്റെ വേസ്റ്റ് പ്രോഡക്റ്റ് നദിയിലോട്ട് അങ്ങോട്ട് ഒഴുക്കി. കല്ലടയാറ്റിലെ വെള്ളം കറത്തിരണ്ട്. മഹാനായ ജീശക്ക് പാടി കല്ലടയാർ ഒഴുകുന്നു വിഷലിപ്തമായി. ഏത് പാലാഴി മതനാണേലും ഏത് നല്ല കാര്യം ചെയ്താലും ആ കമ്പനി ഉണ്ടാക്കുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ഉണ്ട്. അത് ഈ കാളകളുടെ വിഷം പോലൊരു സാധനമാണ്. അപ്പോൾ ആ വിഷം ലോകത്തിനെ ബാധിക്കാതെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് ശുദ്ധീകരിക്കണം. ഇല്ലെങ്കിൽ ഭൂമി ജീവിതം പറ്റിയല്ല. പഞ്ചാബിലെ ഹരിയാനയിലെയും ഗോതമ്പ് ഓയിലുകളാണ് നമ്മുടെ പട്ടിണി മാറ്റുന്നത്. ഇന്ത്യയെ പട്ടിണി രാഷ്ട്രമായിരുന്നു. ഇന്ദിരാഗാന്ധിയും സ്വാമിനാഥൻ എന്ന് പറയുന്ന മലയാളിയായ ശാസ്ത്രജ്ഞരോട് കൂടി ഇവിടെ അഗ്രികൾച്ചർ റെവല്യൂഷൻ ഉണ്ടാക്കി, ഹരിത വിപ്ലവം ഉണ്ടാക്കി, ഗ്രീൻ റെവല്യൂഷൻ ഉണ്ടാക്കി. ഗോതമ്പിൻ്റെ എക്സസ് പ്രൊഡക്ഷൻ അത് കഴിഞ്ഞ് അതിൻ്റെ ഉമി കളയാൻ അറിഞ്ഞൂടാ, അവരോട്ട് കത്തിച്ച് കഴിഞ്ഞാൽ ഹരിയാനയിലും ഡൽഹിയിലും റോഡിക്കടോ മനുഷ്യർ തമ്മിൽ കാണാൻ വയ്യ. ഈ പുകയും മഞ്ഞും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ സ്മോഗാവും. 5 അടി ദൂരെ ഒരാൾ വന്നാൽ കാണാൻ പറ്റിയല്ല. കാരണം എന്താ? ആ ഉമിയെ കമ്പോസ്റ്റോളമാക്കി വിൽക്കുകയോ അതിനെ വേറൊരു പ്രൊഡക്റ്റാക്കി റീസൈക്കിൾ ചെയ്യാൻ നമ്മൾ പരാജയപ്പെട്ടു. അവിടെയാണ് അബദ്ധം പറ്റിയത്. പലരും പറയുകയാണ്, നമ്മൾ ഏത് ഫാക്ടറി ഉണ്ടാക്കിയാലും ഏത് വിജയം നേടിയാലും അതിലൊരു ബൈ പ്രോഡക്റ്റ് ഉണ്ട്. ആ ബൈ പ്രോഡക്റ്റ് ഒരു വിഷമാണ്. ആ വിഷത്തെ നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ലോകം താമസിക്കാൻ പറ്റാത്ത സ്ഥലമായി മാറും. അതിന് അങ്ങോട്ട് ചെന്ന് ചീത്ത വിളിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ കാളകളുടെ വിഷത്തെ എടുത്ത് വിഴുങ്ങിയ പരമശിവൻ നമുക്ക് പറഞ്ഞു തരുന്നു, കണ്ടെയ്ൻ യുവർ പോയ്സൺ, റീസൈക്കിൾ യുവർ പോയ്സൺ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നരകതുർണ്ണമായി മാറിപ്പോകും. അപ്പോൾ പാലാഴി മദനം ചെയ്ത പോലെ ദീർഘമായ ശ്രമങ്ങളുണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അതിനാണ് കുട്ടികൾക്ക് നമ്മളൊരു കവിത പഠിപ്പിക്കുന്നത്. The heights that great men reached and kept are not attained by sudden flight. They, while their companions slept, were toiling upwards in the night. രാത്രിയുടെ യാമങ്ങളിരുന്ന് പഠിക്കാത്ത ഒരു കുട്ടിക്കും വലിയ മാർക്കൊന്നും കിട്ടിയിട്ടില്ല. പകലും രാത്രി അധ്വാനിക്കാത്ത ഒരു മനുഷ്യനും ജീവിതത്തിൽ വിജയം കിട്ടിയിട്ടില്ല. പാലാഴി നമ്മളെ പഠിപ്പിക്കുകയാണ് ആ പാഠം. 3ാമത്തെ അവതാരം വരാഹ അവതാരമാണ്, പന്നിയാണ്. പേര് കേൾക്കുമ്പോഴേ നമുക്കൊരു വല്ലാത്ത ഒരു പ്രശ്നമാണ്. വൃത്തികെട്ട മൃഗം എന്ന് പറയുന്നത്. പക്ഷേ ഈ പാലാഴി മതത്തിൻ്റെ കഥ എന്താണ്? വേദങ്ങളെ ഹയഗ്രീവൻ കൊണ്ടുപോയി വെള്ളത്തിനടി ഒളിപ്പിച്ചു വെച്ചു. അത് പുറത്തെടുക്കണം. അതിന് ഭഗവാൻ വരാഹാവതാരം എടുത്തു. എന്നിട്ട് ആഴങ്ങളിൽ മുങ്ങിച്ചെന്ന് തൻ്റെ തേറ്റ കൊണ്ട് വേദങ്ങളെ പൊക്കി കരയിൽ കൊണ്ടുവന്ന് അറിവ് ലോകത്തിന് കൊടുക്കുകയാണ്. ലോകത്തിൽ വിജയം വരിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് കുട്ടിയും അറിവിൻ്റെ ആഴങ്ങളിൽ പോയി മുങ്ങിത്തപ്പണം. അറിവിൻ്റെ ആഴങ്ങളിൽ മുങ്ങിത്തപ്പാത്ത ഒരു കുട്ടിക്കും അറിവുണ്ടാവുകയില്ല. അവൻ വലിയ പരീക്ഷ ഒന്നും പാസ്സാവാൻ പറ്റിയില്ല. ഈ വരാഹത്തിന് ഗുണം നമ്മൾ കാണിച്ചിരിക്കണം. ആഴങ്ങളിൽ പോയി അറിവിനെ തപ്പിയിരിക്കണം. അങ്ങനെയുള്ള ആ പന്നി വൃത്തികെട്ട മൃഗമായി നമ്മൾ കരുതും. പക്ഷേ പന്നി ലോകത്തിൽ ചെയ്യുന്ന വലിയൊരു സേവനമാണ്. എവിടെങ്കിലും ബയോളജിക്കൽ വേസ്റ്റ് കണ്ടാൽ പന്നി അതങ്ങ് തിന്നും. ആ സ്ഥലം അങ്ങോട്ട് ക്ലിയർ ചെയ്യും. പന്നിയെപ്പോലെ നമുക്ക് കിട്ടിയിരിക്കുന്ന വേറൊരു മൃഗമുണ്ട്, കാക്ക. എവിടെയെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു കാക്ക ഇത് കണ്ടാൽ കാക്ക എന്നൊരു വിളയം വിളിക്കും. ഒരു 10-100 കാക്കയിഞ്ച് വരും. കാക്കകൾ അതങ്ങോട്ട് തിന്ന് ആ സ്ഥലം അങ്ങ് വൃത്തിയാക്കും. അപ്പോൾ പന്നിയും കാക്കയും ഒക്കെ നമ്മൾ നന്ദിയോടുകൂടി സ്മരിക്കേണ്ട മൃഗങ്ങളാണ്. അല്ലാതെ വേസ്റ്റ് തിന്നുന്ന മൃഗം എന്ന് നമ്മളെ ആക്ഷേപിക്കാൻ പാടുണ്ടോ? വേസ്റ്റ് ആരെ ഡിസ്പോസ് ചെയ്യുന്നു ആ ആളിനെ സ്തുതിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ വീട്ടിൽ ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും. ഭർത്താവും മക്കളും തിന്നിട്ട് പോകും. ഈ വേസ്റ്റ് മുഴുവൻ വീട്ടിലെ അമ്മ അടുക്കളയിൽ അത് സംഗ്രഹിച്ച് കമ്പോസ്റ്റ് വെള്ളത്തിൽ കൊണ്ടിട്ട് ഭംഗിയായിട്ട് മേശ തുറച്ച് വൃത്തിയാക്കി വീടിനെ ശുദ്ധമാക്കുകയാണ്. ഈ വരാഹം ചെയ്യുന്ന പരിപാടി വീട്ടിൽ അമ്മ ചെയ്തില്ലെങ്കിലേ നമ്മുടെ വീട്ടിൽ മനുഷ്യന് കയറാൻ പറ്റുമോ? നാശമായി പോകും. നമ്മളൊക്കെ മരിച്ച് ബലിയർപ്പിക്കണം. ബലിയർപ്പിക്കാൻ ഏത് പക്ഷി വേണം? കാക്ക വരണം. കാക്കയെ പുച്ഛത്തോട് സംസാരിക്കാൻ നമ്മൾ എളുപ്പമാണ്. ആ കാക്കയ്ക്കൊരു പേരുണ്ട്, ബലിക്കാക്ക. ബലിക്കാക്കയെ നമ്മൾ നന്ദിയോട് ഓർത്തിരിക്കണം. അല്ല വേസ്റ്റ് ഇടുന്ന കാക്കയെ ധരിച്ചുകളയത്. അതാണ് പന്നി. അപ്പോൾ ഈ പന്നിക്ക് ആയുധം എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? ഓരോ മൃഗത്തിനും ദൈവം ആയുധം കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക രൂപത്തിലാണ്. കടുവയുടെയും സിംഹത്തിനെയൊക്കെ വായ്ക്കകത്താണ് ആയുധം. വാ പൊളിച്ചാലേ അതിന് കടിക്കാൻ പറ്റുള്ളൂ. ആ വാ പൊളിക്കുന്ന പ്രോസസ്സിലാണ് ഞങ്ങൾ പോലീസുകാർ ഈ കാട്ടിൽ നിറങ്ങുന്ന പുലിയുടെ വായിലോട്ട് മയക്കുമരുന്ന് അടിച്ചു കൊടുക്കും.
വായിലോട്ട് മയക്കുമരുന്ന് കഴിഞ്ഞാൽ പുലി എപ്പോഴും ഉറങ്ങിപ്പോവും. പുലിയെ നമ്മൾ വഞ്ചി കയറ്റി കഴിഞ്ഞ് കൊണ്ടുവരും, അല്ലെങ്കിൽ വല കയറ്റി കൊണ്ടുവരും. അപ്പോൾ വായിക്കാത്ത ആയുധം കിട്ടിയിരിക്കുന്നത് വെരി ഡിഫിക്കൽട്ട് ടു ഓപ്പറേറ്റ്. ആനയെ ദൈവം സൃഷ്ടിച്ചു. ആനയുടെ ആയുധം എവിടെയാണ്? അതിൻ്റെ മൂക്ക് തുമ്പിക്കൈ വലിഞ്ഞ് കയറി വന്നു. തുമ്പിക്കൈ കൊണ്ട് ആളിനെ പിടിക്കാം. രണ്ടാമത് മുമ്പുള്ള 2 ഇൻസൈസർ പല്ലുകൾ നീണ്ടിഞ്ഞ് വന്നു കൊമ്പായിട്ട്. അപ്പോൾ മൂക്കും പല്ലുമാണ് ആയുധം കൊടുത്ത് ആർക്ക്? ആനയ്ക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പിടിക്കാൻ പറ്റും. കുതിരയ്ക്ക് വായിക്കും മുമ്പിലൊന്നും ആയുധം കൊടുത്തില്ല. കുതിരയുടെ ആയുധം എവിടെയാണ്? പുറം കാലാണ്. കുതിരക്കാലയിൽ ആക്രമണിക്കും എബോട്ടകം തിരിയും. ഒറ്റ തൊഴിയും തൊഴിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പോയി 100 അടി ദൂരെ പോയി വീഴും, ചത്തു. അപ്പോഴേ കുതിരയുടെ തൊഴി കിട്ടിയ. പന്നിക്ക് എന്ത് ചെയ്തു? പന്നിക്ക് മുൻവശത്ത് 2 പല്ലുകൾ നേരെ താപ്പോട്ടിങ്ങനെ വളഞ്ഞും കയറി വന്നു. തേറ്റാന്ന് പറയും. പന്നി ആ തേറ്റാൻ കൊണ്ടുവന്ന് വയറ്റത്തോടെ ഒറ്റ കുത്തുത്തി ഉണ്ടല്ലോ, വയറ് പിളന്നങ്ങ് പോകും. പന്നി കുത്തിക്കൊന്ന ചില ശവശരീരങ്ങൾ ഇൻക്വസ്റ്റ് നടത്താൻ പോയിട്ടുണ്ട്. ആ പന്നിയുടെ തേറ്റ ഇങ്ങനെ കയറിയിട്ടുണ്ടല്ലോ, കുടൽ മുഴുവൻ ഇങ്ങനെ പൊളന്നങ്ങ് പോകാന്നുള്ളതാണ് പാമ്പിൽ പരിപാടിയാണ്. പക്ഷെ അങ്ങനെ തേറ്റമുള്ള പന്നിക്ക് ഈ വേദങ്ങളെ പൊക്കൊണ്ടുവരാൻ പറ്റുള്ളായിരുന്നു. പന്നി വെള്ളത്തിനടിയിലോട്ട് എന്നിട്ട് ആ തേറ്റ അടിയിലോട്ട് കയറ്റി ഒറ്റ പൊക്ക് കഴിഞ്ഞ് കൊണ്ടുപോകും. അതായത് പന്നിക്ക് ആരെ ആക്രമിക്കണമെങ്കിലും വിനയം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പന്നി തല ഇങ്ങനെ ആദ്യം കുനിച്ചാൽ എത്ര തല അപ്പോട്ട് തരുന്നു അത്രയാണ് തേറ്റയുടെ ശക്തി. അപ്പോൾ ജീവിതത്തിൽ വിജയം പഠിക്കേണ്ട പന്നിയിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠമാണ്. ജീവിതത്തിൽ നിങ്ങൾ വിജയം ഭരിക്കണമെങ്കിൽ ആ പന്നി കാണിച്ച പോലെ തല കുനിച്ച് വിനയത്തോടു കൂടി നിന്നിട്ട് വേണം വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, ഭാരം പൊക്കാനായിട്ട്, ജീവിതഭാരം ഉയർത്താനായിട്ട് നമ്മളെ പറ്റിക്കാം. അങ്ങനെയുള്ള ഭഗവാന്റെ 3ാമത്തെ അവതാരത്തിൽ നിന്ന് വലിയൊരു വാക്കുണ്ടായി. അറബി ദേശത്തോ ഒക്കെ പോയി കഴിഞ്ഞാൽ അറബി ഭാഷയിലും സുറിയാനി ഭാഷയിലും സ്വർണത്തിൻ്റെ പേരെന്താണ്? വരാഹൻ. എങ്ങനെയാണ് ഈ അറബി ഭാഷയിലും സുറിയാനി ഭാഷയിലും ഒക്കെ ഈ സ്വർണത്തിന് വരാഹൻ എന്ന് പേര് വന്നത്? കാരണം ഇന്ത്യ പണ്ട് തൊട്ടേ ധാരാളം സാധനങ്ങൾ കയറ്റുമതി ചെയ്യുമായിരുന്നു. 3700 വർഷത്തിന് മുമ്പ് ഈജിപ്തിലെ ഫറോ രാമസേസ് മരിച്ചു. അയാളുടെ ശവശരീരം കിട്ടി 1986. ശവശരീരം കിട്ടി. അത് പരിശോധിച്ചപ്പം ഈ ഫറോ രാജാവിൻ്റെ വായ്ക്കകത്ത് മൂക്കിനകത്തും ചെവിക്കകത്തൊക്കെ കുരുമുളക് അടിച്ച് കയറ്റി വെച്ചിരിക്കുന്നു. കുരുമുളക് ശരീരം അഴുകാതിരിക്കാൻ ബെസ്റ്റ് സാധനമാണ്. പക്ഷേ രാമസേസ് വളരെ കുറുനായ രാജാവായിരുന്നു. ചത്ത് കഴിഞ്ഞെങ്കിൽ ഇരിക്കട്ടറാവൻ്റെ അണ്ണാക്കിൽ വന്ന് കുരുമുളക് അടിച്ച് കയറ്റിയാൽ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അകത്ത് കുരുമുളക്. ഈ കുരുമുളക് എടുത്ത് പരിശോധിച്ചു, DNA ടെസ്റ്റ് ചെയ്തു. അപ്പോഴാണ് മനസ്സിലായത് കേരളത്തിലെ മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ വിളയുന്ന കുരുമുളകാണ് 3100 കൊല്ലത്തിന് മുമ്പ് രാമസേസ് രണ്ടാമൻ്റെ മൂക്കിനകത്തും വായിക്കാത്തും ഇരിക്കുന്നത്. നമ്മളിവിടെ അത് കയറ്റി അയച്ചത്. സംഘകാല കാലം എത്തിയപ്പോഴേക്കും നമ്മൾ ഈ കുരുമുളകിൻ്റെ വലിയ കയറ്റുമതിക്കാരായി മാറി. അതാണ് സംഘകാല എഴുതി പറയുന്നത്, കറിയേന്തി പോയിടും കപ്പലുകൾ പൊന്നേന്തി തിരികെ വരും. കറി എന്ന് പറഞ്ഞാൽ തമിഴ് ഭാഷയിലെ കുരുമുളകിൻ്റെ വാക്കാണ് കറി. കുരുമുളക് കയറ്റി കപ്പൽ പോയാൽ തിരിച്ച് സ്വർണ്ണം ഇങ്ങോട്ട് വരും. കറിയേന്തി പോയിടും കപ്പലുകൾ പൊന്നേന്തി തിരികെ വരും. ഇപ്പം എന്ത് പറ്റി? ഇംഗ്ലീഷിൽ ആ വാക്കങ്ങ് എടുത്തു. CURRY കറി. കറി എന്ന് പറഞ്ഞാൽ തമിഴ് ഭാഷയിൽ കുരുമുളകിൻ്റെ പേരാണ്. മീൻ കറി, ഇറച്ചിക്കറി എന്ന് പറയും. കുരുമുളക് ചേർത്തുണ്ടാക്കുന്ന എല്ലാ കറിക്കും സായി പൊളിച്ച പേരാണ് കറി, CURRY. അപ്പോൾ ഇത് കയറ്റിയേക്കുന്നതിന് പകരം സ്വർണം വരണം. അപ്പോൾ രാഷ്ട്രകൂടന്മാർ രാജവംശം ഉണ്ടായിരുന്നു. BC 1-ാം നൂറ്റാണ്ട് മുതൽ 7-ാം നൂറ്റാണ്ട് വരെ ഗുജറാത്തും മഹാരാഷ്ട്രവും മധ്യപ്രദേശിൻ്റെ ഭാഗമൊക്കെ ഭരിച്ചിരുന്ന രാജവംശമാണ്. അവരെന്ത് ചെയ്തു? അവരുടെ നാണയം ഉണ്ടാക്കി. ഒരു സൈഡിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമുണ്ട്, വരാഹ ക്ഷേത്രം. പോയി കാണണം കേട്ടോ, ഉഗ്രൻ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അതിന് ഒരു സൈഡിൽ വരാഹത്തിൻ്റെ പടമാണ്, മറ്റേ സൈഡിലോ രാജകൊട്ടാരത്തിൻ്റെ പടമാണ്. അപ്പോൾ ഈ പന്നിയുടെ രൂപമുള്ള നാണയമായതിനാൽ അതിനെ വിളിച്ച പേരാണ് വരാഹൻ. നമ്മൾ റുപ്പയാന്ന് പറയും. എന്നുള്ള കാര്യം, ഷർഷ എന്നൊരു ചക്രവർത്തി അദ്ദേഹം വെള്ളി കൊണ്ട് നാണയം ഉണ്ടാക്കി. സ്വർണ്ണ നാണയത്തിന് വെള്ളി കൊണ്ട് നാണയം ഉണ്ടാക്കി. വെള്ളി എന്നുള്ള വാക്കിന് ഉറുദു ഭാഷയിൽ റൂപ്പ് എന്നാണ് വാക്ക്. വെള്ളി കൊണ്ടുണ്ടാക്കിയ നാണയമായതുകൊണ്ട് റൂപ്പ് കൊണ്ടുണ്ടാക്കുന്ന നാണയം എന്ന് പറഞ്ഞ പോലെ വരാഹത്തിൻ്റെ പടമുള്ള നാണയമായതുകൊണ്ട് തന്നെ വരാഹൻ എന്ന് വിളിച്ചു. മുസ്ലിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത സംഭവമാണ് ഈ പന്നി കേട്ടോ. പക്ഷെ അവരുടെ ഭാഷയിൽ സ്വർണത്തിൻ്റെ പേര് വരാഹത്തിൻ്റെ പേരാണ്. എവിടുന്ന് വന്നു? വിഷ്ണു ഭഗവാന്റെ 3ാമത്തെ അവതാരമായ വരാഹത്തെ ഇഷ്ടദേവനായി കരുതുന്ന രാഷ്ട്രകൂട രാജവംശം അവരുടെ നാണയത്തിൽ വരാഹത്തിൻ്റെ പടം വരച്ചപ്പോൾ അത് വരാഹനായി. ഇന്ന് അറബി ഭാഷയിലും ഹീബ്രു ഭാഷയിലും അറമൈക് ഭാഷയിലും സ്വർണത്തിൻ്റെ വാക്ക്
വിഷ്ണു ഭഗവാന്റെ മൂന്നാമത്തെ അവതാരമായ വരാഹം ചേർത്തലാണ് വരാഹൻ. വിഷ്ണു ഭഗവാന്റെ നാലാമത്തെ അവതാരം നരസിംഹം, മനുഷ്യനും മൃഗവും മിക്സ് ചെയ്യുന്നതാണ്. ഈ നരസിംഹം ഇന്ത്യയിൽ മാത്രമുള്ളതാണോ? അല്ല. ഈജിപ്തിലെ ഏറ്റവും പ്രസിദ്ധമായൊരു സ്റ്റാച്യു ഉണ്ട്, സ്ഫിങ്സ്, SPHINX, 66 അടി പൊക്കമുള്ളൊരു വിഗ്രഹമാണ്. അതിൻ്റെ തല രാമസേസ് രണ്ടാമൻ്റെ തലയാണ്, പക്ഷേ ഉടൽ മുഴുവൻ സിംഹമാണ്. സ്ഫിങ്സ് തല മനുഷ്യനും ഉടൽ സിംഹവുമായ സ്ഫിങ്സ്. ഈജിപ്തിലും ഇറാഖിലും ഇറാനിലൊക്കെ വരുമ്പോൾ അവിടെ ഇതുപോലെ മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമുള്ള സിംഹനരൻ. പേർഷ്യയുടെ ഔദ്യോഗിക ഭാഷ സംസ്കൃതമായിരുന്നു കേട്ടോ. സൈറസ് ചക്രവർത്തിയൊക്കെ ഒറിജിനൽ ഭാഷ സംസ്കൃതമായിരുന്നു. ആ സംസ്കൃത ഭാഷയിൽ അവരതിനെ വിളിച്ചു സിംഹനരൻ. മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമുള്ള സ്റ്റാച്യൂസ്. ഈജിപ്തിലും ഇറാനിലും ഇറാഖിലുമായിട്ടൊരു 69 സിംഹനരന്മാരുടെ സ്റ്റാച്യു ഉണ്ട്. ഒരെണ്ണം 72 അടി പൊക്കമാണ്. പക്ഷേ ഇന്ത്യയിൽ വന്നപ്പോൾ നമ്മളതിനെ നരസിംഹമാക്കി. തലസിംഹം, ഉടല് മനുഷ്യൻ. അപ്പോൾ ഈജിപ്തിലെ സ്ഫിങ്സിനെയും ഇറാഖിലെ ഇറാനിലെയും സിംഹനരനെയും നമ്മളിവിടെ നരസിംഹമാക്കി മാറ്റി. അപ്പോൾ അവിടെ വളരെ ഭംഗിയൊരു തത്വം പഠിപ്പിക്കുകയാണ്. നമ്മുടെ എല്ലാ ഉള്ളിൽ ഒരു മൃഗവുമുണ്ട്, ഒരു മനുഷ്യനുണ്ട്. ആ മൃഗത്തിൻ്റെ സ്വഭാവം നമ്മൾ കുറയ്ക്കുകയും മനുഷ്യൻ്റെ സ്വഭാവം കൂട്ടുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യനാവുന്നത്. അല്ല, നമ്മൾ നീ എന്താണ് മൃഗമാണോ എന്ന് ചോദിക്കും. അവൻ്റെ ഉള്ളിലെ മൃഗഭാവം ശക്തി പ്രാപിച്ചിരിക്കുക മനുഷ്യനേക്കാൾ. അതുകൊണ്ടാണ് നമ്മൾ നീ മൃഗമാണോ എന്ന് ചോദിക്കുന്നത്. ഈ മൃഗീയ സ്വഭാവത്തെ അടിച്ചമർത്തണം. അതാണ് ഒരു മനുഷ്യൻ്റെ കഴിവെന്ന് പറയുന്നത്. ആ മൃഗീയ സ്വഭാവത്തെ അടിച്ചമർത്തിയില്ലെങ്കിൽ അവൻ മൃഗീയ സ്വഭാവം കാണിക്കും. അപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിലെ സിംഹത്തിൻ്റെയും മൃഗത്തിൻ്റെയും സ്വഭാവം, മനുഷ്യ സ്വഭാവം സമരസമാക്കി മാറ്റണം. അതിലൊരു പ്രധാന സംഭവമാണ് ഈ നരസിംഹാവതാരം എന്ന് പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, യജ്ഞാചാര്യൻ വളരെ കൃത്യമായി സപ്താഹം നടക്കുമ്പോൾ പറയുന്നൊരു കഥയാണ് പ്രഹ്ലാദ സ്തുതി എന്ന് പറയുന്ന ഭാഗം. പ്രഹ്ലാദൻ്റെ അച്ഛനായിരുന്നു ഹിരണ്യകശിപു. അദ്ദേഹം പറഞ്ഞു, ഹിരണ്യായ നമ ഹിരണ്യായ നമ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഹിരണ്യകശിപുവിൻ്റെ ഭാര്യ കയാതു ഗർഭിണിയാണ്. അപ്പോൾ ഗർഭിണികൾ ദിവസവും 500 മീറ്റർ നടക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. സൂര്യൻ ഉദിക്കുമ്പോഴും സൂര്യൻ അസ്തമിക്കുമ്പോഴും ഗർഭിണികൾ ഒരു 500 മീറ്റേഴ്സ് നടന്നാൽ വയറ്റിലെ കുഞ്ഞിനും അമ്മയ്ക്കും വളരെ നല്ലതാണ്. പ്രസവം സുഖപ്രദമായി നടക്കുകയും ചെയ്യും. അപ്പോൾ കയാതു രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ നടക്കാൻ പോകും, വൈകിട്ട് ഇറങ്ങി നടക്കാൻ പോകും. രാവിലെ കയാതു നടക്കാൻ പോയി. ഇപ്പോൾ ദേവന്മാരെന്തെന്നറിയാമോ? കയാതുവിനെ തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞ് കിഡ്നാപ്പ് ചെയ്ത് പൊക്കളാം. എവിടെ കൊണ്ട് പാർപ്പിക്കും? ദേവന്മാരുടെ രാജാവിൻ്റെ രാജവട്ടാരത്തിൽ കൊണ്ട് താമസിച്ചാൽ ഹിരണ്യകശിപു ആക്രമിച്ച് നശിപ്പിക്കും. അവരൊരു പണി ചെയ്തു. അവരെന്തെന്നറിയാമോ? നാരദൻ്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചു. നാരദൻ്റെ ഒരു സ്വഭാവമുണ്ട്, എപ്പോഴും നാരായണ നാരായണെന്ന് പറയും. അത് കയാതുവിൻ്റെ വയറ്റിൽ കിടന്ന കുട്ടി ഈ നാരദൻ പറയുന്ന നാരായണനമ്മ കേട്ടിട്ട് വയറ്റി വെച്ചേ നാരായണൻ പഠിച്ചു, നാരായണനമ്മ എന്ന് പഠിച്ചു. അങ്ങനെ പ്രഹ്ലാദൻ ജനിച്ചു എന്നാണ് പുരാണങ്ങളിൽ ഈ കഥ പലതവണ വരുന്നുണ്ട്. അഭിമന്യു ചക്രവ്യൂഹം പൊളിക്കാൻ പഠിച്ചത് അമ്മയുടെ വയറ്റിയിരുന്നപ്പോൾ ഭഗവാൻ കൃഷ്ണൻ അർജുനനെ ചക്രവ്യൂഹം പൊളിക്കുന്നത് പറഞ്ഞു കൊടുത്തത് കേട്ടിട്ട് വയറ്റിയിരുന്നുകൊണ്ട് അഭിമന്യു ചക്രവ്യൂഹം പൊളിക്കാൻ പഠിച്ചു. പുരാണത്തിൽ പറയും, അഷ്ടാവക്രൻ വയറ്റിലിരുന്നപ്പോൾ അപ്പനൊരു മന്ത്രം ചൊല്ലി തെറ്റിപ്പോയി. വയറ്റിരുന്നുകൊണ്ട് അഷ്ടാവക്രൻ പറഞ്ഞു, അപ്പാ തെറ്റിപ്പോയി അപ്പാ, ഇങ്ങനെയല്ല മന്ത്രം ചൊല്ലേണ്ടത്. അഷ്ടാവക്രൻ ഗർഭിണിയായ ഭാര്യയുടെ വയറ്റിലൊരു തൊഴി അങ്ങ് വെച്ചു കൊടുത്തു. ഇപ്പോഴങ്ങനെ പറഞ്ഞാൽ റാസ്കലിന് 7 കൊല്ലം ജയിലിലിടും. ഗർഭിണിയെ തൊഴിച്ചാലുണ്ടല്ലോ 7 കൊല്ലം ജയിലാണ്. അന്ന് ഈ നിയമമൊന്നും ഇല്ലാത്തതുകൊണ്ട്, അന്ന് IPC ഒന്നും ഇല്ലാത്തതുകൊണ്ടായാലും രക്ഷപ്പെട്ടു. വയറ്റിൽ കിടന്ന കുട്ടി വളവളവനായി അഷ്ടാവക്രനായിപ്പോയി. ഭഗവത്ഗീത കഴിഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു പുസ്തകമാണ് അഷ്ടാവക്ര ഗീത. 8 ഫിലോസഫിക്കൽ ട്രൂത്ത്സാണ് ഈ അഷ്ടാവക്ര ഗീത പഠിപ്പിക്കുന്നത്. അങ്ങനെ വയറ്റിരുന്നുകൊണ്ട് കുട്ടികൾ പഠിക്കുകയും റിയാക്ട് ചെയ്യുകയും ചെയ്യുന്നത് പുരാണത്തിൽ പലതവണ വരും. ഇതൊരു ശാസ്ത്രീയ സത്യമാണെന്ന് ഇപ്പോൾ ശാസ്ത്രം തെളിയിച്ചിരിക്കുകയാണ്. ഗർഭത്തിരുന്നുകൊണ്ട് കുട്ടികൾ പഠിക്കുന്നു. ഇംഗ്ലണ്ടൊരു ഗവേഷണം നടന്നു. ഓരോ കുട്ടികൾ ഗർഭത്തിലിരിക്കുന്ന സമയത്ത് ഒരേ പാട്ട് തന്നെ ഗർഭിണി സ്ഥലത്ത് വെച്ചു കൊടുക്കും. കുട്ടിയെ പ്രസവിച്ച് കഴിഞ്ഞ് കുട്ടി കരഞ്ഞാൽ കുട്ടി വയറ്റിൽ കിടന്നപ്പോൾ കേട്ട ആ പാട്ട് ഓൺ ചെയ്ത കുട്ടി ഉടനെ കരച്ചിൽ നിർത്തും. ഇതെവിടെയോ കേട്ടിട്ടുള്ള കുട്ടി ഇങ്ങനെ ശ്രദ്ധിക്കുക. വേറെ ഏത് പാട്ട് വെച്ചാലും കുട്ടി കരച്ചിൽ നിർത്തുകയില്ല. കുട്ടി ഗർഭത്തിരുന്നുള്ള ശബ്ദം കേട്ടു എന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലായി. യൂറോപ്പിലെ ഏറ്റവും വലിയ സംഗതി ഉണ്ടായിരുന്നു മൊസാർട്ട്. അദ്ദേഹം 6ാമത്തെ വയസ്സിൽ പാട്ടുകൾ രചിച്ചു തുടങ്ങി. 36 വയസ്സായപ്പോഴേക്കും 6000-ഓളം ഗാനങ്ങൾ രചിച്ചു. ആ മൊസാർട്ട് അദ്ദേഹത്തിന് ആത്മകഥയിൽ പറയുകയാണ്, ഞാൻ ഗർഭത്തിരുന്ന 10 മാസവും
എൻ്റെ അമ്മ വിയന്ന കത്തീഡ്രലിൽ കൊയർ ഗ്രൂപ്പിലെ ഓർക്കസ്ട്ര പഠിക്കുന്ന കൊയർ ഗ്രൂപ്പിലാക്കുമായിരുന്നു. അങ്ങനെ വയറ്റിൽ കിടന്നുകൊണ്ട് ഞാൻ പാട്ട് കേട്ടതാണ് ഞാൻ പാട്ടുകാരനാവാനുള്ള കാരണം എന്ന് മൊസാർട്ട് പറയുകയാണ്. ഫ്രാൻസിലൊരു ഗവേഷണം നടന്നു. 200 ഗർഭിണികൾക്ക് ചതുരാകൃതിയിൽ മുഖമുള്ള കുട്ടികളുടെ ഫോട്ടോ കാണാൻ കൊടുത്തു. ആ ഗർഭിണികൾ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ശ്രദ്ധിച്ചു, അപ്പൻ്റെ ഇവിടെ മുഖച്ചായുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു ചതുര ഷേപ്പ് ഫോം ചെയ്യുന്നതായിട്ട് കണ്ടു. വേറെ 200 ഗർഭിണികൾക്ക് ത്രികോണാകൃതിയിലുള്ള കുട്ടികളുടെ ഫോട്ടോ കാണാൻ കൊടുത്തു. ആ സ്ത്രീകൾ പ്രസവിച്ചപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ എന്താണ്, അപ്പൻ്റെ ഇവിടെ മുഖച്ചായുണ്ട്, പക്ഷേ അതിനൊരു ത്രികോണാകൃതി ഫോം ചെയ്യുന്നുണ്ട്. അമ്മ എന്ത് കണ്ടോ അത് കുഞ്ഞിനെ സ്വാധീനിക്കുകയാണ്. ഭാരതത്തിൽ ആയിരക്കണക്കിന് വർഷമായി ഹിന്ദു സ്ത്രീകൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഗർഭിണിയാണെന്ന് മനസ്സിലായാൽ അവരുടനെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കും. സുബ്രഹ്മണ്യ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോവുള്ളൂ. സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് പാർവതി സുബ്രഹ്മണ്യന് സ്വാമിക്ക് ഒരു അധികാരം കൊടുത്തു. ഒരു ഗർഭിണി നിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നാൽ ആ കുഞ്ഞ് സ്വസ്ഥമായി ജനിച്ച് വളർന്ന് വലുതാവാൻ അനുഗ്രഹം കൊടുക്കാൻ നിനക്ക് അധികാരം തരികയാണ്. അപ്പോൾ ഗർഭിണികൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ സിസേറിയൻ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, സുഖമായിട്ട് കുട്ടി വളർന്ന് വലുതായിട്ട് വരും. അപ്പോൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ഹിന്ദു സ്ത്രീകൾ എന്ത് ചെയ്യും, ഒരു ഉണ്ണികൃഷ്ണ പടം വാങ്ങിക്കും. എന്നിട്ട് ഈ ഉണ്ണികൃഷ്ണൻ്റെ പടം വാങ്ങിച്ചിട്ട് ഗർഭിണി കിടക്കുന്ന മുറി കൊണ്ടുവെക്കും. ഉണ്ണികൃഷ്ണൻ്റെ പടം കണ്ടുകൊണ്ട് കിടന്നാൽ ഉണ്ണികൃഷ്ണനെ പോലൊരു കുഞ്ഞുണ്ടാവുമെന്ന് ഹിന്ദുക്കൾ എത്രയോ നൂറ്റാണ്ടായിട്ട് വിശ്വസിക്കുന്നൊരു കാര്യം, അത് ശരിയാണെന്ന് ഫ്രാൻസിലെ ഗവേഷണം തെളിയിച്ചു. ജർമ്മനി ഒരു ഗവേഷണം നടന്നു. 200 ഗർഭിണികൾക്ക് ശാസ്ത്രജ്ഞന്മാരുടെ ജീവചരിത്രം വായിക്കാൻ കൊടുത്തു. ഗർഭകാലത്ത് ശാസ്ത്രജ്ഞന്മാരുടെ ജീവചരിത്രം വായിച്ച സ്ത്രീകൾ പ്രസവിച്ച കുട്ടികൾക്കൊക്കെ ശാസ്ത്ര വിഷയങ്ങളിൽ ഭയങ്കര മാർക്ക്, ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി ഭയങ്കര മാർക്ക്. അവരിൽ ഭൂരിപക്ഷവും പിന്നീട് ശാസ്ത്രജ്ഞന്മാരായി അല്ലെങ്കിൽ ശാസ്ത്ര അധ്യാപകരായി. വേറെ 200 ഗർഭിണികൾക്ക് യുദ്ധവീരം വായിക്കാൻ കൊടുത്തു. നെപ്പോളിയൻ, ഫെർഡിനാൻഡ് ദ ഗ്രേറ്റ്, ജൂലിയസ് സീസർക്ക് വായിക്കാൻ കൊടുത്തു. ആ ഗർഭിണികൾ പ്രസവിച്ച കുട്ടികൾ ഭൂരിപക്ഷം പിൽക്കാലത്ത് പട്ടാളത്തിലും പോലീസിൽ പോയി ചെന്ന് അവർക്ക് കാക്കയോടൊരു പ്രത്യേക സ്നേഹം. വേറെ 200 ഗർഭിണികൾക്ക് കത്തോലിക്ക സഭ വിശുദ്ധന്മാരുടെ ജീവിതം വായിക്കാൻ കൊടുത്തു. കത്തോലിക്ക സഭ വിശുദ്ധന്മാരുടെ ജീവിതം വായിച്ച സ്ത്രീകൾ പ്രസവിച്ച കുട്ടികൾ ഭൂരിപക്ഷവും പിൽക്കാലത്ത് അച്ഛന്മാർ കന്യാസ്ത്രീകളാവാൻ പോയി. ശാസ്ത്രം കണ്ടെത്തി തൻ്റെ കുട്ടി ആരായിത്തീരണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നോ ആ രംഗത്ത് വിജയിച്ച ആളുകളുടെ ജീവചരിത്രം വായിക്കണം. തൻ്റെ കുട്ടി ഡോക്ടറാവണമെന്നൊരു അമ്മ ആഗ്രഹിച്ചാൽ പ്രസിദ്ധരായ ഡോക്ടർമാരുടെ ആത്മകഥ അമ്മ ഗർഭകാലത്ത് വായിക്കണം. കുട്ടി ഡോക്ടറായിരിക്കും. ഇതാണ് ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്നത്. അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ ഇൻ്റലക്ച്വൽ വർക്ക് ചെയ്താൽ കുഞ്ഞിന് ബുദ്ധിശക്തി ഉണ്ടാവുന്ന ശാസ്ത്രം തെളിയിച്ചിരിക്കുകയാണ്. അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ ഇൻ്റലക്ച്വൽ വർക്ക് ചെയ്താൽ ഈ അമ്മയുടെ തലച്ചോറിനകത്ത് ഈ ഇൻ്റലക്ച്വൽ വർക്ക് ചെയ്യാനുള്ള ഇൻ്റലക്ച്വൽ ഹോർമോൺസ് സർക്കുലേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് രക്തത്തിൽ കൂടെ പോയി കുട്ടിയുടെ തലച്ചോറിനകത്ത് കയറും. കുട്ടിക്ക് അപാരം ബുദ്ധിശക്തിയാണ്. നിങ്ങൾ ലേഡി ടീച്ചേഴ്സിനെ കണ്ടിട്ടുണ്ടോ? അവരുടെയൊക്കെ മക്കൾ ഭയങ്കര മിടുക്കരാണ്. കാരണം മെറ്റേണിറ്റി ലീവ് 3 മാസമേ കിട്ടത്തുള്ളൂ. ഈ ഗർഭിണി കുഞ്ഞിനെ വയറ്റിൽ വെച്ചുകൊണ്ട് ക്ലാസ്സിൽ പോയി ഫിസിക്സും കെമിസ്ട്രിയൊക്കെ പഠിപ്പിക്കും. വയറ്റിൽ കിടന്നുകൊണ്ട് കുട്ടി പകുതി ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കും. പിന്നെ പ്രസവിച്ചിട്ട് ബാക്കി പഠിച്ചാൽ മതി. അതാണ് ഈ ലേഡി ടീച്ചേഴ്സിൻ്റെ മക്കളൊക്കെ പഠിക്കാൻ ഭയങ്കര മിടുക്കരായതിൻ്റെ കാരണം. അതുകൊണ്ട് ശാസ്ത്രം പറയുന്നു, ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് മനസ്സിലായാൽ ഉടനെ പോയി ഒരു കമ്പ്യൂട്ടർ കോഴ്സിന് ചേരണം. അടിച്ച് പറഞ്ഞങ്ങ് പഠിച്ചേക്കണം. പ്രസവിച്ചിട്ട് പരീക്ഷ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഗർഭകാലത്ത് അമ്മ കമ്പ്യൂട്ടർ പഠിക്കാൻ പോയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ശാസ്ത്ര വിഷയം പഠിക്കാൻ പോയാൽ വയറ്റിൽ കിടന്ന കുട്ടിക്കുണ്ടല്ലോ അപാര ബുദ്ധിശക്തിയായിരിക്കും. ആ കുട്ടി വലിയ വലിയ നിലകളിൽ എത്തിച്ചേരുമെന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുകയാണ്. ഈ പ്രഹ്ലാദം വയറ്റിൽ കിടന്നപ്പോൾ നാരായണ നമ്മൾ പഠിക്കാൻ പറഞ്ഞ ശാസ്ത്രം, ഭാഗവതം പറയുന്ന ശാസ്ത്രം ഇന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുകയാണ്. എലിസബത്ത് അർലോക്കിൻ്റെ വിശ്വപ്രസിദ്ധമായ ചൈൽഡ് ഡെവലപ്മെൻറ്റ് വായിച്ചപ്പം ഞാൻ അമ്പരന്ന് പോയി. ഞാൻ വയറ്റിൽ കിടന്ന 10 മാസം എൻ്റെ അമ്മ TTCക്ക് പഠിക്കാൻ പോയി. അന്ന് 54 മന്ത്രിസഭ തീരുമാനമെടുത്തു എല്ലാ ടീച്ചേഴ്സും TTC പാസ്സായിരിക്കണം. അങ്ങനെ അമ്മ TTCക്ക് പഠിക്കാൻ പോയി 10 മാസം ഞാൻ വയറ്റിൽ കിടക്കുക. അമ്മ എന്നോട് ചെറുപ്പത്തിൽ പറയും, എടാ ഞാൻ TTCക്ക് പരീക്ഷ എഴുതണം, നീ വയറ്റിൽ കിടന്ന് ചാടിയടാ, എന്നെ തൊഴിച്ചടാ എന്നൊക്കെ പറയും. ഇന്ന് ചെറുപ്പത്തിൽ ചിരിച്ചോണ്ടത് കേട്ടു. പക്ഷേ എലിസബത്ത് അർലോക്കിൻ്റെ പുസ്തകം വായിച്ചവിടെ മനസ്സിലായത്, ഞാൻ വയറ്റിൽ കിടന്ന് 10 മാസം എൻ്റെ അമ്മ TTCക്ക് പഠിക്കാൻ പോയതുകൊണ്ടാണ് എനിക്ക് 4 MA 2 PhD IAS ഒക്കെ പാസ്സാകാൻ പറ്റിയെന്ന് മനസ്സിലായത് ഈ പുസ്തകം വായിച്ചപ്പോഴാണ്. അപ്പോൾ ഗർഭിണികൾ എങ്ങനെ ഗർഭകാലം കഴിച്ചു കൂട്ടണം, പ്രഹ്ലാദൻ വയറ്റിൽ കിടന്നപ്പോൾ കയാതു ചെയ്തത് എങ്ങനെ പ്രഹ്ലാദനെ സഹായിച്ചു, ഭാഗവതം നമ്മളെ പഠിപ്പിക്കുക. മെറ്റേണിറ്റി ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്ന് ഭാഗവതം പഠിപ്പിക്കുക. അങ്ങനെ കുഞ്ഞ് ജനിച്ച് നാരായണ നമ എന്നൊക്കെ പറഞ്ഞ് ജനിച്ച് അവസാനം ഹിരണ്യകശിപുവിന് ദേഷ്യം വന്നു. എവിടാ അതിനെ നാരായണൻ? പ്രഹ്ലാദൻ ഭാഗവതത്തിൽ മറുപടി കൊടുക്കുകയാണ്. പ്രഹ്ലാദ സ്തുതിയിൽ മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു. അപ്പോൾ മറ്റു പല മതങ്ങളിലും ദൈവം സ്വർഗത്തിൽ പോയി പൂട്ടിയാനാതിരിക്കുക. ഹിന്ദുക്കളുടെ ദൈവം എങ്ങനെയാണ്? ഹിന്ദുക്കളുടെ ദൈവം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. 108 ഉപനിഷത്തിൽ 1-ാമത്തെ ഉപനിഷത്ത്
ഈശോവാസ്യ ഉപനിഷത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ഈശോവാസ്യമിതം സർവം, പ്രപഞ്ചം മുഴുവൻ ഈശ്വരൻ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഈശ്വരൻ നിറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇയാൾക്ക് ദേഷ്യം വന്നു. ഇയാൾ തൂണൊരു വെട്ടുവെട്ടി അതിനകത്ത് ഹിരണ്യകശിപുവിനെ കൊല്ലാനായി നരസിംഹ ഇറങ്ങി വന്നിട്ട് ഹിരണ്യകശിപുവിനെ സംഹരിച്ച് പ്രഹ്ലാദനെ രക്ഷിച്ചു. ഇതാണ് കഥ. അപ്പോൾ അപകടത്തിൽപ്പെടുന്ന ഒരു മനുഷ്യൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചാൽ ഈശ്വരൻ ആ സമയത്തോടെ അവതരിക്കും. ദശാവതാരത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അവതരിച്ചിരിക്കും. അപ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥനയോട് ഈശ്വരനെ ആശ്രയിക്കേണ്ടത്? പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈശ്വരനെ എങ്ങനെ കണ്ടെത്തണം? ഗർഭകാലത്തൊരു സ്ത്രീ എങ്ങനെ ഗർഭകാലം കഴിച്ചു കൂട്ടണം? ഇതെല്ലാം പഠിപ്പിക്കുകയാണ് ഭാഗവതം ഈ നരസിംഹാവതാരത്തിലൂടെ വളരെ കൃത്യമായി. അത് കഴിഞ്ഞ് 5ാമത്തെ അവതാരം വാമനാവതാരം. 16,000 വർഷത്തിന് മനുഷ്യൻ നീളക്കുറവായിരുന്നു, 4 അടി പൊക്ക. അന്നാണ് മഹാബലി ചക്രവർത്തിയുടെ യാഗം. അവിടെ വാമനൻ വരുന്ന കഥ വരുന്നത്. മഹാബലി ചക്രവർത്തി കേരളം ഭരിച്ച എന്തൊക്കെ ശുദ്ധ കള്ളം നമ്മൾ ഈ ഓണത്തിൻ്റെ കാലത്ത് പറയാറുണ്ട്. മഹാബലി ചക്രവർത്തി കേരളം കണ്ടിട്ടുമില്ല, കേരളത്തിൽ വന്നിട്ടുമില്ല. മഹാബലി ചക്രവർത്തി മഹാരാഷ്ട്രയിലാണ് ജീവിച്ചിരുന്നത്. നർമ്മദയുടെ തീരത്തായിരുന്നു മഹാബലിയുടെ രാജ്യം. അവിടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 600 അടി പൊക്കത്തിലൊരു സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഒരു സ്റ്റാച്യു ആയിട്ടൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടുന്ന് ഒരു 3/4 കിലോമീറ്ററേ ഉള്ളൂ മഹാബലി യാഗം നടത്തിയ സ്ഥലം. ഞാൻ ആ യാഗം നടത്തിയ സ്ഥലം പോയി കണ്ടിട്ടുണ്ട്. അവിടെ മഹാബലി യാഗം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അതിനെ നേരിടാൻ വേണ്ടി വാമനൻ വന്ന കഥയാണ് ഭാഗവതത്തിലെ കഥ. പക്ഷേ മലയാളി പറയുന്ന കഥ ഈ ഭാഗവതത്തിലെ കഥയല്ല. ഭാഗവതത്തിൽ 2 വേർഷൻസ് ഉണ്ട്. പുരാണത്തിലൊരു വേർഷനുണ്ട്, ഭാഗവതത്തിലൊരു വേർഷനുണ്ട്. ഒരു വേർഷനിൽ മഹാബലി വളരെ മുടുക്കനായ രാജാവായിരുന്നു. അയാൾക്ക് ഇച്ചിരി അഹങ്കാരം ഉണ്ടായിരുന്നു. അത് വാമനൻ വന്നിട്ടത് ശമിപ്പിച്ചു. അതിനുശേഷം വാമനൻ പറഞ്ഞു, മഹാബലി നീ നല്ല രാജാവാണ്, നിനക്ക് ചെറിയ കുഴപ്പമുണ്ട്, പരിഹരിക്കാൻ ഞാൻ വന്നാണ്, നീ ഒരു 36 കൊല്ലം രാജ്യം ഭരിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ 36 കൊല്ലം 3 വ്യാഴവട്ടക്കാലം മഹാബലി രാജ്യം ഭരിച്ച് അദ്ദേഹം ചിരഞ്ജീവിയായി മരണമില്ലാത്ത 7 പേർ, അശ്വത്ഥാമ, ബലി, വ്യാസു, ഹനുമന്തു, വിഭീഷണ തുടങ്ങിയ 7 പേരിൽ 2ാമത്തെ ആൾ മഹാബലിയാണ്. ഇതൊരു കഥ. 2ാമത് ഭാഗവതത്തിൽ പറയുന്ന കഥ എന്താണ്? മഹാബലിയെ പരാജയപ്പെടുത്തിയ ശേഷം മഹാബലി സുതലത്തിലേക്ക് അയച്ചു. അതലം വിതലം സുതലം, ഏറ്റവും സുന്ദരമായ ഭൂമിയാണ്, സ്വർഗത്തെക്കാളും ബെസ്റ്റ് സ്ഥലമാണ്. അവിടെ കൊണ്ടുപോയി അവിടെ വാമനൻ മഹാബലിക്ക് കാവൽ നിൽക്കുന്നു. 2ാമത്തെ കഥ. ഈ 2 കഥയുടെയും അവസാനത്തെ ഭാഗം മലയാളി അങ്ങ് വെട്ടി മാറ്റിയിട്ട് 2 ചൂട് വെച്ച് കഴിഞ്ഞ് 3ാമത്തെ ചൂട് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് മഹാബലി തല കാണിച്ചു കൊടുത്തു. വാമനൻ ചവിട്ടി പാതാളത്തിലോട്ടങ്ങ് മാറ്റി. ഈ മലയാളിക്കുണ്ടല്ലോ, വല്ലവരും ചവിട്ടുക, തൊഴിക്കുക, താക്കുക എന്നൊക്കെ വലിയ സന്തോഷമാണ് മലയാളിക്ക്. വല്ലവരും ചവിട്ടുന്ന വലിയ സന്തോഷമാണ്. അവൻ്റെ സന്തോഷിക്കാൻ വേണ്ടി അവൻ ഈ അവസാന ഭാഗം വെട്ടി മാറ്റിയിട്ടാണ് ഈ ചവിട്ടുകഥ ഉണ്ടാക്കിയത്. ഭാഗവതത്തിലെ ചവിട്ടുകഥയില്ല, പുരാണങ്ങളിലെങ്ങും ആ ചവിട്ടുകഥയില്ല. ഈ മറ്റു 2 കഥയാണുള്ളത്, ചിരഞ്ജീവി ആക്കിയ കഥ. അപ്പോൾ ഇവിടെ മഹാബലിയെ വാമനൻ പരാജയപ്പെടുത്തുകയാണ്. കഥയ്ക്ക് സയൻസ് ഇല്ല. പരന്ന കാല് കൊണ്ട് ഉരുണ്ട ഭൂമി അളക്കാൻ പറ്റുമോ? ഭൂമി ഉരുണ്ടിരിക്കുകയാണ്. ഉരുണ്ട ഭൂമി പരന്ന കാല് വെച്ച് അളക്കാൻ പറ്റുമോ? പറ്റിയല്ല. ഇനി ആകാശം, ഭൂമിയുടെ ചുറ്റും 300 ഡിഗ്രിക്കുന്നതാണ് ആകാശം. അവിടെ അങ്ങ് ചവിട്ടാനൊന്നും ഇല്ല, ശൂന്യാകാശമില്ല, അവിടെ ചവിട്ടാൻ പറ്റുമോ? പറ്റിയല്ല. അപ്പം കഥയ്ക്ക് സയൻസ് ഇല്ല. പക്ഷേ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? വളരെ വിശാലമായൊരു പാഠമാണ്. മനുഷ്യൻ അഹങ്കാരിയായാൽ അവനുണ്ടാകുന്ന വലിയൊരു കുഴപ്പമുണ്ട്, അണ്ടർ എസ്റ്റിമേറ്റിംഗ് ദി എനിമി. മഹാബലി 6 അടി പൊക്കമുള്ള മഹാബലി നോക്കിയപ്പോൾ 4 അടി പൊക്കമുള്ള ഒരുത്തം വന്നിരിക്കുന്നു. ഇവൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തൊരു പുച്ഛമാണ് തോന്നിയത്. എൻ്റെ കാല് കൊണ്ട് അളന്നാൽ 3 അടി മണ്ണ് വേണമെന്ന് പറഞ്ഞു. മഹാബലി ചോദിച്ചേ, നിൻ്റെ ചെറിയ കാല് വെച്ച് അളന്ന വല്ലതും ഭൂമി കിട്ടും, ഞാൻ എൻ്റെ നീളമുള്ള കാല് വെച്ച് അളന്നുതരാം. പുച്ഛമാണ്. അപ്പോൾ മനുഷ്യൻ പരാജയപ്പെടുത്തുമ്പോൾ മാനേജ്മെൻറ്റ് സയൻസിൽ പറയുന്ന ഏറ്റവും പ്രധാന പ്രശ്നം, നെവർ അണ്ടർ എസ്റ്റിമേറ്റ് യുവർ എനിമി. ശത്രുവിനെ എപ്പോൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു പരാജയം ഉറപ്പാണ്. 6 അടി പൊക്കമുള്ള മഹാബലി 4 അടി പൊക്കമുള്ള വാമനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അവിടെയാണ് കുഴപ്പം. ഈ കഥയിൽ നിന്നാണ് മലയാള ഭാഷയിൽ ഒരു പഴമൊഴി ഉണ്ടായത്, ആളിൽ കുറിയവരെ വിശ്വസിക്കരുത്. ഈ വാമനൻ ആളിൽ കുറിയവൻ, അതിനെ വിശ്വസിച്ചുകൊണ്ടാണ് കുഴപ്പം പറ്റിയത്. തമിഴന്മാർ നമ്മളെക്കാൾ ഭംഗിയായിട്ടാണ് പഴമൊഴി ഉണ്ടാക്കിയിരുന്നത്. കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുത്. കള്ളൻ പലപ്പോഴും പറ്റിക്കും, കുള്ളനെ എപ്പോഴും പറ്റിച്ചളയുന്നതാണ് കുള്ളൻ. അതുകൊണ്ട് കുള്ളനെ വിശ്വസിക്കരുത്. ഈ മഹാബലിയുടെ കഥ എന്നാണ് ഇത് വരുന്നത്. അപ്പോൾ നെവർ അണ്ടർ എസ്റ്റിമേറ്റ് യുവർ എനിമി. പിന്നെ ലിസൺ ടു ഓൾ അഡ്വൈസസ്. മഹാബലിയുടെ അടുത്ത് പുരോഹിതൻ വന്ന് പറഞ്ഞു, രാജാവ് വിശ്വസിക്കല്ലേ ഇവൻ ആൾ കുഴപ്പക്കാരനാ,
ജ്ഞാനിയായൊരു മനുഷ്യനാണ് അവരുടെ ഗുരു. ആ ഗുരു ഒന്ന് രാജാവിനോട് പറയുകയാണ്, മണ്ടത്തരമാണ് രാജാവ് എടുത്ത വായിക്കത് കൊടുത്തുകളായിരുന്നു. പക്ഷേ വൈസ്മാൻ പറഞ്ഞതിനെ അഹങ്കാരിയ രാജാവ് കേട്ടില്ല. അവിടെയാണ് മഹാബലിയുടെ അബദ്ധം. അപ്പോൾ അറിവുള്ളവർ പറഞ്ഞു തരുന്നത് ശ്രദ്ധിക്കുക, അറിവുള്ളവർ പറഞ്ഞു തരുന്നത് കേൾക്കുക, അപകടത്തിൽ ചാടാതിരിക്കാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് വാമനാവതാരം വളരെ ശ്രദ്ധയായിട്ട്. ആ വാമനാവതാരത്തിൽ പലപ്പോഴും വാമനൻ മഹാബലി ചവിട്ടി പാതാളത്തിലാക്കി എന്നൊക്കെ പറയും. അവർ തമ്മിൽ ശത്രുക്കളാണോ? അല്ല. മഹാബലിക്ക് സുതലത്തിൽ കൊണ്ടുപോയി കാവൽ നിൽക്കുന്നു വാമനൻ. മഹാബലിയുടെ മകൻ ബാണൻ, ബാണൻ്റെ മകൾ ഉഷ. 2 അവതാരങ്ങൾക്ക് ശേഷം വാമനൻ ശ്രീകൃഷ്ണനായി. ശ്രീകൃഷ്ണൻ്റെ മകൻ അനിരുദ്ധൻ ഉഷയെ പ്രേമിച്ചു. എന്നിട്ട് അനിരുദ്ധൻ ഉഷയെ കല്യാണം കഴിച്ചു. ശത്രുതയല്ല. 2 തലമുറ കഴിഞ്ഞപ്പോൾ അവർ ബന്ധുക്കളായി. മഹാബലിയും വാമനൻ ബന്ധുക്കളായി. നെവർ കീപ് എനിമിറ്റി ടിൽ ദ എൻഡ് ഓഫ് യുവർ ലൈഫ്. ഒരു മനുഷ്യനോട് ശത്രുത ഉണ്ടായാൽ പറഞ്ഞ് രമ്യതരായിക്കോണം. നിത്യ ശത്രുക്കളൊക്കെ മാറിക്കളയരുത്. മഹാബലി വാമനൻ 2 തലമുറ കഴിഞ്ഞപ്പോൾ ബന്ധുക്കളായി മാറി. ഞാൻ തൃശ്ശൂരിനടുത്ത് ഒരു സപ്താഹത്തിന് പ്രസംഗിക്കാൻ പോയി. എൻ്റെ പ്രസംഗം തൊട്ട് മുമ്പ് യജ്ഞാചാര്യൻ രുക്മിണി സ്വയംവരത്തിന് കഥ പറഞ്ഞു കൊടുക്കായിരുന്നു. കഥ തീർന്ന് എന്നെ വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു പയ്യൻ എഴുന്നേറ്റ്, അല്ല യജ്ഞാചാര്യ, എനിക്കിപ്പോഴൊരു സംശയം തീർന്നത്, എനിക്കൊരു പെണ്ണുമായിട്ട് പ്രേമമുണ്ട്. അപ്പോൾ അവളുടെ ആങ്ങളെ അടിച്ച് താഴെയിട്ട് കൊണ്ടുവരാം അല്ലേ യജ്ഞാചാര്യ? കോളേജിൽ പഠിക്കുന്ന ചെറുക്കൻ്റെ തലയിൽ കിട്ടിയതാണ്. ഏതാ രുക്മിണി സ്വയംവരം കേട്ടപ്പം കാമുകിയുടെ ആങ്ങളെ അടിച്ചിട്ടിട്ട് അവളെ അടിച്ചുകൊണ്ട് വരാമെന്നാണ് ഇവന് മനസ്സിലായ സംഭവം. അപ്പോൾ രുക്മിണി സ്വയംവരത്തിന് ശേഷം എന്ത് പറ്റി? ആ രുക്മിയെ രാജാവാക്കാൻ വേണ്ടി ഭഗവാൻ കൃഷ്ണൻ യുദ്ധം ചെയ്ത് രുക്മിക്ക് വേണ്ടി യുദ്ധം ചെയ്തു, രുക്മിയെ രാജാവാക്കി. എന്നിട്ട് രുക്മിണി പ്രസവിച്ച മകനെ കൊണ്ട് രുക്മിയുടെ മോളെ കല്യാണം കഴിച്ചു. നായന്മാരുടെ മുറപ്പെണ്ണ് കല്യാണം വരുന്ന അവിടെ നിന്നാണ്. ഭഗവാൻ കൃഷ്ണൻ്റെ രുക്മിണിയിൽ ജനിച്ച മകനെ കൊണ്ട് ഏത് രുക്മിയാണ് അടിച്ച് താഴെട്ടിട്ട് രുക്മിണിയെ കൊണ്ടുവന്നത്? ആ രുക്മിയുടെ മോളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. ആ രുക്മിക്ക് വേണ്ടി ഭഗവാൻ കൃഷ്ണൻ യുദ്ധം ചെയ്ത് രക്ഷിച്ചങ്ങാരെ. അപ്പോൾ രുക്മിണി സ്വയംവരം കേൾക്കുമ്പം പിന്നെ എന്ത് സംഭവിച്ചു കൃത്യമായിട്ട് മനസ്സിലായിക്കോണം. അപ്പോൾ മഹാബലിയും വാമനനും നിത്യശത്രുക്കളല്ല. വിജയം ഭരിക്കണമെങ്കിൽ ശത്രുവിനെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അറിവുള്ളവർ പറഞ്ഞു തരുന്നത് ശ്രദ്ധിച്ചോണം. ശുക്രാചാര്യൻ കൃത്യമായിട്ട് പറഞ്ഞു, വിശ്വസിക്കല്ലേ ഇവനെ. മഹാബലി കേട്ടില്ല. ഇവനാരാ എന്നെ ഉപദേശിക്കാനെന്ന്. അവസാനം ശുക്രാചാര്യൻ പറഞ്ഞ് കേട്ടിരുന്നെങ്കിൽ മഹാബലിക്ക് അപകടം പറ്റുമോ? പറ്റിയല്ല. ലിസൺ ടു ഗുഡ് അഡ്വൈസ്. നമുക്ക് പറഞ്ഞു തരാണ് ഓരോ സംഭവത്തിലും. അടുത്ത അവതാരം പരശുരാമനാണ്. ഹണ്ടർ ഗാദർ സ്റ്റേജാണ്. മുഴുവൻ വീശിക്കൊണ്ടിങ്ങനെ പോവാണ്. അങ്ങനെ പോകുന്ന അവസരത്തിൽ അദ്ദേഹം നേരിടുന്ന ആളുകളുണ്ട്, ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ പുരാണത്തിലില്ലാത്ത കഥ പറഞ്ഞുണ്ടാക്കാൻ ഭയങ്കര വിദഗ്ധന്മാരാണ്. അങ്ങനെ നമ്മൾ വേറൊരു കഥ ഉണ്ടാക്കുന്നുണ്ട്. മഹാബലിയെ കേരളത്തിൽ കൊണ്ടുപോയി വേറൊരു കഥ. പരശുരാമൻ ഗോകണ്ഠത്ത് നിന്ന് മഴ കൊടുത്തൊരൊറ്റ ഏറ് വെച്ച് കൊടുത്തു. അത് കന്യാകുമാരി വഴി വീണപ്പോൾ കടലങ്ങോട്ട് പിന്മാറി കേരളം ഉണ്ടായി. ഒരൊറ്റ പുരാണത്തിൽ ഈ കഥയില്ല, ഭാഗവതത്തിൽ ഈ കഥയില്ല. ഇല്ലാത്തൊരു കള്ളക്കഥ നമ്മളുണ്ടാക്കുക. എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നറിയാമോ? 7-ാം നൂറ്റാണ്ടിൽ മഹാരാഷ്ട്രയിൽ നിന്ന് കാദംബദേശത്ത് നിന്ന് ബ്രാഹ്മണർ കേരളത്തിലേക്ക് വരികയാണ്. അവർ കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലൊരു സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കടൽ പുറകോട്ട് മാറുകയാണ്. പൊന്നാനിയിലെ കടൽ പുറത്തോട്ട് മാറി. എറണാകുളത്തെ കടൽ നിൽക്കുന്ന എവിടെയാണ്? തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ എവിടെയാണ് അറബിക്കടൽ നിന്നുകൊണ്ടിരുന്നത്? തുറ എന്ന് പറഞ്ഞാൽ തുറമുഖം. തൃപ്പൂണിത്തുറ ക്ഷേത്രം തമ്മിലുള്ള തുറമുഖമാണ്. അതിനപ്പുറത്താണ് മുളന്തുരുത്തി, പരമലത്തിന് വേണ്ട ജന്മസ്ഥലം. മുളച്ചു വരുന്ന ഒരു തുരുത്ത്, പുതിയൊരു തുറമുഖം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മുളന്തുരുത്തി. അവിടെയാണ് കടലുണ്ടായിരുന്നത്. കടൽ 30 കിലോമീറ്റർ അങ്ങ് പുറകോട്ട് മാറി. കടൽ പോയി ഹൈക്കോടതിയുടെ അപ്പുറത്ത് നിന്നു. വൈക്കം എന്ന് പറഞ്ഞാൽ പുതിയ ഭൂമി. വൈക്കം കടലിനടിയിലായിരുന്നു. 7-ാം നൂറ്റാണ്ടിൽ കടൽ പിന്നോട്ട് മാറിയപ്പോൾ വൈക്കം കഴിഞ്ഞ് പൊങ്ങി വന്നു, പുതിയ ഭൂമി പൊങ്ങി വന്നു. നമ്മളവിടെ ക്ഷേത്രം വെച്ച്. കടുത്തുരുത്തി കടൽ തുരുത്താണ്, തുറമുഖമാണ്. അവിടെ കടൽ തുരുത്തി തുറമുഖമാണ്, തുരുത്തുള്ള സ്ഥലമാണ്. കടലങ്ങോട്ട് പുറകോട്ട് മാറി, കടുത്തുരുത്തി കരയായി മാറി. ഏറ്റുമാനൂർ വെള്ളത്തിനടിയിലായിരുന്നു. കടലങ്ങോട്ട് പുറം. ഏറ്റുമാനൂർ വാക്കിൻ്റെ അർത്ഥം മണ്ണ് ഏറി വന്ന് നിരപ്പായ സ്ഥലം. കടൽ പുറകോട്ട് മാറിയപ്പോൾ ഏറ്റുമാനൂരിലെ നിരപ്പുള്ള പൊക്കി വന്ന സ്ഥലം കണ്ടു. അവിടെ നമ്മൾ ക്ഷേത്രം പണി. കോട്ടയം പട്ടണം നമ്മൾ 1 കിലോമീറ്റർ ചെല്ലുമ്പോഴാണ് കോടിമത പാലം. തിരമാലകൾ കോടി മതിക്കുന്ന സ്ഥലമായിരുന്നു. അതാണ് കോടിമത. കടലങ്ങൾ പുറകോട്ട് മാറി 30 കിലോമീറ്റർ, കോടിമത കരയായി. കുമരകം
കടൽ പിന്നോട്ട് മാറിയപ്പോൾ മണ്ണ് കുമരകി പൊങ്ങുന്ന സ്ഥലമാണ് കുമരകം. നിരണം, നീരണയുന്ന സ്ഥലം, തിരമാലകൾ അടിക്കുന്ന സ്ഥലം. കൊല്ലത്ത് ഇപ്പോഴുണ്ടല്ലോ ഒരു 18 കിലോമീറ്റർ നീളത്തിൽ കടലങ്ങ് പുറകോട്ട് മാറി ഒരു നീണ്ട കര പൊങ്ങി വന്നു. അങ്ങനെ തന്നെ വിളിച്ചു നീണ്ട കര. 1988 ഞാൻ കോട്ടയം SP ആണ്. അന്ന് നാരായണ പണിക്കർ NSSൻ്റെ ജനറൽ സെക്രട്ടറി. പെരുന്നേലൊരു കിണർ കുഴിക്കാൻ തുടങ്ങി. ഒരു 30 അടി കുഴിച്ചു ചെന്നപ്പം മണ്ണിനടിയിൽ ഒരു കപ്പലിരിക്കുന്നു. ഒരു കപ്പൽ. കാരണം ഈ കടൽ പിന്മാറിയ സമയത്തുള്ള ആ ഭയങ്കര തിരമാലകളുടെ ബഹളത്തിനിടയ്ക്ക് ഈ കപ്പലങ്ങ് മണ്ണിനടിയിലായിപ്പോയി. കടലങ്ങ് 25 കിലോമീറ്റർ പോയി. അന്ന് കടൽ നിൽക്കുന്ന പെരുന്നേലെ NSS ക്വാർട്ടേഴ്സിൻ്റെ അവിടെയാണ് കടൽ നിന്നുകൊണ്ടിരുന്നത്. ആ കരയ്ക്ക് കിടന്നൊരു കപ്പലാണ് ഈ കിണർ കുഴിച്ചു ചെന്നപ്പം 25 അടി താഴെ കാണുന്ന കപ്പൽ. നാരായണ പണിക്കർ സാർ ഉടനെ എന്നെ വിളിച്ച് ഞാൻ ഉടനെ പെരുന്നേ പോയി ആ മണ്ണൊക്കെ എടുത്ത് സംരക്ഷിച്ച ആ കപ്പലിനെ നമ്മൾ രക്ഷിച്ച്. ഇപ്പോഴും കിണർ പൂർത്തിയാക്കിയില്ല. ആ കപ്പൽ ആ കിണറ്റിന് മുകളിൽ കൂടെ നോക്കിയാൽ കപ്പൽ കാണാം. അപ്പം അങ്ങനെ കടൽ പുറകോട്ട് മാറിയൊരു ഫിനോമിനെ നമ്മൾ പുരാണത്തിലില്ലാത്തൊരു കഥയാക്കി മാറ്റി. പരശുരാമൻ മഴ ഉറിഞ്ഞ് കേരളം ഉണ്ടാക്കി എന്നാണ് കഥ. കഥയോടെ ഇരിക്കട്ടെ. പക്ഷെ പുരാണത്തിലില്ലാത്ത കഥയ്ക്കൊരർത്ഥമുണ്ട്. പരശുരാമനെ കെട്ടിക്കുന്ന മഴു എന്തിനേയും വെട്ടാനും കൊല്ലാനും ഉപയോഗിക്കുന്നൊരു ആയുധമാണ്. പക്ഷെ ആ മഴു കേരളം പോലെ സുന്ദരമായൊരു ഭൂമി ഉണ്ടാക്കാൻ വേണ്ടി ആ മഴ എറിഞ്ഞപ്പോൾ ഒരു കേരളം ഉണ്ടായി നമ്മൾ മനസ്സിൽ കേൾക്കുന്ന കഥയിൽ ഒരേ ആയുധം ഗുണത്തിന് ഉപയോഗിക്കാം, ദോഷത്തിന് ഉപയോഗിക്കാം. അമ്മയെ വെട്ടിക്കൊല്ലാൻ ഉപയോഗിച്ച മഴു കേരളം പോലൊരു മഹത്തായ സ്ഥലം ഉണ്ടാക്കാൻ പരശുരാമൻ ഉപയോഗിച്ചു. നമ്മുടെ കയ്യിലൊരു പിച്ചാത്തിയുണ്ട്. അത് വെണ്ടയ്ക്കായും വഴുതനങ്ങയും അരിഞ്ഞ് കറി വെക്കാൻ കൊള്ളാം. അതേ പിച്ചാത്തി അവിടെ നിൽക്കുന്നവൻ്റെ നെന്തിലോട്ട് കയറ്റി കൊടുത്താലോ അവനങ്ങ് ചത്തു. നിങ്ങളുടെ ഇരിക്കുന്ന പേന, പരീക്ഷ എഴുതാൻ പോയാൽ പരീക്ഷയ്ക്ക് റാങ്ക് വാങ്ങിച്ച് വലിയ നിലയിലെത്താം. അതേ പേന ഉപയോഗിച്ച് അവനെപ്പറ്റി, അവൻ്റെ ഭാര്യയെപ്പറ്റി, അവൻ്റെ മക്കളെപ്പറ്റിയും ചീത്ത എഴുതിയാലോ ചിലപ്പോൾ ആത്മഹത്യയിൽ പോയി കലാശിക്കും. മലയാളിക്ക് ഇങ്ങനെയുള്ള കഥയിൽ വലിയ ഇഷ്ടമാണ്. ഇങ്ങനെയുള്ളൊരു കഥയിൽ കഴിഞ്ഞ 4 മാസത്തിന് മുമ്പ് 42 ലക്ഷം പേരൊരു വീഡിയോ കണ്ടു. എന്താണെന്നറിയാമോ? സിനിമ ആടി സാരി പൊക്കിപ്പോൾ കണ്ടത് എന്ന് പറഞ്ഞ് ഒരു ഇതിറങ്ങി. എല്ലാവരും ഇത് കണ്ടു. 42 ലക്ഷം പേര് കണ്ടു. അപ്പോൾ ജയഭാരതി അലമാര തുറന്ന് സാരി പൊക്കുന്നൊക്കെ ഉടനെ പാറ്റയെ കണ്ടു. പാറ്റ ഒരു ഫ്ലിറ്റ് അടിച്ച് കൊന്നു. ഈ ഫ്ലിറ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റാണ്. അപ്പോൾ പാറ്റ കൊല്ലാൻ വേണ്ടി ഫ്ലിറ്റ് നല്ലതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കാണുമോ? കാണത്തില്ല. സിനിമ ആടി സാരി പൊക്കിയപ്പോൾ കണ്ടത് എല്ലാവരും കണ്ടു. 42 ലക്ഷം പേര് പൊക്കിയപ്പോൾ വല്ലതും കാണാമെന്ന് വിചാരിച്ച് കണ്ടതാണ്. ഇതാണ് പരിപാടി. അപ്പോൾ ഒരേ പേന നല്ല കാര്യത്തിന് ഉപയോഗിക്കാം. ആ പേന വെച്ചിട്ട് ഒരു മനുഷ്യനെ പറ്റി അപകീർത്തി എഴുതിയാലുണ്ടല്ലോ ചിലപ്പോൾ ആത്മഹത്യയിൽ കലാശിക്കുക. അപ്പോൾ ഒരേ മഴു കൊല്ലാനും കൊള്ളാം, സൃഷ്ടിക്കാനും കൊള്ളാം. പരശുരാമൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതേ പരശുരാമൻ അയ്യപ്പ ഭഗവാന് ദർശനം കൊടുത്ത് ശബരിമല കഥയിൽ നമ്മൾ വിശ്വസിക്കുന്ന പരശുരാമൻ, ഇതേ പരശുരാമൻ എന്തെന്നറിയാമോ? ഒരു കോളേജ് സ്ഥാപിച്ചു, ഒരു ഗുരുകുലം. അപ്പോൾ ആയുധം കൊണ്ട് നടക്കുന്ന ഒരു പരശുരാമനാണ്. പക്ഷെ അദ്ദേഹം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കണമെന്ന് പഠിപ്പിക്കുകയാണ്. പരശുരാമൻ്റെ ഗുരുകുലത്തിൽ പഠിച്ച ആരാണ്? ഭീഷ്മർ പിതാമഹൻ, ദ്രോണർ അവിടെ പഠിച്ചാണ്. പാഞ്ചാലയുടെ അപ്പൻ പാഞ്ചാലൻ അവിടുത്തെ ശിഷ്യനാണ്. പരശുരാമൻ്റെ കോളേജിൽ പഠിച്ച ആളുകളുടെ ലിസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, ഭയങ്കര മഹാരഥന്മാരാണ്. ആയുധമേന്തിയ ഒരു പരശുരാമൻ കോളേജ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചൊരു പരശുരാമനായി മാറുകയാണ്. അവിടെയാണ് അതിൻ്റെ അർത്ഥസത്ത, അതിൻ്റെ സാരം. അപ്പോൾ നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങൾ നന്മയ്ക്ക് ഉപയോഗിക്കാം, ദോഷത്തിന് ഉപയോഗിക്കാം, രണ്ടിനും ഉപയോഗിക്കാം. ഇത് നമ്മൾ പഠിപ്പിക്കുന്നു. പരശുരാമ അവതാരം. അടുത്ത അവതാരമോ ശ്രീരാമൻ. ശ്രീരാമൻ രാമരാജ്യം ഉണ്ടാക്കി. എന്തുകൊണ്ട് രാമരാജ്യം? ശ്രീരാമനാണ് ലോകത്തിൽ ആദ്യമായി മന്ത്രിസഭ ഉണ്ടാക്കിയത്. മന്ത്രിസഭ ദശരഥൻ ഒരു 4 പേരുടെ ഒരു അഡ്വൈസറി കൗൺസിൽ ഉണ്ടാക്കിയിരുന്നു. ശ്രീരാമൻ 10 മന്ത്രിമാരുള്ളൊരു മന്ത്രിസഭ ഉണ്ടാക്കി. മന്ത്രിമാർ അദ്ദേഹം വിളിച്ചവരെ അമാത്യൻ. അനിയൻ ഭരതനെ പിടിച്ച് പ്രധാനമന്ത്രിയാക്കി, ലക്ഷ്മണനെ പിടിച്ച് പ്രതിരോധ മന്ത്രിയാക്കി, ശത്രുഘ്നെ പിടിച്ച് ഫൈനാൻസ് മിനിസ്റ്ററാക്കി, ധനകാര്യമന്ത്രിയാക്കി. അങ്ങനെ 8 സിവിലിയൻസ്, 2 പുരോഹിതന്മാർ, വസിഷ്ഠൻ ഒരാൾ, പിന്നെ വേറൊരു ബ്രാഹ്മണൻ, 2 പേര് പുരോഹിത മന്ത്രിമാർ. ശ്രീരാമൻ ആദ്യത്തെ മന്ത്രിസഭ കൂടി. രാമായണം വായിക്കണം. ശ്രീരാമൻ പറഞ്ഞു, ഞാൻ 32 വയസ്സുള്ളൊരു ചെറുപ്പക്കാരന്, എൻ്റെ 14 കൊല്ലം കാട്ടിലായിരുന്നു. എനിക്കിവിടുത്തെ യൂണിവേഴ്സിറ്റിയിലൊന്നും പഠിക്കാൻ ഭാഗ്യം ലഭിച്ചില്ല. അതുകൊണ്ട് ഞാനൊരു തെറ്റ് പറഞ്ഞാൽ എന്നോട് നിങ്ങൾ തെറ്റാണെന്ന് പറയണം. ഞാനൊരു തെറ്റ് ചെയ്യാൻ പോയാൽ എനിക്ക് മാത്രമുള്ള ദോഷം ഈ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് ദോഷമായി ഭവിക്കും. അതുകൊണ്ട്
ഞാനൊരു തെറ്റ് ചെയ്യാൻ പോയാൽ മന്ത്രിമാരെല്ലാവരും കൊണ്ട് പറയണം, രാജാവേ ഇത് ചെയ്യരുതേ, ഈ രാജ്യത്തിന് അപകടമാണെന്ന് എനിക്ക് പറഞ്ഞു തരണം. അതിനാണ് നിങ്ങളെ മന്ത്രിമായിട്ട് അപ്പോയിൻറ്റ് ചെയ്തത്. എൻ്റെ തെറ്റ് തിരുത്തണം. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടോ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഏതെങ്കിലും മന്ത്രി ഇയാൾ പൊട്ടത്തറ ചെയ്യുമെന്ന് പറയാൻ പറ്റുമോ? മന്ത്രിസ്ഥാനം പോയിരിക്കും പിറ്റേ ദിവസം രാവിലെ. ശ്രീരാമൻ പറഞ്ഞ അങ്ങനെയല്ല, എൻ്റെ തെറ്റ് നിങ്ങൾ തിരുത്തി തരണം. ശ്രീരാമൻ മന്ത്രിയോട് ചോദിച്ചു എന്ത് ചെയ്യണം? പറഞ്ഞു കരം കൂട്ടണം. ശ്രീരാമൻ പറഞ്ഞു ജനങ്ങളോട് ചോദിക്കട്ടെ. അദ്ദേഹം അയോധ്യയിലെ തെരുവീതികളിൽ ഇറങ്ങി ജനങ്ങളോട് ചോദിച്ചു, ഇവിടെ കരം വളരെ കുറവല്ലേ? ജനങ്ങൾ പറഞ്ഞു, പൊന്നു തമ്പുരാനെ, അങ്ങയുടെ അച്ഛൻ ദശരഥൻ ദേവാസുര യുദ്ധത്തിന് പോയി. ദേവാസുര യുദ്ധത്തിന് കടം കയറി മുടിഞ്ഞ് അവസാനം ഈ കടം മുഴുവൻ ഞങ്ങളുടെ തലയിലോട്ട് വെച്ച് ഇവിടെ കരം കൊടുത്തിട്ട് ഞങ്ങൾ കൃഷി ചെയ്തിട്ട് ബാക്കി കൃഷി കൊണ്ട് ജീവിക്കാൻ വയ്യ. ഞങ്ങൾ 10 കൊല്ലമായി കൃഷി ചെയ്തിട്ട് ഞങ്ങളുടെ കൃഷിഭൂമി മുഴുവൻ പാറക്കല്ല് പോലെ കിടക്കാണ്, പാറക്കല്ല് പോലെ. ശ്രീരാമൻ അമ്പരന്ന് പോയി. കരം കൂട്ടണമെന്ന് മന്ത്രി. കരം കൂട്ടി ആർക്കാ ഗുണം? ഈ മന്ത്രിയുടെ കയ്യിലോട്ടാണല്ലേ നമ്മുടെ കരം ചെന്ന് കയറുന്നത്, അവനല്ലേ ചമ്മളിക്കുന്നത്. ജനങ്ങൾ പറയുന്നു കര കൂടുതലാണ്. രണ്ടിൻ്റെയും മധ്യത്തിലൂടെ ശ്രീരാമൻ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു രാമായണത്തിൽ. 20% ഈസ് ഇൻകം ടാക്സ്. നിങ്ങളുടെ ഭൂമിയിൽ നിങ്ങൾ കൃഷി ചെയ്ത് 100 പറ നെല്ല് കിട്ടിയാൽ 20 പറ നെല്ല് രാഷ്ട്രത്തിന് കൊടുക്കണം, 80 പറ നിങ്ങൾക്ക് എടുക്കാം. അതേ സ്ഥലത്ത് നിങ്ങൾ കൃഷി ചെയ്ത് 200 പറ നെല്ലുണ്ടാക്കിയോ 40 പറ നെല്ല് രാഷ്ട്രത്തിന് കൊടുക്കണം, 160 നിങ്ങൾക്ക് എടുക്കാം. ഈ കൽപ്പന കേട്ടോടുകൂടി ജനങ്ങൾ കൃഷി ചെയ്യാൻ തുടങ്ങി. അയോധ്യ സമ്പൽ സമൃദ്ധമായ സസ്യശ്യാമളമായ അയോധ്യയായി മാറി. ഇതാണ് രാമരാജ്യം. ഈ കഥ വ്യാഖ്യാനിക്കുമ്പോഴാണ് ആ കഥയെ ഒരു ബലാത്സംഗ കഥയാക്കി ദുർവ്യാഖ്യാനം ചെയ്ത കഥ വരുന്നത്. സംസ്കൃതത്തിൽ കഥ പറയുമ്പോൾ വ്യംഗ്യാർത്ഥ പ്രയോഗത്തിൽ കഥ പറയും. വ്യംഗ്യാർത്ഥ പ്രയോഗം. ഈ വ്യംഗ്യാർത്ഥം മനസ്സിലായില്ലെങ്കിൽ കേൾക്കുന്നവൻ ശുദ്ധ വട്ടത്തറയെ മനസ്സിലാക്കത്തുള്ളൂ. ഗൗതമൻ്റെ ഭാര്യയായ അഹല്യയെ ശപിച്ച് പാറയാക്കിയെന്നും ശ്രീരാമൻ വന്ന് ചവിട്ടിയപ്പം പാറക്കകത്തുനിന്ന് അഹല്യ ഇഞ്ഞ് പുറത്തു വരുന്ന ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അഹല്യ എന്ന് പറഞ്ഞാൽ ഹല്യം ചെയ്യപ്പെടാത്ത ഭൂമി. ഹലോ എന്ന് പറഞ്ഞാൽ കലപ്പ. കലപ്പ കൊണ്ട് ഉഴുതു മറിക്കാത്ത ഭൂമിയാണ് അഹല്യയായി കിടക്കുന്ന അഹല്യ. ഗൗതമൻ, ഗോ എന്ന് പറഞ്ഞാൽ ഭൂമി. അതേ വാക്കിൽ നിന്നാണ് പശു എന്നർത്ഥം ഗോ എന്നും വരുന്നത്. ഗൗവിൻ്റെ ഉടമസ്ഥനായ തമ്മൻ്റെ ഉടമസ്ഥനായ കർഷകൻ. ഗൗതമൻ എന്ന വാക്കിൻ്റെ അർത്ഥം കർഷകൻ. കർഷകൻ ഭൂമിയെ ഉഴുതു മറിക്കാത്തതിനാൽ ഭൂമി അഹല്യയായി കിടന്നു, പാറയായി കിടന്നു. ദേവേന്ദ്രൻ ഇടിയുടെ മഴയുടെ ദേവനാണ്. അതേ ആകാശത്തിന് ഇടി വയ്ക്കാന്നൊക്കെ മഴ വയ്ക്കുന്നത് ഒന്നും സംഭവിച്ചില്ല. അതാണ് ദേവേന്ദ്രൻ കടന്നു പിടിക്കാൻ ശ്രമിച്ചെന്ന് പറയുന്നത്. ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ശ്രീരാമൻ വന്ന ഒരു അഗ്രികൾച്ചർ പോളിസിയിലൂടെ നാടിനെ സമ്പൽ സമൃദ്ധമായ അയോധ്യയാക്കി, സസ്യശ്യാമളമായ അയോധ്യയിലേക്ക് മാറ്റി. ഇനി അഹല്യയെ ചവിട്ടി എന്നൊക്കെ പറയുന്നൊരു കഥ രാമായണത്തിൽ അങ്ങനെ പറയുന്നുണ്ടോ? ഇല്ല. അഹല്യയെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവാത്ത ഒരു മേഘരൂപത്തിൽ, ഒരു അവ്യക്തമായ രൂപത്തിലിരിക്കുകയായിരുന്നു. ശ്രീരാമൻ വന്ന് ഗൗതമാസ്ത്ര പ്രവേശിച്ചു. ശ്രീരാമൻ്റെ ശരീരം മേഘത്തിൽ തൊട്ടപ്പോൾ ഉടനെ അഹല്യയെ കാണാമായി എന്നാണ് രാമായണത്തിലെ കഥ. രണ്ടാമത്തെ കഥ എന്താണ്? അഹല്യ ഒരു കണ്ടാൽ മനസ്സിലാവാത്ത രൂപത്തിലേക്ക് മാറിയിരുന്നു. ആ സമയത്ത് ശ്രീരാമൻ വന്ന് ആശ്രമത്തിൽ കയറി തൊട്ടപ്പം അഹല്യയെ പഴയ പോലെ കാണാമായി. ഇത്രയുള്ള കഥ രാമായണത്തിലെ 2 കഥ. 18 പുരാണങ്ങളിൽ 8 പുരാണത്തിലും പറയുന്ന കഥയാണ് രാമായണ കഥ. പക്ഷേ 8 സ്ഥലത്തും പറയാത്ത രാമായണ കഥയാണ് നമ്മൾ പറഞ്ഞുണ്ടാക്കിയ ഒരു കഥ. അഹല്യ പാറയായി ഒരു ചവിട്ട് വെച്ച് കൊടുത്തപ്പോൾ അങ്ങ് ശരിയായി. 400 വർഷത്തിന് മുമ്പ് അമ്പലപ്പുഴയിൽ ചിത്രരാമായണം വരച്ചു. രാമായണ കഥ 1000 ചിത്രങ്ങൾ. അതിൽ ശ്രീരാമൻ അഹല്യയെ ചവിട്ടുന്നില്ല. മര്യാദ പുരുഷോത്തമനായ ശ്രീരാമൻ ഒരു സ്ത്രീ പാറയെ കിടക്കുമ്പോഴും ആ സ്ത്രീയെ ചവിട്ടാൻ പാടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ശ്രീരാമൻ വലത്തെ കാൽ കൊണ്ട് പൊക്കി ഇടത്തെ കൈ കൊണ്ട് അടിയിൽ തട്ടിയപ്പം കുറേ മണൽത്തരിയ പാറയിലേക്ക് വീഴുകയും അഹല്യ ഇഞ്ഞ് ഉയർന്നു വരുന്നതായിട്ട് കാണിക്കുന്നു. 1000 ചിത്രങ്ങളിൽ വരച്ച ചിത്രരാമായണം കേരള യൂണിവേഴ്സിറ്റി ഒരു പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്തു. ഞാൻ അതിൻ്റെ ഒരു കോപ്പി വാങ്ങിച്ച് കൈവച്ചിട്ടുണ്ട്. 1000 രൂപയുടെ ചിത്രരാമായണം. അപ്പോൾ സീതാദേവിയെ അഹല്യെ ചവിട്ടുന്നില്ല, തൊടുന്നു മാത്രമേ ഉള്ളൂ. മലയാളത്തിൽ സിനിമാ ഗാനം ഉണ്ടായി. സീതാദേവി സ്വയംവരം ചെയ്തൊരു ത്രേതായുഗത്തിലെ ശ്രീരാമൻ കാൽമുന കൊണ്ടൊന്ന് തൊട്ടപ്പോൾ തന്നെ കാട്ടിലെ കല്ല് മുഖം ചവിട്ടിയില്ല, കാൽമുനൊന്ന് തൊട്ടതേ ഉള്ളൂ. മലയാളി അത്രയും മര്യാദക്കാരനാണ്. അപ്പോൾ എന്താണ് ഈ അഹല്യയുടെ കഥ? വരണ്ടുണ്ടെന്ന് കിടന്ന ഭൂമി, ആ ഭൂമിയെ സസ്യശ്യാമളമായ ഭൂമിയാക്കി മാറ്റി അഗ്രികൾച്ചർ റവല്യൂഷൻ ഉണ്ടാക്കിയ ശ്രീരാമൻ്റെ ഭരണമാണ് അഹല്യയുടെ കഥ. ശ്രദ്ധേയമായ കഥയാണ്. ശ്രീരാമൻ എങ്ങനെയാണ് രാമരാജ്യം ഉണ്ടാക്കിയത്? രാമായണം വായിക്കണം.
ശ്രീരാമൻ പറഞ്ഞു, റോഡ് സൈഡിൽ വീടുള്ളവരെല്ലാം റോഡിൻ്റെ അടുത്തായി പൂക്കൾ ഉണ്ടാക്കുന്ന മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. എല്ലാവരും പൂക്കളുടെ മരം വെച്ച് പിടിപ്പിച്ചു. റോഡിൽ നടന്നു പോയാൽ ഓരോ വീടിൻ്റെ ഉടമസ്ഥ അവൾക്കിഷ്ടപ്പെട്ട മരങ്ങൾ വെച്ചു. അപ്പോൾ ആ പൂക്കൾ ഇങ്ങനെ കണ്ടുകൊണ്ട് പോവുകയാണ്. ആ പൂക്കളുടെ സുഗന്ധം മൂക്കിലേക്ക് അടിച്ച് കയറി നല്ല കാഴ്ചകൾ കണ്ട് നല്ല സുഗന്ധവും ശ്വസിച്ചുകൊണ്ട് റോഡിലൂടെ നടക്കാൻ പറ്റി. ശ്രീരാമൻ പറഞ്ഞു, ഏതെങ്കിലും വീടിൻ്റെ ഫ്രണ്ടിൽ വേസ്റ്റ് കണ്ടാൽ ആ വീട്ടുടമസ്ഥൻ അടുത്ത 90 ദിവസം അയാളുടെ വീടിൻ്റെ 90 മീറ്റർ വലത്ത് വശത്ത് 90 മീറ്റർ ഇടതുവശത്തുള്ള വേസ്റ്റ് പറക്കുന്ന ജോലി ചെയ്തിരിക്കണം. ഉഗ്ര നിയമമാണ്, ഇപ്പോൾ നടപ്പാക്കേണ്ട നിയമമാണ്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ വീട്ടുടമസ്ഥന് ഓടി റോഡിൽ വരും. ആരെങ്കിലും വേസ്റ്റ് ഉണ്ടോ, ഉണ്ടെങ്കിൽ അവനെ വേസ്റ്റ് പറക്കുണ്ടോ, ഇല്ലെങ്കിൽ കൊണ്ടല്ലോ ഇവൻ വേസ്റ്റ് പറക്കാൻ നിൽക്കണം അടുത്ത 90 ദിവസം. അതുകൊണ്ട് അയോധ്യയുടെ ഓരോ തെരുവിലും, അന്ന് പ്ലാസ്റ്റിക് ഒന്നും ഇല്ല, പ്ലാസ്റ്റിക് ഇല്ലാത്ത കാലമാണ്, പക്ഷേ ഒറ്റ വേസ്റ്റ് അയോധ്യയുടെ റോഡിൽ കാണാൻ പറ്റില്ല. സരയൂ നദിയിൽ ചെന്നാൽ കരയ്ക്ക് നിൽക്കുന്ന മനുഷ്യന് കടലിനടിയിലെ ആറിനടിയിലെ കല്ലുകൾ എണ്ണാമായിരുന്നു. ഇപ്പം ഏതെങ്കിലും നദി കാണാൻ പറ്റുമോ? പറ്റിയല്ല. കാരണം നദിയിലെ വെള്ളം ശുദ്ധമായി സൂക്ഷിച്ചതിനാൽ നദി തെളിനീരായിരുന്നു. കരയ്ക്ക് നിൽക്കുന്ന മനുഷ്യന് ആറിനടിയിലെ കല്ലെണ്ണാൻ കഴിയുമായിരുന്നു. ഇങ്ങനെ 21 സാധനമാണ് രാമരാജ്യം. ഞാനെല്ലാം 3 ഉദാഹരണം പറഞ്ഞാണ്, സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഒരു ഭരണാധികാരി എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത് അത് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു തരികയാണ് രാമരാജ്യം എന്ന് പറയുന്ന ഭരണാധികാരി. മുഖ്യമന്ത്രി എങ്ങനെ രാജ്യം ഭരിക്കണം, പ്രധാനമന്ത്രി രാജ്യം ഭരിക്കണം നമ്മളെ പഠിപ്പിക്കുകയാണ്. ശ്രീരാമൻ ഭരിച്ചതുപോലെ ഭരിക്കണം. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയെ രാമരാജ്യമാക്കി മാറ്റണം. ശ്രീരാമന് ശേഷം അടുത്ത അവതാരം ബലരാമൻ. ബലരാമൻ കലപ്പേന്തിയ മനുഷ്യനാണ്, ഹലായുധൻ. കലപ്പയാണ്. പണ്ട് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിരുന്നു കലപ്പേന്തിയ കർഷകൻ, അതായിരുന്നു ബലരാമൻ. ബലരാമൻ്റെ കാലത്ത് ഇപ്പോഴത്തെ ദ്വാരക അന്ന് കുശസ്ഥലിയായിരുന്നു. കുശസ്ഥലി രാജാവിന് 3 ആൺമക്കളും 1 മോളും. ഈ മോളെ ആരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം? രേവന്തൻ എന്ത് ചെയ്യുന്നറിയാമോ? ബ്രഹ്മലോകത്തെ ബ്രഹ്മാനോട് ചോദിച്ചു, എൻ്റെ മോളെ ആരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം? ബ്രഹ്മാവ് പറഞ്ഞു, വിഷ്ണുഭഗവാൻ ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണനായിട്ട്, അദ്ദേഹത്തിൻ്റെ ചേട്ടനുണ്ട്, ചേട്ടനെ കൊണ്ട് കെട്ടിക്കാൻ പറഞ്ഞു. നമ്മളൊക്കെ പെമ്മക്കളെ കെട്ടിക്കാൻ ബ്രോക്കറുടെ അടുത്ത് പോകും. ഇയാൾ പോയത് ബ്രഹ്മാവിൻ്റെ അടുത്ത്. അങ്ങനെ മകൾ രേവതിയെ കൊണ്ട് ബലരാമനെ കല്യാണം കഴിപ്പിച്ചു. അപ്പോൾ രാജാവ് രാജ്യം 4ആയി പകുത്തു. 4-1 ഭാഗം രേവതിക്ക് സ്ത്രീധനം കൊടുത്തു. ആ രേവതിക്ക് സ്ത്രീധനം കൊടുത്ത ഭൂമിയാണ് ദ്വാരക. കല്യാണം കഴിച്ചിട്ട് ബലരാമൻ ഭാര്യയുടെ കൂടെ ദത്ത് കയറി ഭാര്യ വീട്ടിലോട്ട് പോയി. ഭാര്യ വീട്ടിൽ നമ്മൾ കേരളത്തിൽ പറയും AVT, അച്ചി വീട്ടിൽ താമസം. ഞാനെൻ്റെ ഭാര്യ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ചെല്ലുമ്പോൾ ആളുകൾ എന്നെ കളിയാക്കാൻ എന്തെങ്കിലും വേണ്ടേ അല്ലേ? സാർ AVT അല്ലേ? ഞാൻ പറഞ്ഞ എല്ലാവരും താൻ AVUT എന്ന് പറയണേ, അച്ചി വീട്ടിലുണ്ട് താമസം എന്ന് പറഞ്ഞോളാം. AVUT അയാൾക്കൊന്ന് മനസ്സിന് തൃപ്തി വരട്ടെ. അപ്പോൾ ബലരാമൻ ഈ അച്ചി വീട്ടിൽ താമസത്തിന് വന്നതാണ്. അപ്പോൾ കൂടെ ശ്രീകൃഷ്ണനെ കൊണ്ടുപോയി. ബലരാമനും ശ്രീകൃഷ്ണനും ദ്വാരകയിൽ ഒരു കാര്യമില്ല, അവരവിടുത്തെ ഭരണാധികാരികളല്ല, അവിടുത്തെ ഭരണാധികാരി ദേവതയാണ്. ബലരാമൻ അവിടെ ചെന്ന ശേഷം ബലരാമൻ എന്ത് ചെയ്യുന്നറിയാമോ? വരണ്ട ഒരു ഭൂമിയായിരുന്നു ഈ ദ്വാരക. ആ ഭൂമിയിൽ കൃഷി സമ്പുഷ്ടമാക്കി. ഈ കലപ്പ എടുത്തങ്ങോട്ട് പ്രയോഗിച്ച് ചാലുകൾ വെട്ടി ദ്വാരകയെ സമ്പൽ സമൃദ്ധമായ ദ്വാരകയാക്കി മാറ്റി. അങ്ങനെ ഇരിക്കുമ്പോൾ ദ്വാരകയിൽ ആദ്യമായി ജനാധിപത്യം കൊണ്ടുവന്നു. ലോകത്തിൽ ആദ്യത്തെ പാർലമെൻറ്റ് സൃഷ്ടിച്ചത് ദ്വാരകയിലാണ്. നമ്മളെയൊക്കെ സ്കൂളിൽ ഒരു പൊട്ടത്തരം പഠിപ്പിച്ചിട്ടുണ്ട്. BC 500-ാം ആണ്ടിനടുത്ത് ഏതൻസിൽ ജനാധിപത്യം എന്നാണ്. ശുദ്ധ പൊട്ടത്തര. ഏതൻസിൽ 8% പേർക്ക് വോട്ടവകാശമില്ല, ബാക്കി 92% വോട്ടവകാശമില്ല. അതൊരു ഓലിഗാർക്കിയാണ്. ശ്രീകൃഷ്ണൻ എന്ത് ചെയ്യുന്നറിയാമോ? ദ്വാരകയിൽ ഇലക്ഷൻ വെച്ചു. പ്രായപൂർത്തിയായവർക്കെല്ലാം വോട്ട് ചെയ്യാം. അങ്ങനെ 36 അംഗങ്ങളുള്ളൊരു പാർലമെന്റ് ഉണ്ടാക്കി. നിങ്ങൾ ഭാഗവതം എടുത്ത് 11-ാമത്തെ സ്കന്ധം വായിക്കുമ്പോൾ പാർലമെന്റ് പേര് പറയുന്നുണ്ട് ഭാഗവതത്തിൽ, ദാസാർഹി, ദാസന്മാർ അർഹരായവരെ തെരഞ്ഞെടുത്ത സഭ, പാർലമെന്റ്. ആ പാർലമെന്റ് മീറ്റിംഗ് കൂടും. അപ്പോൾ ബലരാമൻ ശ്രീകൃഷ്ണനോടൊപ്പം അടങ്ങിയിരിക്കുന്നത് കേൾക്കുന്നില്ല. ചർച്ച തീരുമാനം ശ്രീകൃഷ്ണൻ പറയും, എടോ ആ 3-ാമത്തവൻ പറഞ്ഞ നല്ല കാര്യം, അതങ്ങ് നടപ്പാക്കാൻ പറയും. അതായത് പാർലമെന്റ് സ്പീക്കർ സ്ഥാനമായിരുന്നു ശ്രീകൃഷ്ണൻ ഭഗവാൻ.
അങ്ങനെ ഭഗവാൻ ജനാധിപത്യം നടപ്പാക്കിയ ദാസാർഹിയിലൂടെ ലോകത്തിൽ ആദ്യമായി 4000 വർഷം മുമ്പ് ജനാധിപത്യം നടപ്പാക്കിയത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിലാണ്. ആ ദ്വാരകയിൽ ഇതൊക്കെ നടപ്പാക്കി കഴിഞ്ഞിട്ട് ആ പാർലമെൻറ്റ് കൂടി ചർച്ച ചെയ്ത ചർച്ചകൾ ഭാഗവതം 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, സ്കന്ധത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിൽ ആദ്യമായി മദ്യനിരോധനം നടപ്പാക്കിയത് ദ്വാരകയിലാണ്. ആ മദ്യനിരോധനം നടപ്പാക്കി അതിൻ്റെ ചർച്ചയൊക്കെ ഭാഗവതത്തിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും നടപ്പാക്കിയിരുന്നെങ്കിൽ ദ്വാരക രക്ഷപ്പെട്ട തന്നെയായിരുന്നു. പക്ഷേ ആ പ്രൊഹിബിഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിച്ചില്ല. അവസാനം കള്ളുകുടിമാരെല്ലാം കൂടെ കള്ള് കുടിച്ച് തമ്മിലടിച്ച് ദ്വാരക നശിച്ചു പോയി. ദ്വാരകയിൽ നടപ്പാക്കിയ 10 ഭരണപരിഷ്കാരങ്ങൾ ദാസാർഹിയിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ ഭാഗവതം എടുത്ത് 10-11 സ്കന്ധങ്ങൾ വായിക്കണം. അപ്പം എങ്ങനെയാണ് ദ്വാരകയുടെ ഭരണം കെട്ടിപ്പടുത്തതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അന്നത്തെ പട്ടണങ്ങൾക്കൊക്കെ ഒരു ദ്വാരമേ ഉള്ളൂ, ഒരു ഗേറ്റേ ഉള്ളൂ. ഭഗവാൻ പറഞ്ഞു അങ്ങനെയല്ല, രാജാവിനെ കാണാൻ വരുന്നവർക്ക് ഏത് സ്ഥലത്തൂടെയും വരാൻ പറ്റും. അവിടെ ദ്വാരയ്ക്ക് 64 ഗേറ്റ് വെച്ചു. ഗേറ്റിൻ്റെ സംസ്കൃതമാണ് ദ്വാരം. ദ്വാരങ്ങൾക്ക് ഉണ്ടാക്കപ്പെട്ട പട്ടണമായതുകൊണ്ട് തന്നെ ദ്വാരക എന്ന് വിളിച്ചു. 64 ഗേറ്റുള്ള പട്ടണം, അതാണ് ദ്വാരക എന്ന വാക്കിൻ്റെ അർത്ഥം. അങ്ങനെ ബലരാമൻ കാർഷികമായി ദ്വാരകയെ ശക്തിപ്പെടുത്തി. അദ്ദേഹം വളരെ കൃത്യമായി ആ ദ്വാരകയ്ക്ക് ജനാധിപത്യ ഭാവമുള്ള ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ കൊടുത്തു. ബലരാമൻ കഴിഞ്ഞാൽ അടുത്ത അവതാരം പൂർണ്ണ അവതാരമായ ഭഗവാൻ കൃഷ്ണൻ. ഭഗവാൻ കൃഷ്ണൻ ഭൂമിയിൽ വരുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഇന്ന് പഠിക്കേണ്ട പാഠങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ആദ്യം ഭഗവാൻ കൃഷ്ണൻ ബാല്യകാലം ഗോകുലത്തിലായിരുന്നു. അതേപോലെ 10 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും അത് വൃന്ദാവനത്തിൽ വന്നു. 18 വയസ്സായപ്പം വൃന്ദാവനത്തിൽ നിന്ന് മധുരയിൽ പോയി അമ്മാവനെ കൊന്ന് മുത്തച്ഛനെയും അച്ഛനെയും അമ്മയൊക്കെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് എടുത്തു. എന്നിട്ട് അദ്ദേഹം ചേട്ടൻ ബലരാമനോടൊപ്പം ദ്വാരകയിൽ പോയി. ഗോകുലത്ത് നിന്ന് നന്ദാവനത്തിൽ പോയ ഭഗവാൻ ഒരിക്കൽ പോലും തിരിച്ച് ഗോകുലത്തിൽ പോയില്ല. നന്ദാവനത്തിൽ നിന്ന് മധുരയിൽ പോയ ഭഗവാൻ ഒരിക്കൽ പോലും തിരിച്ച് വൃന്ദാവനത്തിൽ പോയില്ല. ഉദ്ധവരെ പറഞ്ഞയച്ചിട്ടുണ്ട് 1-2 തവണ, രണ്ടിടത്തെയും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി. ഭഗവാൻ പോയില്ല. മധുരയിലും ദ്വാരകയിൽ വന്ന ഭഗവാൻ ഒരിക്കൽ പോലും തിരിച്ച് മധുരയിൽ പോയില്ല, ഒരിക്കൽ പോലും. ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നു. പണ്ടേ പറഞ്ഞതും പാളെ കടന്ന് ചെയ്തതൊന്നും പറഞ്ഞ് നടക്കരുത്. 5-ാമത്തെ വയസ്സിൽ എന്നിൽ അവൻ അടിച്ചു, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മറ്റവൻ എൻ്റെ പുറത്തിടിച്ചു, ഇതൊന്നും ഓർത്തിരിക്കരുത്. ലെറ്റ് ബൈഗോൺസ് ബി ബൈഗോൺസ്. പോയതൊക്കെ പോയി. നെവർ വറി അബൌട്ട് യുവർ പാസ്റ്റ്, നെവർ വറി അബൌട്ട് യുവർ ഫ്യൂച്ചർ, ലിവ് എവറി ഡേ. ഉമർ ഖയ്യാം റൂബാത്തി പറഞ്ഞ പോലെ ഡെഡ് യെസ്റ്റർഡേ അൺബോൺ ടുമോറോ വൈ ഫ്രെറ്റ് അബൌട്ട് ദം ഇഫ് ടുഡേ ഈസ് സ്വീറ്റ്. ഭഗവാൻ പഠിപ്പിക്കുകയാണ് ഭാഗവതത്തിൽ ഈ വലിയ പാഠം. ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. കടന്നുപോയതിനെ തിരിഞ്ഞു നോക്കരുത്, മുമ്പോട്ട് നോക്കി പ്രസൻറ്റിനെ കൺട്രോൾ ചെയ്ത് സന്തോഷം അനുഭവിച്ചോളാം. ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഭഗവാൻ വളരെ ശ്രദ്ധേയമായി 4 തവണ വിശ്വരൂപം കാണിക്കുകയാണ്. 4 തവണ. ചെറുപ്പത്തിൽ യശോദാമ്മ അടിക്കാൻ വടിയൊക്കെ എടുത്തപ്പോൾ ഭഗവാൻ വാതുറന്ന് കാണിച്ചു. യശോദാമ്മ വിശ്വരൂപം കണ്ടു, അമ്പരന്ന് പോയി. ഇത് കൊച്ചുകുട്ടി ഭഗവാന്റെ അവതാരമാണെന്ന് യശോദയ്ക്ക് മനസ്സിലായി. 2ാമത് വിശ്വരൂപം കാണിച്ചു. എവിടെയാണ്? ഹസ്തിനപുരത്തിൽ സന്ധി സംഭാഷണത്തിന് പോയി, യുദ്ധം ഒഴിവാക്കാനായിട്ട്. അവിടെ ചെന്നപ്പം ദുര്യോധനനും ശകുനിയും എല്ലാം കൂടെ ആലോചിച്ചു, ഇവൻ ഒരുത്തനാണ് ഈ കുഴപ്പം, ഇവൻ പാണ്ഡവന്മാരുടെ കൊടുക്കുന്നവൻ്റെ പാണ്ഡവന്മാരെ തോൽപ്പിക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണനെ അറസ്റ്റ് ചെയ്താലോ? അറസ്റ്റ് ചെയ്യാൻ അവർ തീരുമാനിച്ചു. ദുര്യോധനനും ശകുനിയും കർണനെല്ലാം കൂടെ ഭഗവാനെ അറസ്റ്റ് ചെയ്യാൻ വന്നു. ഭഗവാൻ വിശ്വരൂപം കാണിച്ചു. ഭയപ്പെട്ടുപോയ ദുര്യോധനനും ശകുനിയും മലമൂത്ര വിസർജനങ്ങൾ നടത്തി ഭയപ്പെട്ടിട്ട്. 3ാമത് ഭഗവാൻ വിശ്വരൂപം കാണിച്ചു. ഭഗവത്ഗീതയുടെ 11-ാം അധ്യായത്തിൽ ഭഗവാനെ പറ്റി മനസ്സിലാക്കിയപ്പോൾ അർജുനൻ പറഞ്ഞു, എനിക്ക് ഭഗവാൻ എന്ന് കാണിച്ചു തരാമോ? ഭഗവാൻ പറഞ്ഞു, അർജുന, നീ വലിയ പിള്ളേർ വീരനൊക്കെയാണ്, പക്ഷെ നിനക്ക് വിശ്വരൂപം കാണാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് എനിക്ക് സംശയം. അതുകൊണ്ട് 8, 9, 10, 3 അധ്യായങ്ങളിൽ ഭഗവാൻ അർജുനനെ ശക്തിപ്പെടുത്തി. എന്നിട്ട് 11-ാം അധ്യായത്തിൽ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുത്തു. ലോകത്തിൽ ആദ്യത്തെ ആറ്റമം പൊട്ടുകയാണ്, K-25 പൊട്ടുകയാണ് മെക്സിക്കോയിൽ. അതുണ്ടാക്കിയ ശാസ്ത്രജ്ഞന്മാർ ഓപ്പൺഹൈമറും ലിസിമിനറും ഒക്കെ
8 കിലോമീറ്റർ അപ്പുറത്തൊരു സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ ഒരു വലിയ ഗോപുരത്തിൻ്റെ മുകളിൽ ഇരുന്നത് കാണുകയാണ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച്. ആറ്റം ബോംബ് കൊണ്ട് പൊട്ടി. ഓപ്പൻഹൈമർ പഠിച്ച് ജർമ്മൻ ഭാഷയിലോ ഇംഗ്ലീഷ് ഭാഷയിലോ ലാറ്റിൻ ഭാഷയിലോ ഇതിനെ വർണ്ണിക്കാൻ യാതൊരു വാക്കുമില്ല. പക്ഷെ ഓപ്പൻഹൈമർ ജർമ്മൻ യൂണിവേഴ്സിറ്റിയിൽ സംസ്കൃതം പഠിക്കുന്ന ഇൻഡോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി സംസ്കൃതം പഠിച്ചിട്ടുണ്ട്. അവിടെ അദ്ദേഹം ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്പൻഹൈമർ പെട്ടെന്ന് പറഞ്ഞു, കോടി കോടി സൂര്യപ്രഭ എന്ന് തുടങ്ങുന്ന ശ്ലോകം കൊണ്ട് ചൊല്ലുകയാണ്. ലോകത്തിൽ ഒരു ഭാഷയിലും ആറ്റം പൊട്ടിയതിനെ വർണ്ണിക്കാൻ പറ്റില്ല. ഭഗവത്ഗീതയിലെ ഭഗവാന്റെ വിശ്വരൂപം എടുത്തിട്ടാണ് പ്രയോഗിക്കുന്നത്. 4ാമത് ഭഗവാൻ വീണ്ടും വിശ്വരൂപം കാണിച്ചു. എപ്പോഴാണ്? ഭീഷ്മാചാര്യർ ശരശയിൽ കിടക്കുകയാണ്. ഭീഷ്മാചാര്യർക്ക് ഉത്തരായന കാലത്തെ മരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ദുര്യോധനൻ ദക്ഷിണായന കാലത്ത് യുദ്ധം നടത്തിയത്. ഭഗവാനും ഭീഷ്മരെ വീഴിച്ചു. അപ്പോൾ ഇതേ ഉത്തരായനം കാത്ത് കിടക്കുകയാണ്. എപ്പോഴാണ് ഉത്തരായനം? തെക്കോട്ട് പോകുന്ന സൂര്യഭഗവാൻ വിഷുവിൻ്റെ അന്ന് രാവിലെ വടക്കോട്ട് തിരി. വിഷുവിൻ്റെ അന്ന് രാവിലെ ഭീഷ്മാചാര്യർ മരിക്കുമെന്നറിയാം. ഭഗവാൻ നേരെ ശരശയിൽ വന്നു. ഭഗവാനെ കണ്ടുടനെ ഭീഷ്മർ തുടങ്ങി, എൻ്റെ കൃഷ്ണ, നീ വിഷ്ണു ഭഗവാനാണെന്ന് എനിക്ക് പണ്ടേ അറിയാവുന്ന കൃഷ്ണ എന്ന് പറഞ്ഞ് വിഷ്ണു ഭഗവാന്റെ 1000 പേരുകൾ, വിഷ്ണു സഹസ്രനാമം. എല്ലാ ഭാഗവത സപ്താഹത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ലെക്ചറിലൊന്നാണ് വിഷ്ണു സഹസ്രനാമം. ഭഗവാൻ ആരാണെന്ന് 1000 പേരുകളോട് പറഞ്ഞ് മനസ്സിലാക്കാണ്. അങ്ങനെ 4 വിശ്വരൂപം കാണിച്ച ഭഗവാൻ. പക്ഷേ ഓരോ വിശ്വരൂപത്തിലും ഭഗവാൻ കാണിക്കുന്നത് ഓരോ ഫോമാണ്. യശോദയെ കാണിച്ചെന്താണ്? സസ്യശ്യാവണമായ പ്രകൃതി, ഒഴുകുന്ന നദികൾ, അതിൻ്റെ തീരങ്ങളിൽ നിൽക്കുന്ന കലമാൻ, സുന്ദരമായ പക്ഷികൾ പറക്കുന്നു, ഇതൊക്കെയാണ് കണ്ടത്. കാര്യം ഒരു പാവം സ്ത്രീയാണ്. ആ സ്ത്രീക്ക് വിശ്വരൂപം കണ്ട ആ സ്ത്രീക്ക് താങ്ങാൻ പറ്റുമോ? അപ്പോൾ ഒരു സ്ത്രീക്ക് മനോഹരമായി തോന്നുന്ന കാര്യങ്ങളാണ് ഭഗവാൻ വായി കാണിച്ചു കൊടുത്തത്. ദുര്യോധനെ കാണിച്ചപ്പോഴോ ദ്രംഷ്ടങ്ങളുള്ള 1000കണക്കിന് മൃഗങ്ങളും കുന്തങ്ങളും എല്ലാം കാണിച്ചു. ദുര്യോധനം പേടിച്ച് മലമുദ്രസരം ചെയ്തു. ഭഗവത്ഗീതയിൽ വിഷ്ണു ഭഗവാന്റെ മാഗ്നിഫിഷൻ വിഷ്ണു ഭഗവാനെ കാണിക്കണം. ഭഗവാൻ വിശ്വരൂപം കാണിച്ചു. എന്തുപറ്റി? കോടി കോടി സൂര്യങ്ങളും പ്ലാനറ്റ്സും ലോകത്തിൻ്റെ കോസ്മോസിൻ്റെ ബ്യൂട്ടി കാണിച്ച് അത്ഭുതപ്പെടുത്തി. അർജുനൻ വർണ്ണിച്ചിട്ട് പറഞ്ഞു, കോടി കോടി സൂര്യപ്രഭാതം തുടങ്ങാൻ വർണ്ണിക്കുകയാണ്. ഭീഷ്മരോ മരിക്കാൻ പോവാണ്. ഏതാനും മിനിറ്റിനകം മരിക്കാൻ പോവാണ്. ആ മനുഷ്യനോട് ജീവിതത്തിൻ്റെ പൂർണ്ണത എന്താണെന്ന് കാണിക്കാനുള്ള വിശ്വരൂപമാണ് ഭഗവാൻ കാണിച്ചു കൊടുത്തത്. 4 വിശ്വരൂപം കാണിച്ചു. 4 ഫോമിലാണ് കാണിക്കുന്നത്. ഒരേ രീതിയിലല്ല കാണിക്കുന്നത്. ഈശ്വരനെ ഒരു മനുഷ്യൻ കാണുന്നവരല്ല വേറൊരു മനുഷ്യൻ കാണുന്നത്. കോളേജിലെ പ്രൊഫസർ ദൈവത്തെ കാണുന്ന ഒരു വഴിക്കാണ്. നിരക്ഷരനായ ഒരു കർഷകൻ ദൈവത്തെ കാണുന്ന വേറൊരു വഴിക്കാണ്. സുന്ദരിയായ ഒരു സ്ത്രീ ഈശ്വരനെ കാണുന്നത് വേറൊരു രൂപത്തിലാണ്. ഒരു ഡോക്ടർ ഈശ്വരനെ കാണുന്നത് മറ്റൊരു രൂപത്തിലാണ്. അപ്പോൾ വിശ്വരൂപങ്ങൾ മാറ്റി കാണിക്കുന്നു ഭഗവാൻ. അവിടെ ഈശ്വരൻ ആരാണെന്ന് മനുഷ്യനെ കാണിച്ചു തരുന്നു ഭഗവാൻ കൃഷ്ണൻ. ഭഗവാൻ കൃഷ്ണ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമാണ് ഗോവർദ്ധനത്തെ ഉയർത്തിയത്. പണ്ടൊക്കെ ഭഗവാൻ ഇങ്ങനെ കൈ പൊക്കുന്നവരാണ് കാണിക്കുന്നത്. അടുത്ത കാലത്താണ് ക്ഷേത്രത്തിൽ ചെന്നപ്പം ചൂണ്ടൂരലിൻ്റെ മുകളിൽ ഇങ്ങനെ ഗോവർദ്ധനം പൊക്കി വെച്ചിരിക്കുന്നു കലാകാരൻ്റെ ദൃഷ്ടിയിൽ. ഞാൻ ഈ ഗോവർദ്ധനം കാണാൻ പോയി. ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട പുണ്യഭൂമികളെല്ലാം ഞാൻ പോയി കാണും. അക്കൂടെ ഞാൻ ഗോവർദ്ധനത്തിൽ പോയി. ഗോവർദ്ധനം 8 കിലോമീറ്റർ നീളം, 4 കിലോമീറ്റർ നീളം വീതിയുള്ളൊരു മലയാണ്. 32 ചതുരശ്ര കിലോമീറ്ററാണ് ഗോവർദ്ധനത്തിൻ്റെ ടോട്ടൽ. അതിൻ്റെ മധ്യം എത്തുമ്പോഴേക്കും 1300 അടി പൊക്കമുണ്ട് ഗോവർദ്ധനത്തിന്. അപ്പോൾ ഗോവർദ്ധനത്തിനെ പൊക്കി എന്ന് പറഞ്ഞാൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ഗോവർദ്ധനം. അതാണ് ഭഗവാൻ ചെയ്യുന്നത്, എക്കണോമിക്കലി ഡെവലപ്പ് ചെയ്യാൻ. ഭഗവാനും ഗോപാലന്മാരുടെ പശുക്കളെ വെച്ചുകൊണ്ട് വന്നു. അവിടെ വരൾച്ചയാണ്, വെള്ളമില്ല, പുല്ലില്ല മൃഗങ്ങൾക്ക് തിന്നാൻ. മഴ പെയ്ക്കണം. ഭഗവാൻ ആലോചിച്ചു, മഴ പെയ്ക്കാൻ 2 മെത്തേഡുണ്ട്. ഒരു മെത്തേഡ് പണ്ട് വൈശാലി എന്ന സിനിമയിൽ നിങ്ങൾ കാണുന്ന പരിവാണ്. ലോകപാതൻ്റെ അംഗരാജ്യത്തിൽ മഴ പെയ്തില്ല. അദ്ദേഹം ഋഷസിക്ക് മുനിയെ കൊണ്ടുവന്നു. സ്ത്രീ എന്താണെന്നറിയാത്ത മുനിയെ കൊണ്ടുവന്നു. യാഗം ചെയ്തു. 42 ദിവസം യാഗം ചെയ്തു. ലക്ഷക്കണക്കിന് രൂപ മുടക്കി. അവസാനം മഴ പെയ്ത് പകരം തൻ്റെ വളർത്തു മകളായ ശാന്ത എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ മൂത്ത സഹോദരിയാണ്. ദശരഥൻ കല്യാണം കഴിച്ച ഒരു മോളുണ്ടായി. ഇയാൾ ദത്ത് കയറിയവനല്ലേ, ആ മോളെ കിട്ടുന്ന രാജ്യം കൊടുക്കണ്ടേ? ഇയാൾ മെയിൽ ഷോവിനിസ്റ്റ്. അയാൾ എന്തെന്നറിയാമോ? ഈ മോളെ ലോകവാദം ദത്ത് കൊടുത്തു. പിന്നെ 18 കൊല്ലം ദശരഥന് മക്കളുണ്ടായില്ല. ദശരഥന് 3 ഭാര്യമാരുണ്ട്, കൗസല്യ, കൈകേയി, സുമിത്ര. കൂടാതെ 50 ഭാര്യമാർ വേറെ ഉണ്ട്. ദശരഥന് 53 ഭാര്യമാരാണ്. 3 ഭാര്യ, 50 വെപ്പാട്ടി. ഒരു മോനും ഉണ്ടായില്ല. അവസാനം മഴ പെയ്ച്ച് വിവരം അറിഞ്ഞു. ഋഷശിക്ക് മുനിക്ക് ശാന്തയെ കൊടുത്ത് വിവരം അറിഞ്ഞു.
തൻ്റെ മരുമകനായ ഋഷ്യസിംഗിനെ കൊണ്ടുവന്ന് പുത്രകാമേഷ നടത്തി. ആ പായസം കുടിച്ചപ്പോഴാണ് ശ്രീരാമനും ഭരതനും ലക്ഷ്മണനും ഒക്കെ ഭരിക്കുന്നത്. അതുകൊണ്ടാണ് ദശരഥൻ ശ്രീരാമൻ ജനിച്ചപ്പോഴേക്കും 41 വയസ്സായി. 18 ശ്രീരാമനെ യുവരാജ വാഴിക്കുമ്പോൾ ഇയാൾക്ക് 60 വയസ്സായി ദശരഥന്. അതൊരു മെത്തേഡാണ്. നിങ്ങൾ വൈശാലികൾ സിനിമയെ കണ്ടിട്ടുള്ള മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്താണ്? ഭഗവാൻ കൃഷ്ണൻ രണ്ടാമത്തെ മെത്തേഡ് പ്രയോഗിച്ചു. ഇനി ഒരുത്തനും ദേവേന്ദ്രനെ പൂജിച്ച് പോയേക്കരുത്. നമ്മുടെയൊക്കെ അപ്പന്മാരുടെ പ്രതിമ ഉണ്ടാക്കി നമ്മൾ പൂജിക്കും. ദേവേന്ദ്രന് ദേഷ്യം വന്നു. ആഹാ, എന്നാൽ കാണിച്ചു തരാം. ഉഗ്രനൊരു മഴ അങ്ങ് വേവിച്ച്. ഒന്ന് പോസിറ്റീവ് മെതറാണ്, മറ്റേ നെഗറ്റീവ് മെതറാണ്. എവിടെയാണ് ഈ പോസിറ്റീവ് മെതർ പ്രയോഗിക്കേണ്ടത്, എവിടെയാണ് നെഗറ്റീവ് മെതർ പ്രയോഗിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പോലീസ് സ്റ്റേഷനിലെ പ്രിൻസിപ്പളായിരുന്നു. ഒരു പോലീസുകാരെ മഹാശല്യം അവിടെ കിടന്നു. അവൻ പല വേലകളെ കാണിക്കുക. ഞാൻ അവനെ ട്രാൻസ്ഫർ കൊണ്ടത് 2 തവണ DGPക്ക് എഴുത്തയച്ചു. 2 തവണ DGP സമ്മതിച്ചില്ല. ഞാൻ 1 മാസം കഴിഞ്ഞ പ്രപ്പോസൽ അയച്ചു. പോലീസ് സ്റ്റേഷനുകൾ നടക്കണമെങ്കിൽ ഈ പോലീസുകാരനില്ലാതെ നിവൃത്തിയില്ല. ഒരു കാരണവശാലും റിട്ടയർമെൻറ്റ് വരെ ഈ പോലീസുകാരനെ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. DGP അങ്ങനെ എടുത്തോ, എന്നാൽ അവനെ ഇപ്പോൾ കാണിച്ചുതരാം. ഓട്ടോ ട്രാൻസ്ഫർ അവനെ എടുത്ത് തൃശ്ശൂർക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ആദ്യം ഋഷിച്ചെങ്കിനോട് യാഗം പോലെ 2 തവണ ഈ ശല്യക്കാരനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ DGP സമ്മതിച്ചില്ല. ഞാൻ ഭാഗവതം വായിച്ചിട്ടുള്ള ആളാണ്. ഞാൻ ശ്രീകൃഷ്ണൻ്റെ മെത്തേഡ് എടുത്ത് പ്രയോഗിച്ചു. ഇവനെ ഒരു കാരണവശാലും ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല, ഇവനില്ലാതെ പോലീസ് സ്റ്റേഷനിൽ ഓടത്തില്ല എന്ന് പറഞ്ഞു. DGP അങ്ങനെ എടുത്തോ, എന്നാൽ ഇപ്പോൾ കാണിച്ചുതരാം ഓറ്റ ട്രാൻസ്ഫർ. അപ്പോൾ ഏത് മെത്തേഡ്, ശ്രീകൃഷ്ണ മെത്തേഡ് ഉപയോഗിക്കണോ ഋഷിസിംഗിൻ്റെ മെത്തേഡ് ഉപയോഗിക്കണോ നമ്മൾ തീരുമാനിച്ചണം. ചിലത് പോസിറ്റീവായിട്ട് ചെയ്യണം, നെഗറ്റീവായി ചെയ്യണം. അപ്പോൾ എന്താണ് ഈ ഗോവർദ്ധന ഉദാഹരണം? ഈ മഴ പെയ്തപ്പോൾ ആ വെള്ളം ശേഖരിക്കാൻ വേണ്ടി ഭഗവാൻ 64 കുളങ്ങൾ കുഴിച്ചു. ഈ മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം 64 കുളങ്ങൾ ശേഖരിച്ചു. ആ കുളത്തിൽ നിന്ന് അദ്ദേഹം ചാല് വെട്ടി. 64 ചതുരശ്ര കിലോമീറ്റർ ഏറിയയിൽ വെള്ളം ജലത്തെ കൊണ്ട് ചാല് വെട്ടി. അപ്പോൾ ദേവേന്ദ്രൻ ഇങ്ങനെ മഴ പെയ്ച്ചപ്പോൾ ആ വെള്ളം ഈ 64 കുളങ്ങൾ ശേഖരിച്ചിട്ട് ചാല് വഴി ഈ വെള്ളം 64 സ്ക്വയർ കിലോമീറ്റർ എത്തി. അങ്ങനെ ഗോവർദ്ധന മലയവന് ചുറ്റും സസ്യശ്യാമളമാണ്. ഞാൻ ആ ഗോവർദ്ധനത്തിൽ പോയി ചുറ്റും ഈ ഭഗവാൻ ഉണ്ടാക്കിയ ചാലുകളും കുളങ്ങളും ഒക്കെ പഠിച്ചപ്പോഴാണ് എന്തൊരു വലിയ എക്കണോമിക് ഡെവലപ്മെൻ്റ് അറിയാം. ഭഗവാൻ ആ ഗോവർദ്ധനത്തെ എക്കണോമിക്കലി ഡെവലപ്പ് ചെയ്തു. അതാണ് ഗോവർദ്ധന തോരണം. കവികൾ ചിത്രകാരന്മാർ വരയ്ക്കുന്ന വെള്ളത്തിൻ്റെ അടുത്ത് പൊക്കെ എന്നൊക്കെ കാണാൻ നല്ല രസമുള്ള ചിത്രമാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ഈ ഗോവർദ്ധനം? ഞാൻ ഈ ഗോവർദ്ധനത്തിന് മേളിൽ ചെന്ന് കയറി. അവിടെ ചെന്ന് സ്വർണം പൂശിയൊരു ക്ഷേത്രം. ഒരു 100 മീറ്റർ താഴെ വന്നപ്പോൾ വെള്ളി പൂശിയൊരു ക്ഷേത്രം. പിന്നെ ഒരു 100 മീറ്റർ താഴെ വന്നപ്പോൾ ചെമ്പ് പൂശിയൊരു ക്ഷേത്രം. പിന്നെ കുറച്ച് വന്നപ്പോൾ ഒരു ഇരുമ്പ് പൂശിയ ക്ഷേത്രം. 7ാമത് വന്ന ക്ഷേത്രം തടി കൊണ്ടൊരു ക്ഷേത്രം. ഏറ്റവും തറയിൽ കളിമണ്ണ് കൊണ്ടൊരു ക്ഷേത്രം. ഞാൻ വിചാരിച്ചു ഇതെന്തൊരു കളി. ഞാൻ എൻ്റെ കൂടെയുള്ള പോലീസുകാരോട് പറഞ്ഞു, ഇവിടുത്തെ പൂജാരി ഒന്ന് വിളിക്കാൻ പറഞ്ഞു. പൂജാരി വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ 8 ക്ഷേത്രങ്ങൾ കണ്ടു, എന്താ ഇതിൻ്റെ അർത്ഥം? ആ പൂജാരി പറഞ്ഞു, സാറ് മലയുടെ മുകളിൽ കയറിയില്ലേ, കണ്ട ആ സ്വർണ്ണ ക്ഷേത്രം. സാറ് ഇപ്പോൾ IPS IG അല്ലേ, IG-യുടെ അധികാരത്തിൽ സാർ ഇരിക്കുന്നതാണ് ഈ സ്വർണം പൂശിയ ക്ഷേത്രം. കുറച്ച് കഴിഞ്ഞ് ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരു ഫയലും വരാത്ത ഒരു സ്ഥലത്തോട്ട് സാറിനെ പോസ്റ്റ് ചെയ്യും. അതാണ് വെള്ളി പൂശിയ ക്ഷേത്രം. കുറച്ച് കഴിഞ്ഞ് സാറിന് ശരീരത്തിന് അസുഖം വന്ന് 41 ദിവസം അവധി എടുക്കാൻ പോകും. അവിടാണ് ഈ ചെമ്പ് പൂശിയ ക്ഷേത്രം. അവസാനം സാർ റിട്ടയർ ചെയ്ത് വീട്ടിൽ ഇരിപ്പാവും. അതാണ് തടി കൊണ്ടുള്ള ക്ഷേത്രം. പിന്നെ സാറ് ചത്ത് കഴിയുമ്പോണ്ടല്ലോ സാറേ, സാറിൻ്റെ ശരീരം വെറും മണ്ണ്, അതങ്ങോട്ട് ഭസ്മമാക്കി ഭൂമിക്കകത്തും കയറി അവിടെ അങ്ങ് ലയിഞ്ഞ് ചേരും. അതാണ് ഈ കളിമണ്ണ് കൊണ്ടുള്ള ക്ഷേത്രം. അപ്പം എനിക്ക് തലയ്ക്ക് പൂരം വന്നു. ഞാൻ വീണ്ടും മല കയറി. കാര്യം ആദ്യം കണ്ടിറങ്ങി പിന്നെ അർത്ഥം മനസ്സിലായില്ലായിരുന്നു. ഞാൻ മേളിൽ ചെന്ന് ഓരോ ക്ഷേത്രത്തിലും കൊത്തിവെച്ചിരിക്കുന്ന ഭാഗവതത്തിലെയും പുരാണങ്ങളിലെയും ഉപനിഷത്തുകളിലെയും വാചകങ്ങൾ വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഒരു 4 മണിക്കൂർ എടുത്തിട്ട് ഞാൻ സ്വർണം പൂശിയ ക്ഷേത്രം തൊട്ട് കളിമൺ പൂശിയ ക്ഷേത്രം വരെ താഴെ വന്നു. അപ്പോഴാണ് ഭാഗവതം എന്താണ് അർത്ഥമാക്കിയിരിക്കുന്നത്, ഭഗവാൻ എന്താണ് ഗോവർദ്ധന ഉദ്ധരത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായ അപ്പോഴാണ്. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അവസരം കിട്ടിയാൽ ഗോവർദ്ധനം പോയി കാണണം. ഈ 8 ക്ഷേത്രങ്ങൾ കാണണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അർത്ഥം മനസ്സിലാവും. അപ്പോൾ അതാണ് ഗോവർദ്ധന ഉദാഹരണം. നമുക്ക് ഓരോരുത്തർക്കും ഒരാളച്ഛൻ വലിയ കോടീശ്വരനായിരിക്കും, വേറൊരച്ഛൻ ചായക്കട നടന്ന ആളായിരിക്കും. ഒരാളച്ഛൻ 1000 ഏക്കർ വസ്തുള്ളവനായിരിക്കും, വേറൊരാളച്ഛൻ 10 സെൻറ്റ് വസ്തുള്ളവനായിരിക്കും. ഭഗവാൻ കൃഷ്ണൻ ഗോവർദ്ധനത്തിൽ വന്ന പോലെ വെള്ളവും ഇല്ല പുല്ലും ഇല്ലാത്ത സ്ഥലത്ത് പശുവിനെ കൊണ്ട് വന്ന. പക്ഷെ നമ്മൾ എങ്ങനെ ജനിച്ചു, എവിടെ ജനിച്ചു എന്നുള്ളതല്ല, നമ്മൾ ജനിച്ചു വളർന്ന ഭൂമി എങ്ങനെ മാറ്റണം. ഇതാണ് ഭഗവാൻ ഗോവർദ്ധനത്തെ കാണിക്കുന്നത്. നെവർ ബിവെയിൽ അബൌട്ട് യുവർ ഫാമിലി സിറ്റുവേഷൻ, മേക്ക് ഇറ്റ് ഗോൾഡൻ. നിങ്ങൾക്കിങ്ങനെ സ്വർണ്ണമയാക്കാൻ പറ്റും. ഗോവർദ്ധന ഉദ്ധാരം. ഭഗവാൻ കൃഷ്ണൻ വളരെ ഭംഗിയായി ചെയ്യുന്നൊരു കാര്യമാണ്. അത് കാളിയനെ പരാജയപ്പെടുത്തിയതാണ്. കാളിയനെ
ഭഗവാൻ കൃഷ്ണന്റെ കാലത്ത് കാളന്തി നദി വിഷലിപ്തമായി. പശുക്കൾ ഈ വെള്ളം കുടിച്ച് ചത്തു. ഭഗവാൻ കൃഷ്ണൻ ആൽമരത്തിൻ്റെ മേളിൽ കയറി ഈ കാളിയൻ്റെ തലയിലോട്ട് ചാവട്ടി കാളിയനിങ്ങനെ മെതിക്കുക. കാളിയൻ 2 ഭാര്യമാരുണ്ടായിരുന്നു, 2 പേർ ഓടി വന്നു. ഭർത്താവിനെ കൊല്ലല്ലേ ഭഗവാൻ എന്ന്. കാളിയന് 4 ആൺമക്കളുണ്ടായിരുന്നു. 4 പേർ ഓടി ഭഗവാന്റെ അടുത്ത് വന്നു. ഭഗവാനെ കൊല്ലല്ലേ, അച്ഛനെ കൊല്ലല്ലേ. ഭഗവാൻ പറഞ്ഞാൽ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷേ ഈ വെള്ളം ഇനി വിഷമാക്കാൻ പറ്റിയല്ല. നീ കടൽ കടന്ന് 4000 യോജന പോകണം. അവിടെ രമണക ദ്വീപ് എന്നൊരു ദ്വീപുണ്ട്, അവിടെ പോയി താമസിച്ചോളാൻ പറ്റും. അങ്ങനെ കാളിയൻ ഭാര്യയും മക്കളെയും കൂട്ടി 4000 കിലോമീറ്റർ യാത്ര ചെയ്ത് രമണക ദ്വീപിൽ പോയി താമസിച്ചു. ഇതാണ് ഭാഗവതം പറയുന്നത്. നമ്മൾ കടലിറങ്ങി 4000 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ പസഫിക് സമുദ്രം ഫിജി ദ്വീപിലെത്തും. ഹിന്ദുമതത്തിന് ഭൂരിപക്ഷമുള്ള രാജ്യമാണ്. ഇവിടുത്തെ പ്രധാനമന്ത്രി മുഖർജി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പട്ടാള വിപ്ലവം വഴി അവിടുത്തുകാരെ രാജ്യം പിടിച്ചിരിക്കുക. അവിടുത്തെ ഒരു ദ്വീപിൻ്റെ പേര് രമണക ദ്വീപ് എന്നാണ്. അവിടെ താമസിക്കുന്ന മനുഷ്യർ പറയുന്നത് ഞങ്ങൾ കാളിയന്മാരാണ്. ഞങ്ങളുടെ മുതുമുത്തച്ഛനെ ഭഗവാൻ കൃഷ്ണൻ യമുനാനദിയിൽ നിന്ന് ഓടിച്ചാണ് എന്നവർ പറയുന്നു. നമ്മൾ ഭാഗവതം വായിക്കുന്നു, കാളിനദിയിൽ നിന്ന് കാളിയനെ 4000 യോജനയ്ക്കപ്പുറത്ത് രമണക ദ്വീപിൽ അയച്ചു എന്ന് ഭാഗവതം. നമ്മൾ 4000 കിലോമീറ്റർ യാത്ര ചെയ്ത് ഫിജി ചെല്ലുമ്പം രമണക ദ്വീപ് എന്നൊരു ദ്വീപ്, അവിടെ ജീവിക്കുന്ന ജീവികൾ അവർ പറയുന്നവർ കാളിയന്മാരാണെന്ന് ഭഗവാൻ കൃഷ്ണൻ യമുനാനദിയിൽ നിന്ന് ഓടിച്ചാണെന്ന്. അത്ഭുതപ്പെട്ടതല്ലേ നമ്മൾ. അപ്പോൾ ഒരു നദിയും നശിപ്പിക്കാൻ പാടില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്ന സ്ഥലം അയൽവക്കക്കാർക്ക് ദോഷം ഉണ്ടാക്കുന്ന രീതി നമ്മൾ ജീവിക്കാൻ പാടില്ല. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന വേസ്റ്റ് മതിലിനുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിലോട്ട് തട്ടാൻ പാടില്ല. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് വാട്ടാൻ മറ്റുള്ളവരിന് ശല്യം ഉണ്ടാകാൻ വേണ്ടി ഓടേക്കാലത്തോട് ഒഴുക്കിക്കളയരുത്. കാളിയന്മാരെ അമർച്ച ചെയ്തിരിക്കണം. ഭാഗവതത്തിൽ കാളിയനെ അമർച്ച ചെയ്യുന്ന ഭാഗം വായിച്ചിട്ട് നമ്മൾ നാരായണീയത്തിൽ വരുമ്പം അമ്പരം പോവുകയാണ്. 11,000 ശ്ലോകങ്ങളുള്ള ഭാഗവതത്തെ 1000 ശ്ലോകങ്ങളിലായിട്ട് ഓരോ അവതാരവും 100 ശ്ലോകങ്ങളിലായിട്ടാണ് മേൽപ്പുത്തൂർ നാരായണ ഭട്ടതിരി വർണ്ണിച്ചിരിക്കുന്നത്. ഗംഭീര വർണ്ണന കേട്ടോ. ഞാൻ സംസ്കൃതമൊന്നും പഠിച്ചിട്ടില്ല. ഈ കാളിയനെ ചവിട്ടി മതിക്കുന്ന ഭാഗം തന്നെ എൻ്റെ ഓർമ്മയെന്ന് അതദിക്ഷു വിദക്ഷു പദക്ഷുപിത പ്രഭിതോദര വാരി നിദാന്തഭരേ ദുരകാധിപതി കതുവാർത്ത മശാന്ത രുഷാന്തമാനം. അത് ചൊല്ലേണ്ട രീതി ചൊല്ലിയുണ്ടല്ലോ. ആ ചവിട്ടും കാളിയനെ ചവിട്ടുകയും മതിക്കഴിഞ്ഞാൽ അതേ ശബ്ദത്തിലാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. ശബ്ദം കൊണ്ട് തന്നെ നാരായണ ഭട്ടതിരി ആ യുദ്ധത്തെ വർണ്ണിച്ചിരിക്കുകയാണ്. ഗംഭീരമാണ്. അപ്പോൾ നമ്മൾ വേസ്റ്റ് ഉണ്ടാക്കി അയലോകത്തുകാരെ നാടിനെ നശിപ്പിക്കരുത്. നമ്മൾ വേസ്റ്റ് കാറിക്കൊണ്ടുപോയി ഒറ്റയേറെ നദിയിലോട്ട് ഒഴുകി നദി മുഴുവൻ നശിക്കുകയാണ്. ഇത് തടയാൻ ഭഗവാൻ കൃഷ്ണനെ പോലെ നിങ്ങൾക്കും എനിക്കും റോളുണ്ടെന്ന് ഭഗവാൻ കൃത്യമായി പഠിപ്പിക്കുകയാണ്. പൂർവ്വ വിദ്യാർത്ഥികൾ തമ്മിൽ കണ്ടാൽ എന്ത് ചെയ്യണം? അവിടെയാണ് കൃഷ്ണൻ്റെയും കുചേലൻ്റെയും കഥ. ശ്രീകൃഷ്ണനെ പഠിക്കാൻ പറ്റും. എവിടെയാണ്? സാന്ദീപനമഹർഷിയുടെ ആശ്രമത്തിൽ. ഉജ്ജയിനിയിലെ കാളി ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ ദൂരെയാണ് ഈ സാന്ദീപനുടെ ആശ്രമം. ഞാൻ ഉജ്ജയിനിയിലെ പ്രസിദ്ധമായ പോലീസ് അക്കാഡമി പ്രസംഗിക്കാൻ പോയി. പ്രസംഗിച്ച് കഴിഞ്ഞ് അന്ന് അവിടുത്തെ DGP ചോദിച്ചു, അലക്സാണ്ടർക്ക് എവിടെയെങ്കിലും കാണണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ 2 സ്ഥലം കാണണം. ഉജ്ജയിനിയിലെ കാളിദാസൻ അറിവ് കൊടുത്ത ക്ഷേത്രം, കാളി ക്ഷേത്രം എനിക്കത് കാണണം. പിന്നെ സാന്ദീപനുടെ ആശ്രമം എന്നെ കാണിക്കണമെന്ന് പറഞ്ഞു. DGP എന്നെ കൊണ്ടുപോയി അവിടെ. സാന്ദീപനുടെ ആശ്രമം, ഭഗവാൻ കൃഷ്ണൻ പഠിച്ച ആശ്രമം ഇപ്പോഴും അതുപോലുണ്ട്. 16,000 കൊല്ലമായി ആശ്രമം അനുക്രമമായി അവിടെ നിന്നിരിക്കുകയാണ്. ഒരു ബ്രേക്ക് ഉണ്ടായിട്ടില്ല. അവിടെ പഠിക്കാൻ വേണ്ടി 650 കിലോമീറ്റർ വടക്കുന്ന മധുരയിൽ നിന്ന് ഭഗവാൻ കൃഷ്ണൻ എത്തി. കുചേലൻ ഗുജറാത്തിൽ മഹാത്മാഗാന്ധി ജനിച്ച പോർബന്തറിൽ ഇന്ന് ഒരു 1.5 കിലോമീറ്റർ വടക്കാണ് ഈ കുചേലൻ്റെ സ്ഥലം. ഞാൻ മഹാത്മാഗാന്ധിയുടെ വീട് കാണാൻ പോയ ശേഷം ഈ കുചേലൻ്റെ വീട് കാണാൻ പോയി. ഭഗവാൻ കൃഷ്ണൻ കുചേലൻ ഉണ്ടാക്കിക്കൊടുത്ത ആ മാളികയും ആ വയലും ആ കിണറും ഒക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. സുന്ദരമായിട്ട് ഓടിയിട്ടുണ്ട്. ഇപ്പോഴും കുചേലൻ്റെ അവിടെ ഉണ്ട്. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ സന്ദീപന ആശ്രമത്തിൽ പഠിച്ചിട്ട് ഭഗവാൻ കൃഷ്ണൻ ദ്വാരകയിൽ ചേട്ടൻ്റെ കൂടെ വന്നു. അപ്പോഴാണ് ഈ കുചേലന് ഭഗവാനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായി. അങ്ങനെ പോർബന്തറിൽ നിന്ന് കുചേലൻ 110 കിലോമീറ്റർ യാത്ര ചെയ്ത് എത്തിയപ്പോൾ ഭഗവാൻ കുചേലനെ എങ്ങനെ സ്വീകരിച്ചു ഭാഗവതം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗമാണ് കുചേലവൃത്ത മഞ്ചിപ്പാട്ടിൽ രാമൂർത്ത് വാര്യർ ഭംഗിയായിട്ട് വിവരിച്ചിരിക്കുന്നത്. പള്ളി മഞ്ചത്തിന്ന് വെക്ക മുത്താനം ചെയ്തിരു പക്ക മുള്ള പാരിജനത്തോടു കൂടി മുകുന്ദൻ. താഴെ വന്ന് കുചേലനെ സ്വീകരിച്ച് 1ാം ഭാര്യ രുക്മിണിയോട് പറഞ്ഞു അയാളുടെ കാല് കഴുകി വൃത്തിയാക്കാൻ പറഞ്ഞു. കുചേലൻ്റെ കാല് രുക്മിണി കഴുകി കൊണ്ടുവന്ന് ഇരുത്തി
90 ദിവസം കൂടെ താമസിപ്പിച്ച് ആ സമയം കൊണ്ടാണ് ഞാൻ കണ്ട ആ കെട്ടിടവും ആ വയലും കൃഷിഭൂമിയൊക്കെ ഭഗവാൻ ഉണ്ടാക്കി കൊടുത്തത്. പഠിക്കുന്ന കാലത്ത് നമ്മൾ പലരും വലിയ കൂട്ടുകാരായിരിക്കും. കുറച്ചും സിറ്റുവേഷൻ അങ്ങ് മാറും. നമ്മൾ മാറാൻ പാടില്ല. ഞാൻ IPSC കിട്ടി പോലീസ് സ്റ്റേഷൻ കോളേജ് പ്രിൻസിപ്പലായിട്ട് അങ്ങോട്ട് ചെന്നു. ഒരു ക്ലാസ് എടുക്കാൻ ചെന്നു. 2ാം നില സ്റ്റെപ്പ് കയറി ചെന്നപ്പോൾ ഉണ്ട് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച ദാമോദരൻ കോൺസ്റ്റബിളായിട്ട് അവിടെ നിൽക്കുന്നു. ഞാൻ കെട്ടിപ്പിടിച്ച്, ദാമോദരാ നീ കോൺസ്റ്റബിളായിട്ട് കയറിയോ? ഞാൻ അറിഞ്ഞില്ല, നീ മറ്റു പരീക്ഷയൊന്നും എഴുതിയില്ലെന്നൊക്കെ ചോദിച്ചു. സുഹൃബന്ധമൊക്കെ പുതുക്കി ഞാൻ ക്ലാസ്സിൽ ചെന്നു. അപ്പോഴെന്താണ്, ഞങ്ങൾ തമിഴത്ത് താമസിക്കുമ്പം എന്നെ 1 വയസ്സുള്ള 2 വയസ്സുള്ള ഇപ്പോൾ എടുത്തുകൊണ്ട് നടന്ന ബാബു അണ്ണൻ പോലീസിൽ കയറിയിരുന്നു. അതേപോലെ ASI ആയി, അയാൾ ഫ്രണ്ട് റോയിലിരിക്കുന്നു. ഞാൻ അവിടെ ചെന്ന്, ബാബു അണ്ണ സുഖമാണോ? ASI ആയല്ലേ, ഇനി എത്ര കൊല്ലം സർവീസ് ഉണ്ട്? 1 കൊല്ലം സർവീസുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് ക്ലാസ്സൊക്കെ എടുത്ത് തിരിച്ച് ഓഫീസിലെത്തി. IG എന്നെ വിളിച്ചു, എന്തുവാടെ നീ അവിടെ നാടകം കാണിക്കുന്നു, പോലീസുകാരെ കെട്ടിപ്പിടിക്കുന്നു, SI ചെന്ന്. ഞാൻ പറഞ്ഞു, പൊന്നു സാറേ എൻ്റെ കൂടെ പഠിച്ച ദാമോദരൻ അവൻ കോൺസ്റ്റബിളായിപ്പോയി, ഞാൻ IPS ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ അവനെ കണ്ട പഴയ സുഹൃത്തും കാണിക്കാതിരിക്കാൻ പറ്റുമോ? എന്നെ 1 വയസ്സുള്ള ഇപ്പോൾ എടുത്തുകൊണ്ടാണ് നാളാണ് ASI. ആ അമ്മാവനെ ഞാൻ കാണണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ വീട്ടിൽ നീ IPS യൂണിഫോം ഇട്ടോണ്ട് നീ നാടകം കളിക്കുന്ന IG ഭയങ്കര ദേഷ്യം. ഭഗവാൻ കൃഷ്ണൻ പഠിപ്പിക്കുന്നു, ഈ IG പറഞ്ഞതല്ല ശരി. പൂർവ്വ വിദ്യാർത്ഥികളെ കാണുമ്പോൾ ഒരാൾ വലിയവനാവും, ഒരാൾ ചെറിയവനാവും, ഒരാൾ കോടീശ്വരനാവും, മറ്റേ പാവപ്പെട്ടവനാവും. ഇതൊന്നും പൂർവ്വ വിദ്യാർത്ഥികൾ കാണിക്കാൻ പാടില്ല. പഠിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ എങ്ങനെ പരസ്പരം പ്രവർത്തിക്കണം ഭഗവാൻ കാണിച്ചു തരികയാണ് വളരെ കൃത്യമായി. ഭഗവാൻ സ്ത്രീകളുടെ സാരിയെല്ലാം അടിച്ചുകൊണ്ട് മുണ്ടെല്ലാം അടിച്ചുകൊണ്ട് പോയിരുന്നൊരു കഥ കേട്ടിട്ടുണ്ട്. ഇന്നാളൊരു ഭാഗവത സപ്താഹത്തിലൊരു ന്യായീകരണ തൊഴിലാളി ഇരുന്ന് പറയുകയാണ്, ഭഗവാൻ അന്ന് 9 വയസ്സേ ഉണ്ടായിരുന്നു, അതുകൊണ്ട് സാരി എടുത്തുകൊണ്ട് കുഴപ്പമില്ല. 9 വയസ്സുള്ള കുട്ടി സ്ത്രീകളുടെ സാരി എടുത്തുകൊണ്ട് പോയി കുഴപ്പമില്ലേ? അപ്പോൾ ഈ ന്യായീകരണത്തിന് പൊക്കളയരുത്. ഞാൻ ഈ കടവിൽ പോയി, ഈ ഭഗവാൻ ഈ സാരി എടുത്ത മുണ്ടെടുത്ത സ്ഥലത്ത് പോയി. എന്താണ് ഈ സംഭവം എന്നറിയണമല്ലോ. അപ്പോൾ ആ കടവിൽ സ്ത്രീകൾ കുളിക്കാൻ പറ്റുന്ന സ്ഥലത്ത് വസ്ത്രം ഊരി വെച്ചാൽ പിന്നെ ഒരു 30 മീറ്റർ നടന്നെങ്കിലേ ഈ നദിയിലോട്ട് ചെല്ലുള്ളൂ. നദിയിൽ കുളിച്ച് കഴിഞ്ഞ് തിരിച്ചൊരു 30 മീറ്റർ കയറി വന്നെങ്കിലേ ഈ വസ്ത്രം ഉരിഞ്ഞെടുത്ത് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സ്ഥലത്തെ സ്ത്രീകൾക്ക് ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ. ഈശ്വരൻ ഭൂമിയിൽ സൃഷ്ടിച്ച ഏറ്റവും വലിയ അത്ഭുതമാണ് സ്ത്രീയുടെ ശരീരം, സ്ത്രീയുടെ സൗന്ദര്യം. അവളുടെ ചുണ്ടുകളും കവിളുകളും കൊണ്ട് അവൾ 3 തലമുറയെ സന്തോഷിപ്പിക്കും. അച്ഛനെ ഉമ്മ കൊടുക്കും, അവർക്ക് സന്തോഷം. ഭർത്താവിന് ഉമ്മ കൊടുക്കും, അവന് സന്തോഷം. കുട്ടികൾക്ക് ഉമ്മ കൊടുക്കും, കുഞ്ഞുങ്ങൾക്ക് വലിയ സന്തോഷം. സ്ത്രീയുടെ സ്ഥാനത്തിലെത്തുമ്പോഴോ 2 തലമുറയ്ക്ക് അവകാശപ്പെട്ടതാണ്. ആ സ്ഥാനം ഉപയോഗിച്ച് ഭർത്താവിനെ പരിരംഭണം കെട്ടിപ്പിടിക്കുമ്പോൾ ഭർത്താവിന് ഭയങ്കര സുഖം. ആ മുലപ്പാൽ കുടിക്കുന്ന കുട്ടികൾക്ക് അമ്മയോട് ഭയങ്കര സ്നേഹം. പക്ഷെ അവളുടെ യോനിയിലേക്ക് വരുമ്പം അത് 1 തലമുറയ്ക്കുള്ളതാണ്. തൻ്റെ ഭർത്താവിൻ്റെ തൻ്റെ ഇണയോ തൻ്റെ യോനി നാളത്തിലൂടെ ഭൂമിയിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സുഖം, ആ സുഖത്തിൻ്റെ പാരമ്യത്തിൽ ഭർത്താവിനെ എത്തിക്കാൻ ഒരു ഭാര്യയ്ക്ക് കഴിയും യോനി നാളത്തിലൂടെ. അതിലൂടെ ജനിച്ചതാണ് കുട്ടികൾ. പക്ഷേ കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ അതിലെ കൂടെ ജനിച്ചതെന്ന്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ കാണേണ്ടവനെ മാത്രമേ കാണിക്കാവൂ, അല്ലാത്തവനെ കാണിക്കാനുള്ളതല്ല. കടവിൽ വന്ന സ്ത്രീകൾ വസ്ത്രം മാറി ഇറങ്ങുന്ന കടവിൽ ഒരു 19 മരങ്ങളുണ്ട്. ഇവിടെ ഇടതൂർന്ന ഇലകളാണ്. അതിനകത്ത് കയറി ഒരുത്തിരുന്ന അറിയത്തേ ഇല്ല. ഞാനവിടെ ചെന്നപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ ഒരാളിനെ എൻ്റെ മണ്ട കയറ്റി എന്നെ കാണിച്ച്. അവിടെ ഇരുന്ന് ആരും അറിയത്തില്ല. അപ്പോൾ അവിടുത്തെ ആൻറ്റി സോഷ്യൽ എലിമെൻറ്റ്സ്, ഗുണ്ടകളും റൗഡികളും ഒക്കെ ഈ മരത്തിൻ്റെ മേളിൽ കയറിയിരിക്കും. സ്ത്രീകളൊന്ന് വസ്ത്രമൊക്കെ കഴിച്ച് മാറ്റിയിട്ടിട്ട് നടന്ന് കുളിക്കാൻ ഇറങ്ങുമ്പോൾ ബാക്ക് വ്യൂ നല്ല ഭംഗിയായിട്ടൊരു 30 മീറ്റർ കാണാൻ പറ്റും. കുളിച്ച് കഴിഞ്ഞ് സ്ത്രീ കയറി വരുമ്പോൾ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് 30 മീറ്റർ കാണാൻ പറ്റും. അന്ന് TVയും ക്യാമറയും ഒന്നും ഇല്ല. പക്ഷേ യുവമാർക്ക് ഇത്രയും സമയം സുഖമായിട്ട് ഇത് കാണാം. അതിൽ നിന്ന് സ്ത്രീകളെ രക്ഷിക്കണം. ഭഗവാൻ വസ്ത്രം എടുത്ത് മാറ്റി സ്ത്രീകളോട് പറഞ്ഞു, ഇത് ചെയ്യരുത്, നിങ്ങളുടെ നഗ്നത വഴിയെ പോകുന്നതും കാണാനുള്ളതല്ല. അതുകൊണ്ട് ഭഗവാൻ ഇത് പഠിപ്പിച്ച ശേഷം ഇന്ന് വരെയും സ്ത്രീകളോട് കുളിക്കാൻ വരുമ്പോൾ നഗ്നത മറയ്ക്കാനൊരു തുണി സൂക്ഷിച്ചിട്ട് ബാക്കി തുണി ഊരിയിടുള്ളൂ. കുളിച്ചിട്ടോട്ട് കയറി വരുമ്പോൾ മറ്റു വസ്ത്രം എടുത്ത് ധരിച്ചിട്ടാണ് ആ നനഞ്ഞ തുണിയെടുത്ത് മാറ്റുന്നത്. അതുകൊണ്ട് ആ കടവിൽ കുളിക്കുന്ന സ്ത്രീകൾക്ക്, ഗോപസ്ത്രീകളുടെ നഗ്നത ആരും കാണാതിരിക്കാൻ ഭഗവാൻ ചെയ്തൊരു പ്രിക്കോഷനാണ്. സ്ത്രീകൾ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് ഭഗവാൻ ക്ലാസ് എടുക്കുകയാണ് ആ സംഭവത്തിൽ. അല്ലാതെ ഭഗവാൻ സ്ത്രീയുടെ വസ്ത്രം എടുത്ത് നഗ്നത കാണാൻ ശ്രമിക്കുകയല്ലായിരുന്നു. ന്യായീകരണ തൊഴിലാളികൾ വാദിച്ചത് നശിപ്പിച്ചല്ലായിരുന്നു. ഞാൻ ആ കടവ് കണ്ടുകൊണ്ടാണ് ഇത് മനസ്സിലായത്. ഭഗവാൻ കൃഷ്ണൻ ഓരോ കാര്യം ചെയ്യുമ്പോഴും
മനുഷ്യരെ വലിയൊരു പാഠം പഠിപ്പിക്കുകയാണ്. എങ്ങനെ ഭൂമി ജീവിക്കണം, എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ജനാധിപത്യം നടക്കേണ്ടത്, എങ്ങനെയാണ് സ്ത്രീകൾ സംരക്ഷിക്കപ്പെടേണ്ടത്, എങ്ങനെയാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കേണ്ടത്, ജീവിതത്തെ പറ്റിയുള്ള വീക്ഷണം എന്താണ് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ ഭഗവത്ഗീത ഭാഗവതത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ദേവി ഭാഗവതം എഴുതിയപ്പോൾ ദേവീ ഗീത, ഭഗവതിയുടെ ഗീത ഉണ്ടല്ലോ, ദേവി ഭാഗവത്തിൽ 7-ാം അധ്യായത്തിൽ ചേർത്തിട്ടുണ്ട്, 7-ാം സ്കന്ധത്തിൽ ചേർത്തിട്ടുണ്ട്. പരമശിവൻ്റെ ശിവപുരാണം എഴുതിയപ്പോൾ ശിവഗീത, പരമശിവൻ്റെ ഗീതയുണ്ട്, അത് ശിവപുരാണത്തിലുണ്ട്. അപ്പോൾ ദേവി ഭാഗവതത്തിൽ ദേവിഗീത ചേർത്തു, ശിവപുരാണത്തിൽ ശിവഗീത ചേർത്തു. പക്ഷെ വിഷ്ണു ഭഗവാന്റെ ഗീത ഭാഗവതത്തിലല്ല ചേർത്തിരിക്കുന്നത്. കാരണം 18 അധ്യായങ്ങളിലൂടെ കർമ്മയോഗം, രാജയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗത്തിലേക്ക് എത്തിച്ചിട്ട് മോക്ഷസന്യാസ യോഗത്തിൽ വരെ പോകുന്ന ഒരു യാഗം ഭാഗവതത്തിന് ഭാഗമാക്കാൻ പാടില്ല. സാധാരണ മനുഷ്യനെങ്കിലും ജീവിക്കണമെന്നാണ് ഭാഗവതം പഠിപ്പിക്കുന്നത്. എന്നാൽ അതിന് പറ്റിയ ഭാഗം മഹാഭാരതത്തിലെ ഭീഷ്മപർവമാണ്. ഭീഷ്മപർവത്തിൽ 25-ാം അധ്യായം തൊട്ട് 46-ാം അധ്യായം വരെ ഭഗവത്ഗീത വരികയാണ്. കർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ശ്രമിക്കുന്ന അർജുനൻ, യോദ്ധാവായ അർജുനൻ യുദ്ധം ചെയ്യുന്നതിന് പിന്മാറി അവൻ്റെ ജീവിതം പരാജയത്തിലേക്ക് നയിക്കാൻ പോവാണ്. അവിടെ യുദ്ധമുന്നണിയിൽ വെച്ചിട്ടാണ് 701 ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീത ചൊല്ലി ഭഗവാൻ അർജുനനെ പഠിപ്പിക്കുന്നത്. അവിടെ ആ യുദ്ധരംഗത്ത് വെച്ച് 18 അക്ഷൗണി ഇങ്ങനെ നിൽക്കുകയാണ്. അതിനെ നടുക്ക് വെച്ച് ഭഗവാൻ വിശ്വരൂപം കാണിക്കുകയാണ്. ഇതിലും വലുതാടാ വിശ്വം, കാണിച്ചു കൊടുക്കുക. അങ്ങനെ കർമ്മയോഗത്തിന് രാജയോഗത്തിലെത്തി, അവിടുന്ന് ജ്ഞാനയോഗത്തിൽ കൊണ്ടുവന്നു, പിന്നെ ഭക്തിയോഗത്തിലെത്തി. അങ്ങനെ 18 അധ്യായമുള്ള ഭഗവത്ഗീത വായിക്കുമ്പം വിഡ്ഢി ഗൂസ്മാണെന്ന് ചിലർ പറയും, കൊല്ലാനല്ലേ ഭഗവാൻ പഠിപ്പിച്ചതെന്ന്. ഭഗവത്ഗീതയിൽ 2-3 അധ്യായങ്ങളിൽ യുദ്ധം ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഭഗവത്ഗീത വന്ന് നിൽക്കുന്നത് എവിടെയാണ്? ഭഗവത്ഗീത വന്ന് നിൽക്കുന്നത് 18-ാം അധ്യായം മോക്ഷ സന്യാസ യോഗമാണ്. മോക്ഷപ്രാപ്തിയിൽ സാധാരണ മനുഷ്യനും സന്യാസിലെത്താൻ സന്യാസിയും എത്തിച്ചേരുന്ന 18-ാം അധ്യായം. അപ്പോൾ ഭാഗവതത്തിൽ അങ്ങനൊരു ഭഗവത്ഗീതയ്ക്ക് റോൾ പാടില്ല. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? അത് ഭാഗവതത്തിൽ ഉൾപ്പെട്ടില്ല, അത് മഹാഭാരതത്തിൽ ഉൾപ്പെടുത്തി. പക്ഷേ ദേവി ഭാഗവതത്തിൽ തന്നെയാണ് ദേവീഗീത, ശിവപുരാണത്തിൽ തന്നെയാണ് ശിവഗീത. ശിവഭഗവാന്റെയും ഭഗവതിയുടെയും ഗീതാപാരായണം, അവരുടേതായ ഗീത അവരുടെ ഭാഗവതത്തിൽ തന്നെയാണ്. ഇത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, വളരെ കൃത്യമായി. ഇവിടെ സഹസ്രനാമം ചൊല്ലിയപ്പോഴും ഇത് പറ്റി. ശ്രീമദ് ഭാഗവത് തന്നെയാണ് വിഷ്ണു സഹസ്രനാമം വരുന്നത് ഭീഷ്മരുടെ വായിലൂടെ. ശിവപുരാണത്തിൽ ശിവസഹസ്രനാമമുണ്ട്, യക്ഷപ്രജാപതി പരമശിവന് 1000 പേര് പറയുന്നുണ്ട്. പക്ഷേ ദേവി ഭാഗവതത്തിലാണോ ലളിത സഹസ്രനാമം? അല്ല. ആ സഹസ്രനാമം കൊണ്ടുവച്ച് എവിടെയാണെന്നറിയാമോ? അത് ബ്രഹ്മാണ്ഡ പുരാണത്തിലാണ് സഹസ്രനാമം കൊണ്ടുവച്ചിരിക്കുന്നത്. ലോകത്തിൽ ആദ്യമായി ദ എക്സ്പാൻഡിങ് യൂണിവേഴ്സ് തിയറി, ഹെയ്ലിയുടെ തിയറി പറയുന്നത് ബ്രഹ്മപുരാണത്തിലാണ്. ആദ്യം ഒരു അണുവുണ്ടായിരുന്നു, അത് സ്പ്ലിറ്റ് ചെയ്തു, അത് 50 കോടി നക്ഷത്രങ്ങളായി മാറി. അതാണ് എക്സ്പാൻഡിങ് യൂണിവേഴ്സ് തിയറി. 50 കോടി നക്ഷത്രങ്ങളായി മാറി, അങ്ങനെ പ്രപഞ്ചം രൂപം കൊള്ളുകയാണ്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ മാതൃഭാവം വർണ്ണിക്കുന്ന രംഗത്തോട്ട് മാതാവായ ദേവിയുടെ സഹസ്രനാമം കൊണ്ടുവച്ചു. അതുകൊണ്ടാണ് ബ്രഹ്മപുരാണത്തിൻ്റെ 7-ാം സ്കന്ധത്തിലാണ് ദേവിയുടെ സഹസ്രനാമം വരുന്നത്, ലളിത സഹസ്രനാമം. പക്ഷേ വിഷ്ണു ഭഗവാന്റെ സഹസ്രനാമം വരുന്നത് ശ്രീമദ് ഭാഗവത് തന്നെയാണ്, ശിവഭഗവാന്റെ സഹസ്രനാമം വരുന്നത് ശിവപുരാണത്തിൽ തന്നെയാണ്. അപ്പോൾ ഒരു ഗീത എങ്ങനെ മാറിപ്പോയി, ഒരു സഹസ്രനാമം എങ്ങനെ മാറിപ്പോയി, കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ അന്തരാർത്ഥം മനസ്സിലാക്കണം. ഭഗവാൻ കൃഷ്ണൻ്റെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയാണ്. സമയക്കുറവുകൊണ്ട് ഞാൻ ബാക്കി പറയുന്നില്ല. അത് കഴിഞ്ഞ് മനുഷ്യൻ തമ്മിത്തല്ല നശിക്കും. അപ്പോഴാണ് ഏറ്റവും അവസാനത്തെ അവതാരം. ഏറ്റവും അവസാനത്തെ അവതാരത്തെ വൈദിക സംസ്കൃതത്തിൽ എഴുതി വച്ചിരിക്കുന്നത് കർക്കി എന്നാണ്. കർക്കി, കർമ്മത്തിൻ്റെ അവസാനം കുറിക്കുന്ന അവതാരം കർക്കി. പക്ഷെ ഒരു BC 2-ാം നൂറ്റാണ്ട് തൊട്ട് ലൗകിക സംസ്കൃതത്തിൽ ആ അവതാരത്തിൻ്റെ പേര് മാറ്റി കൽക്കി എന്നാക്കി. കാലത്തിൻ്റെ അവസാനം കുറിക്കുന്ന അവതാരം കൽക്കി. കർക്കിയെ കൽക്കിയാക്കി. ആ കൽക്കി വന്ന് ഈ മണ്ണുന്തരത്തിൻ്റെ അവസാനം കുറിക്കുകയാണ്. അവസാനം അതാണ്
പുരാണത്തിൻ്റെ മന്വന്തരാണി. ആ ഒരു മന്വന്തരത്തിൻ്റെ അവസാനം പറയാണ് കൽക്കി അവതാരം. പക്ഷെ കൽക്കി എല്ലാവരും നശിപ്പിക്കാമെന്നൊക്കെ ഓരോരുത്തർ പ്രസംഗിക്കുന്നത് കേൾക്കാം. അങ്ങനെയല്ല കൽക്കി അവതാരം. കൽക്കി ധർമ്മം ഒറ്റക്കാലിൽ നിൽക്കുകയാണ്. കൃതയുഗത്തിൽ 4 കാലിൽ, ത്രേതായുഗത്തിൽ 3 കാലിൽ, ദ്വാപരയുഗത്തിൽ 2 കാലിൽ, കലിയുഗത്തിൽ ഒറ്റക്കാലിൽ നിൽക്കുകയാണ്. ഒറ്റക്കാലിൽ നിൽക്കുന്ന ധർമ്മത്തിൻ്റെ കാലത്ത് അകൃത്യം ചെയ്യുന്നവരെ ഇല്ലായ്മ ചെയ്ത ശേഷം കലിയുഗത്തിൽ നിന്ന് ഈ മന്വന്തരത്തെ കൃതയുഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ് കൽക്കിയുടെ ജോലി. കലിയുഗത്തിൽ നിന്ന് കൃതയുഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. മറ്റെല്ലാവരും ലീനിയർ ഹിസ്റ്ററിയാണ് പറഞ്ഞത്. BC 1-ാം നൂറ്റാണ്ട്, 2-ാം നൂറ്റാണ്ട്, AD 1-ാം നൂറ്റാണ്ട്, 2-ാം നൂറ്റാണ്ട് ഇങ്ങനെ പറഞ്ഞു. ഹിന്ദുമതം മാത്രമേ ഉള്ളൂ സൈക്ലിക്കൽ ഹിസ്റ്ററി. കൃതയുഗത്തിൽ തുടങ്ങി കലിയുഗത്തിൽ വന്ന് വീണ്ടും ഇങ്ങനെ കറങ്ങുകയാണ്. ബ്രഹ്മം കറങ്ങുന്നു, 1,25,000 വർഷം കൊണ്ട് കറങ്ങി പൂർവ്വത്തിലെത്തുകയാണ്. അപ്പോൾ ചരിത്രം സൈക്ലിക്കലാണെന്ന്, പ്രപഞ്ചം സൈക്ലിക്കലാണെന്ന് പറഞ്ഞത് ഹിന്ദുമതം മാത്രമാണ്. ആ സൈക്ലിക്കൽ തിയറിയിലാണ് 10ാമത്തെ അവതാരം സൈക്കിളിനെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ്, കൃതയുഗത്തിലേക്ക് കൊണ്ടുപോകാൻ. അതാണ് കൽക്കി അവതാരം എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധേയമായി നമ്മൾ ഇത് പഠിക്കുമ്പോഴാണ് ഈ അന്തസ്ഥ മനസ്സിലാവുന്നത്. എൻ്റെ പ്രസംഗം 1.25 മണിക്കൂറാവുന്നു, ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഭാഗവതം വായിക്കുന്നതിനും കഥ കേൾക്കുന്ന രസമാണ്. ആ ഭൂതം അങ്ങനെ വന്നു, അവിടെ പുനർജന്മം ഉണ്ടായി, ഈ മുതല വന്നിട്ട് 10,000 കൊല്ലം വെള്ളത്തിനടി കിടന്നു. കഥ കേട്ടിട്ട് അതിൻ്റെ അന്തരാർത്ഥം മനസ്സിലാക്കണം. ആ അന്തരാർത്ഥം 21-ാം നൂറ്റാണ്ട് ജീവിക്കുന്ന നിങ്ങൾക്കും എനിക്കും പഠിക്കാനുള്ള പാഠം എന്താണ്? അത് മനസ്സിലാക്കുമ്പോഴാണ് ഒരു ഭാഗവത സപ്താഹം അർത്ഥത്തിൻ്റെ പരമകോടിയിലെത്തുന്നത്. അത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ പുതിയ മനുഷ്യരായി മാറുകയാണ്. അതുകൊണ്ട് ഈ ഭാഗവത സത്രത്തിൽ വരുന്ന നിങ്ങൾ ഭാഗവത സത്രം തീരുമ്പോഴേക്കും പുതിയ മനുഷ്യരായി മാറി ഈ നാടിന് ഐശ്വര്യഭാജനങ്ങളായി മാറണം. മറ്റാർക്കും അവകാശപ്പെടാൻ പറ്റാത്ത ഈ പുണ്യഭൂമി നിങ്ങളും ഞാനും ജനിച്ചു. ഞാനൊരു 15ഓളം രാജ്യങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ കേരളം പോലും സുന്ദരഭൂമി കണ്ടിട്ടില്ല. മഹത്തായ സനാതനധർമ്മത്തിൻ്റെ മണ്ണിൽ നമ്മൾ ജനിച്ചു. ആ മഹത്തായ സനാതനധർമ്മത്തിൻ്റെ മണ്ണിൽ ജനിച്ചതിന് അഭിമാനത്തോട് വിശ്വസിച്ച് നമുക്ക് ഈശ്വരൻ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ പോകുമ്പോൾ നല്ലൊരു ലോകം സൃഷ്ടിച്ചിട്ട് പോകണം. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പ്രസിദ്ധനായ കവി മരിച്ചപ്പോൾ ഒരാൾ പ്രസംഗിച്ചു. എന്താണ്? ഹി ഫൗണ്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആസ് ബ്രിക്സ് ബട്ട് ഹി ലെഫ്റ്റ് ഇറ്റ് ആസ് മാർബിൾസ്. ഇഷ്ടിക കഷ്ണങ്ങളായി കണ്ട ഇംഗ്ലീഷ് സാഹിത്യത്തെ മാർബിൾ കഷ്ണങ്ങളെ അവശേഷിപ്പിച്ചിട്ട് ഈ കവി പോവുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ജനിച്ച് മരിക്കുമ്പോൾ ഭാഗവത സത്രത്തിൽ പങ്കെടുത്തതിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവണം, ഇഷ്ടിക കഷ്ണങ്ങളായി കണ്ട ഞാൻ കണ്ട ഈ ലോകത്തെ ഞാൻ മാർബിൾ കഷ്ണങ്ങളാക്കി മാത്രമേ പോവുള്ളൂ. ആ രീതിയിൽ നിങ്ങൾ നീങ്ങിയാൽ നിങ്ങളുടെ കുടുംബം നന്നാവും, നിങ്ങളുടെ ജീവിതം സാർത്ഥകമാവും, ഈ നാടും നന്നാവും. ആ വലിയ കർമ്മഭാഗത്തിലേക്ക് ഭാഗവതത്തിൻ്റെ പഠനം നിങ്ങളെ എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഇളയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം.